നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ശ്രീ കരിങ്കല്ലിക്കൽ അമ്മ ദേവിയുടെ തിറമഹോത്സവം നടത്തുകയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷത്തിനുള്ള കാരണം. മറ്റൊരു കാരണം എന്ന് പറയുമ്പോൾ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആചാര്യന് സ്വീകരണവും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയുമാണ്. അത് അതിലേറെ സന്തോഷമുള്ളത്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ദേവസ്വം ബോർഡ് അംഗീകരിച്ച ആദ്യത്തെ ദളിത് തന്ത്രി, താന്ത്രികവും വൈദികവുമായി കൈകാര്യം ചെയ്യുന്ന ദളിത് സമൂഹത്തിലെ ആദ്യത്തെ വ്യക്തി, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമുക്കിന്ന് ഇവിടെ സ്വീകരണം നൽകുവാനും അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുവാൻ നമുക്ക് സാധിച്ചത് മഹാഭാഗ്യമായി നാം കാണുകയാണ്. മറ്റൊരു കാരണം നമ്മുടെ ഈ കുടുംബങ്ങളിലെ കുട്ടികളിലെ SLC +2 വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. അത് അതിലേറെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരു രക്ഷിതാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു വേദിയിൽ വെച്ച് അംഗീകരിക്കപ്പെടുക, അല്ലെങ്കിൽ അവരുടെ അഭിനന്ദനങ്ങൾ വേറൊരാളുടെ അഭിനന്ദനങ്ങൾ ചെയ്യുക, ഇതൊക്കെ കേൾക്കുമ്പോൾ രക്ഷിതാവിനുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു സന്തോഷമാണ്. അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ ഈ വർഷം +2-നും SLC-ക്കും ഫുൾ A+ വാങ്ങിയ 2 കുട്ടികളുണ്ട് എന്നതാണ്. ഒന്ന് ദൃശ്യ MP, ഒന്ന് അശ്വൻ P. എന്നീ 2 കുട്ടികൾ +2-നും SLC-ക്കും ഫുൾ A+ വാങ്ങി എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യം തന്നെ. എന്തായാലും ഈ കുട്ടികൾ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ അവസരത്തിൽ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും നമ്മുടെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ ഒരു വലിയ അധ്വാനം ഉണ്ട്. അത് നിങ്ങൾ ഒരിക്കലും ഏത് വലിയ ഉന്നത നിലയിൽ എത്തിക്കഴിഞ്ഞാലും അത് നിങ്ങൾ മറക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. സാധും അതിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ സ്വീകരണ അനുമോദന ചടങ്ങിന്റെ അധ്യക്ഷം വഹിക്കുന്നത് കാവ് പരിപാലന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് KK ശ്രീരാജൻ അവരുകളാണ്. ആദ്യമായി അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് പ്രഭാഷണം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നത് മാതൃകുല രക്ഷാശ്രമം മലപ്പുറം മാതൃകുല രക്ഷാശ്രമം മഠാധിപതിയും കേരളത്തിലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു കേരളത്തിൽ തന്നെ ആദ്യത്തെ ദളിത് തന്ത്രി, അങ്ങനെ പല വിശേഷങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് കേരളത്തിലെ ആധ്യാത്മിക രംഗത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് പറയുന്നൊരു ഇതില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് അദ്ദേഹത്തിന് ആ സീറ്റ് കസേരയിൽ ഇരുത്താൻ ഇത്. നമുക്കൊക്കെ വരുന്ന സമയത്ത് ഒരു കസേര അവിടെ ഇട്ടിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നു. ഇതല്ല, അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു കേരളത്തിന്റെ ആധ്യാത്മിക രംഗത്ത് ഒരു സീറ്റ് ഉറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വിശേഷങ്ങളുള്ള വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ നമ്മള് ക്ഷേത്ര കമ്മിറ്റി അവരെ ക്ഷണിക്കുന്ന സമയത്ത് അദ്ദേഹം ആശ്രമ സെക്രട്ടറി ആദ്യം തന്നെ വരാൻ ഏൽക്കുകയും പിന്നീട് അത് 4 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ഉത്തരേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി എത്താൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ അവിടുന്ന് കിട്ടുന്നത്. അപ്പൊ ആകെ ഒരു വിഷമമായി. എങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കും. ചിലപ്പോൾ അത് മാറാൻ കുംഭമേള അങ്ങനെ എന്തോ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അടിസ്ഥാനത്തിൽ പിന്നെ വിളിച്ചപ്പോൾ എന്തായാലും അവിടെ എത്തും. ശ്രീ കരിങ്കല്ലിക്കൽ അമ്മയുടെ അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ എത്തും, ബാബാജി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിക്കുകയും അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഞങ്ങൾ ഇവിടെ യോഗം ചേർന്ന് അദ്ദേഹത്തെ ഇവിടെ നല്ല രീതിയിൽ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി കാവ് പരിപാലന കമ്മിറ്റിക്ക് വേണ്ടിയും ആർദ്രവുമായ ഊഷ്മളമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ അദ്ദേഹത്തെ ആദരിക്കുന്നത് ഷാജി PM കാവ് പരിപാലന കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഉപഹാര സമർപ്പണം നടത്തുന്നത് PM പ്രഭാകരനാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാർക്കറ്റി മെമ്പർമാർ, ഇന്ന് ഈ പരിപാടിയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നത് കൃഷ്ണൻ PM അവர்களാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിൽ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്മ വരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഭക്തജനങ്ങളെ, കാര്യപരിപാടിയിലെ ഉദ്ഘാടനമാണ്. നിലവിളക്ക് കൊളുത്തുന്നതിന് വേണ്ടി കാവിലെ കാർന്നവന്മാരും ബാബാജിയും ചേർന്ന് നിലവിളക്ക് കൊളുത്തുന്നതാണ്. എത്ര സമയം അതെ, എന്നാലും സമയം പറഞ്ഞ നമ്മളെപ്പോഴും പറയും. ഏകദേശം ഒരു ടൈം 1.5 മണിക്കൂറല്ലേ? അവർക്ക് കിട്ടില്ലേ? ശ്രീ ആദി മാർഗി മഹാചന്ദന ഭാവിക്ക് സ്വീകരണയുടെ അനുമോദനവുമാണ്. വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഉപഹാര സമർപ്പണവും സ്വാമിജിയാണ് നിർവഹിക്കുന്നത്. സ്വാഗത പ്രാർത്ഥനയെ സൂചിപ്പിച്ചവരെ ദളിത് വിഭാഗത്തിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏക വ്യക്തിയായ ബാബാജിക്ക് ശ്രീ കരിങ്കൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ എല്ലാ അനുമോദനങ്ങളും അറിയിക്കുന്നു. നമ്മെ ഇവിടെ സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കുവാനാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. എല്ലാ വർഷവും ഉത്സവം നടത്തി തിരിയുന്ന നമ്മൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് സമകാലീന സംഭവ വികാസങ്ങളെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്ഷേത്രമായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ പ്രഭാഷണം നടത്തുന്നതിന് ശ്രീ ആദി മാർഗി മഹാചന്ദന ഭാവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
മൈക്ക് ഇരുന്ന് സംസാരിക്കും. ഇവിടെ ഇരിക്കാം. പാരിതിൽ കാണായതൊക്കെ പെറ്റിട്ടൊരു പ്രകൃതിയാം മാതാവേ, അമ്മതൻ മക്കളെല്ലാം ഒന്നായിരിപ്പൊരു കുടുംബമല്ലയോ ഈ കുലം. കുലത്തിലിരിപ്പവർ നിത്യവും കോട്ടമില്ലാതാചരിപ്പൊരു ധർമ്മം, സംരക്ഷിപ്പാനായിരിപ്പൊരാശ്രമത്തെ നിത്യവും ഞങ്ങൾ സ്മരിക്കുന്നേൻ. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കലികാല ദുരിതം തീർക്കാൻ കൈലാസഗിരിയിൽ നിന്നും കേരളക്കരയിൽ വന്നവതരിച്ച ദേവൻ, കല്ലടിക്കോട്ടുകരിനീലിയമ്മതൻ പുത്രൻ, കുലധർമാചാര്യന്റെ തൃക്കാൽക്കൽ വീണു നിത്യം ആവോളം വന്ദിക്കുന്നേൻ. മല്ലച്ച എന്തച്ച വന്നച്ച മുത്തച്ഛ മുത്തച്ഛന്മാരെ മുത്തച്ഛന്മാര് പഠിച്ചു വന്ന കരിങ്കുട്ടി പറക്കുട്ടി പൂക്കുട്ടി തീക്കുട്ടി ഉടിക്കുട്ടി ഉച്ചക്കുട്ടി കല്ലോല ഭൈരവൻ നല്ലോല ഭൈരവൻ മൂർത്തി ഭൈരവൻ ധീരഭൈരവൻ വീരഭൈരവൻ സകല ഭൈരവന്മാരും അഘോരന്മാരും കള്ളാടി മുത്തം മന്ദലമുത്തം മുക്കഞ്ചത്തനിമാങ്കുട്ടി കുട്ടിച്ചാത്ത കിഴക്ക് കല്ലടിക്കോട് വടക്ക് തിരിഞ്ഞ കരിവഴി കീഴേ പാതാളം കെട്ടി 5000 കൊണ്ട് അടിയും കെട്ടി മൂളും കെട്ടി കോട്ട കെട്ടി കോട്ട ചാടി പടിഞ്ഞാട്ട് കാലിൽ നീട്ടിരിക്കുന്ന മലവാരിയായിട്ട് വീട്ടിൽ അമ്മേ കാക്കത്തിലും പിടിമാന മക്കളും കാത്തു നിർത്തിയിരിക്കുന്ന പെണ്ണമ്മേ തമ്പുരാട്ട് ചെന്നിക്കുളിച്ചാത്ത പുത്തം പഠിച്ചു ഗണപതി ഭഗവാനെ ഞെരിക്കുടിച്ചു പോയി. ഹരിശ്രീ ഗണപതി നമ വിഘ്നമോത്തുതേ. എന്തു വേണം ഗണപതിക്ക്, ഏതു വേണം ഗണോദിക്ക്, എന്തു വേണം ഗണോദിക്ക്, ഏതു വേണം ഗണോദിക്ക്. കത്തിച്ചു വെച്ചോരു നിലോളക്കെ അതും വേണോ ഗണോദിക്ക്, പൊട്ടിച്ചു വെച്ചോരു കൊട്ട തേങ്ങ അതും വേണോ ഗണോദിക്ക്. എന്തു വേണം ഗണോദിക്ക്, ഏതു വേണം ഗണോദിക്ക്. വായാപൊലിയല്ലേ വായാപൊലിയല്ലേ പൊലി പൊലിയേ, ഇഞ്ഞോ എവിടം കൊണ്ട ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ. കൈക്കോദീവാരം പൊലിച്ചു നോക്കേ, കൈക്കോദീവാരം പൊലിച്ചു നോക്കേ, കൈക്കോദീവാരം പൊലിച്ചു ഞാനേ, കൈക്കോദീവാരം പൊലിച്ചു ഞാനേ. ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ, ഇഞ്ഞോ എവിടം കൊണ്ട
പടിഞ്ഞാറത്തെ മനം പൊലിച്ചു നോക്കേ പടിഞ്ഞാറത്തെ മനം പൊലിച്ചു നോക്കേ പടിഞ്ഞാറത്തെ മനം പൊലിച്ചു ഞാനേ പടിഞ്ഞാറത്തെ മനം പൊലിച്ചു ഞാനേ ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ വടക്കൂറവാവുണ്ടം പൊലിച്ചു നോക്കേ വടക്കൂറവാവുണ്ടം പൊലിച്ചു നോക്കേ വടക്കൂറവാവുണ്ടം പൊലിച്ചു ഞാനേ വടക്കൂറവാവുണ്ടം പൊലിച്ചു ഞാനേ ഇഞ്ഞും എവിടം കൊണ്ട ഇഞ്ഞും എവിടം കൊണ്ട പൊലിക്കണ്ടതേ ഇഞ്ഞും എവിടം കൊണ്ട പൊലിക്കണ്ടതേ വാവുണ്ടാണീ കോട്ടയും പൊലിച്ചു നോക്ക് വാവുണ്ടാണീ കോട്ടയും പൊലിച്ചു നോക്ക് വാവുണ്ടാണീ കോട്ടയും പൊലിച്ചു ഞാനേ വാവുണ്ടാണീ കോട്ടയും പൊലിച്ചു ഞാനേ ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ തെക്കോ തിരുപീഠം പൊലിച്ചു നോക്കേ തെക്കോ തിരുപീഠം പൊലിച്ചു നോക്കേ തെക്കോ തിരുപീഠം പൊലിച്ചു ഞാനേ തെക്കോ തിരുപീഠം പൊലിച്ചു ഞാനേ തിരുപീഠ പള്ളിയാറ തുറന്നിടണേ തിരുപീഠ പള്ളിയാറ തുറന്നിടണേ ഇഞ്ഞും എവിടം കൊണ്ട പൊലിക്കണ്ടതേ ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ മേലേ നീലാകാശം പൊലിച്ചു നോക്കേ മേലേ നീലാകാശം പൊലിച്ചു നോക്കേ മേലേ നീലാകാശം പൊലിച്ചു ഞാനേ മേലേ നീലാകാശം പൊലിച്ചു ഞാനേ ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ കിയേ ഭൂമി പീഠം പൊലിച്ചു നോക്കേ കിയേ ഭൂമി പീഠം പൊലിച്ചു നോക്കേ കിയേ ഭൂമി പീഠം പൊലിച്ചു ഞാനേ കിയേ ഭൂമി പീഠം പൊലിച്ചു ഞാനേ ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ
ദൈവ കാരണവന്മാരെ ഇങ്ങളെ വിളിച്ചത പാടുന്നേ തെക്കേ പുരത്തറവാട്ടിലെ ദൈവ കാരണവന്മാരെ ഇങ്ങളെ വിളിച്ചത പാടുന്നേ പോനാതറവാടും പൊലിച്ചു ഞാനേ പോനാതറവാടും പൊലിച്ചു ഞാനേ ഇഞ്ഞം എവിടം കൊണ്ട പൊലിക്കണ്ടതേ വന്ന തറവാടും പൊലിച്ചു നോക്കേ വന്ന തറവാടും പൊലിച്ചു നോക്കേ വന്ന തറവാടും പൊലിച്ചു ഞാനേ വന്ന തറവാടും പൊലിച്ചു ഞാനേ വന്ന തറവാട്ടിലെ കാരണവന്മാരെ വന്ന തറവാട്ടിലെ ദൈവ കാരണവന്മാരെ കരിങ്കല്ലിൽ ഭഗവതി കാവിലെ കാരണവന്മാരെ കരിങ്കല്ലിക്കൽ കാവിലെ ദൈവ കാരണവന്മാരെ കരിങ്കല്ലിക്കൽ കാവിലെ ദൈവ കാരണവന്മാരെ ഇങ്ങളെ വിളിച്ചത പാടുന്നേ ഇഞ്ഞോ എവിടം കൊണ്ട പൊലിക്കണ്ടതേ വായാ പൊലിയല്ലേ പൊലി പൊലിയേ വായാ പൊലിയല്ലേ പൊലി പൊലിയേ കല്ലാടി കോടാണ് മലവാരാണ് കല്ലാടി കോട്ടമ്മ കരി നീലമ്മ കല്ലാടി കോട്ടമ്മ കരി നീലമ്മ അമ്മേനെ കാണാനായി പോണു ഞാനേ ഒന്നുണ്ടു കേക്കണം കുഞ്ഞി പെങ്ങളെ ആദിമാമെന്റെ കരിം കുട്ടിവിടെ ആദിമാമെന്റെ കരിം കുട്ടിവിടെ ചെന്നീ കുളത്തുള്ള ചാത്തം മുത്തോ മുത്ത പഠിച്ചുള്ള ഗണോദിയേ മുത്ത പഠിച്ചുള്ള ഗണോദിയേ തെക്കേ പൊരക്കല് കുഞ്ഞം മുത്തോ മുത്ത പഠിച്ചുള്ള മലവാരിയേ മുത്ത പഠിച്ചുള്ള മലവാരിയേ ഞങ്ങളെ തുണച്ചോണ്ട് കൂടെ നിൽക്കണേ ഞങ്ങളെ തുണച്ചോണ്ടും കൂടെ നിൽക്കണേ ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം ഓം ഭദ്രം കരിനേവേഷു നിയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യതത്രാ സ്ഥിരൈരംഗേ തത്ത്വഭാഗം സ്വസ്തുനോഭിः വിഷയമദേവഹിതം യതായുः സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വദേവാः സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി नो ബൃഹസ്പതേ ദദാതു ഓം ശാന്തി 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 ഓം
नमस्ते गणपतये त्वमेव प्रत्यक्षं दत्तमसि त्वमेव केवलं दत्तासि त्वमेव केवलं दत्तासि त्वमेव केवलं भर्तासि त्वमेव सर्वं खल्लितं ब्रह्मासि त्वं साक्षात् आत्मासि नित्यं ऋतं वच्मि सत्यं वच्मि अवक्तुं माम् अवक्तारम् अवश्रोतारम् अवधातारम् अवधातारम् अवानोजानम् अवशिष्यम् अवपश्चातात् अवपुरस्तात् अव उत्तरातात् अवदक्षिणातात् अवतोर्ध्वातात् अवधनातात् सर्वतो मां पाहि पाहि समन्दात् त्वं वाङ्मयत्वं चिन्मयः त्वमानन्दमयः त्वं ब्रह्ममयः त्वं सच्चिदानन्दादिनीयोऽसि त्वं प्रत्यक्षं ब्रह्मासि त्वं ज्ञानमयो विज्ञानमयोऽसि सर्वं जगदिदं दत्तो जायते सर्वं जगदिदं दत्तो तिष्ठति सर्वं जगदिदं द्वयि लयमेषति सर्वं जगदिदं द्वयि प्रत्येति त्वं भूमिरापो नलो निलोननः त्वं चत्वारि वाहात्पदानि त्वं गुणत्रयातीतः त्वमवत्तात्रयातीतः त्वं देहत्रयातीतः त्वं कालत्रयातीतः त्वं मूलाधारस्थितोऽसि नित्यं त्वं शक्तित्रयात्मकः त्वं योगिनो ध्यायन्ति नित्यं त्वं ब्रह्मा त्वं विष्णुत्वं रुद्रत्वं इन्द्रत्वं अग्नित्वं वायुत्वं सूर्यत्वं चन्द्रमात्वं ब्रह्म दुर्भुवस्वर गणादीं पूर्वमुच्चार्य गणादीं तदनन्तरम् अनस्वार परतरः अर्धेन्दुलसितं तारेण रुद्धं यदत्वमनस्वरूपं यकारपूर्वरूपम् अकारो मध्यमरूपम् अनुस्वारश्चान्त्यरूपं बिन्दूरुत्तररूपं नादसन्धानं सगुंहिता सन्धिः सैषा गणेश विद्या गणक ऋषिः यद्गायत्री छन्दः शिवन्महागणपतिर्देवता ॐ गङ्गणपतये नमः एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो दन्ति प्रचोदयात् एकदन्तं चतुर्हस्तं पाशमङ्कुशधारिणं रथं च वरदं वक्तेर्बिभ्राणं मूषिकध्वजं रक्तं लम्बोदरं शूर्पकर्णकं रक्तभाससं रक्तगन्धाय लिप्ताङ्गं रक्तपुष्पैः सुपूजितं भक्तानुकम्पिनं देवं जगत्कारणमच्युतम् आविर्भूतं च धिट्यादौ प्रकृते पुरुषात्परम् एवं ध्यायति यो नित्यं स योगी योगिनां वरः नमो प्रातपतये नमः गणपतये नमः प्रमदपतये नमस्त्यात्तुलम्भोदर एकदन्ताय विघ्ननाशिने शिवसुताय श्रीवरदमूर्तये नमः ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्युषावहै ॐ शान्ति शान्ति शान्तिः हरिः ॐ ഹരി ഓം. ഏവർക്കും നമ്മുടെ പ്രണാമം. നമ്മളെക്കുറിച്ച് ഇവര് നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് ജനിച്ച വംശം, കുലം, ഗോത്രം അതുകൊണ്ടൊക്കെയാണ് ഈ ദളിത് എന്ന് പറയാണ്ടി വരുന്നത്. ദളിത് എന്ന വാക്കിന്റെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് സാമൂഹികപരമായ വിഷയമാണ്. പക്ഷെ നമ്മൾ കൃത്യമായി പറയുന്നത് നമ്മളൊരു മനുഷ്യനാണ്, നാം സംസാരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ആ മനുഷ്യരിൽ ഇന്നും വിവേചനം നിലനിൽക്കുന്നു. ആ വിവേചനത്തിന് കാരണം നവോത്ഥാന കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടും ഇന്നും ലോകത്തെമ്പാടും മനുഷ്യർക്കിടയിൽ വിവേചനമുണ്ട്. ആ വിവേചനത്തിന് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ, ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അതിന് കാരണം നാം അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഉപാസനാപരമായിട്ടുള്ള വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടാണ് മനുഷ്യരുടെ ഇടയിൽ വിവേചനം നിലനിൽക്കുന്നത്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം ഉണ്ടായിട്ടുള്ളത് ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ്. അത്തരം ആചാരങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ ചില അന്ധവിശ്വാസങ്ങൾ, ഒരിക്കലും വിശ്വാസമല്ല അന്ധവിശ്വാസം. അന്ധവിശ്വാസം കൊണ്ട് ഉണ്ടാകുന്ന എന്താ? സമൂഹത്തിൽ നല്ലതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത്തരം അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ടാണ് മനുഷ്യരുടെ ഇടയിൽ വിവേചനം ഉണ്ടായത്. ആ വിവേചനങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അത് നമ്മളുടെ ഈ ചെറിയ പ്രായത്തിലാണെങ്കിൽ പോലും നമുക്ക് മറ്റു വിഷയങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് പഠിക്കാൻ പറ്റുമ്പോൾ നമ്മൾ അറിഞ്ഞത്
പ്രധാന കാരണം ഉപാസന വ്യത്യാസമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പുറന്തള്ളപ്പെട്ട ജനതയുടെ സമൂഹത്തിന്റെ ഇടയ്ക്ക് നമുക്കറിയാം, ഒരു മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയും മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ആ ജനതയെ അത്ര കണ്ട് മാറ്റി നിർത്താനുണ്ടായ കാരണം ക്ഷേത്രപ്രവേശനാദി വിഷയങ്ങൾ പോലെ അതിനുള്ള കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതും ഇത് ഉപാസനയുടെയും ആചാരത്തിന്റെയും ഫലമായി ഉണ്ടായത്. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിശ്വാസം ഇത്ര കണ്ട് വിദ്യാസമ്പന്നരായിരുന്ന ഒരു ജനത, പ്രത്യേകിച്ച് വൈദിക ബ്രാഹ്മണർ അതീവ ശ്രേഷ്ഠന്മാരാണ്, അവർക്ക് അറിവുണ്ടായിരുന്നു, അവർക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായിരുന്നു, അവരെ ബ്രാഹ്മണർ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അത്ര ബ്രഹ്മജ്ഞാനം ഉണ്ടായിരുന്നവർ പോലും ഒരു ജനതയെ എന്തുകൊണ്ട് മാറ്റി നിർത്തി? അതും ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഒട്ടനവധി വരുന്ന ആളുകളെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ കുറച്ച് ആളുകൾ പറയാണ് അവര് മോശക്കാരാണ് എന്ന്. അപ്പൊ എന്താണ് മോശക്കാരാണെന്ന് പറയുന്നത്? ജഗദമ്പയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ, പൂർവിക കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് വർഷങ്ങളോളം വൈദിക മേഖലയിൽ ഉപനയനാദി സംസ്കാരങ്ങൾ ചെയ്തുകൊണ്ട്, ഷോഡശ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉപനയനം ചെയ്തുകൊണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ വേദോച്ചാരണം, വേദമന്ത്രങ്ങളും അഗ്നിഹോത്രാദി കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായി. അതിന്റെ മുമ്പേ നമ്മളുടെ തറവാട്ടിലുണ്ടായിരുന്ന ഇത്തരം ആചാരങ്ങളാണ്, നമ്മൾ കണ്ടു വളർന്ന ഇത്തരം ആചാരങ്ങളാണ്. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് ആ സമയത്ത് നമ്മുടെ ആചാരങ്ങളോട് ആ സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്കൊരു മുഷില. കാരണം ഇത് ഫുള്ള് കള്ളുവയ്ക്കലും കോഴിവെട്ടൊക്കെ ആണല്ലോ, മോശമല്ലേ, നമുക്കൊന്നും സമൂഹത്തിൽ ഒരു വാല്യൂ ഇല്ല. എങ്ങനെ പോയാലും അങ്ങനെ പറയാം, ജാതി എടുത്തു പറയും, പിന്നെ ആചാരങ്ങളെയും പറയാം, കള്ളു വെച്ച ആചാരമാണ്, നമ്മളെ മൂർത്തികളൊക്കെ നീചന്മാരാണ്. അപ്പൊ നമുക്ക് അറിയാനുള്ള ത്വരയുണ്ടായിരുന്നു. ഹിന്ദു സമൂഹത്തിൽ ത്വരയുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ ജനിച്ച നാട്ടിൽ അതൊന്നും അറിയാനുള്ള ഒരു മേഖലയൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലാണെങ്കിലോ ഒരാൾ പോലും മറ്റൊരു ജാതി മാറി ഒരു പരിപാടി ചെയ്യുന്ന ആളുകളില്ല. പ്രശ്ന മേഖലയായാലും ശരി, കുറ്റിയടിക്കലായാലും ശരി, ഒരു മേഖലയിലും മറ്റൊരാളില്ല. പക്ഷെ നമുക്ക് ത്വര, എന്തൊന്നും ഇല്ലാത്ത ത്വര അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ ചെറുപ്പത്തിലേ പഠിക്കാൻ വേണ്ടി വിട്ടു. അപ്പൊ അവര് വൈദികന്മാര് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വിട്ടു തരണം, എന്നാൽ വിഷയം പഠിപ്പിക്കാം, പിന്നെ ചോദിച്ചു വരാൻ പറ്റില്ല മകനെ, ഞങ്ങൾ ഏറ്റെടുക്കും. അപ്പൊ അച്ഛനത് വിഷമായി, 100 ഉണ്ടെങ്കിലും അച്ഛനമ്മയ്ക്ക് തരില്ല. അപ്പൊ അങ്ങനെ എന്തായാലും നമുക്ക് ഒരു 10-18 വയസ്സായപ്പോ നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നി അന്വേഷണം തുടങ്ങി, പല സ്ഥലത്തും ബന്ധപ്പെട്ടു. അപ്പൊ ഒക്കെ അവർ പറഞ്ഞു ഉപനയനം കഴിഞ്ഞൊരിക്കൽ പഠിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളാണ് ഉപനയനം ചെയ്തില്ല, 3 പോലെ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു ധാരണ പോലും നമുക്കില്ല. എന്തായാലും ആദ്യം നമ്മൾ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി. കാണിപ്പരീക്ഷ നമ്പൂതിരിപ്പാടിന്റെ അടുത്ത് ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി. പിന്നീട് ജ്യോതിഷാദിത്യാദി വിഷയങ്ങൾ, പിന്നെ വേദം. അപ്പൊ ആഗ്രഹം വർദ്ധിച്ചു തുടങ്ങി. ഈശ്വരൻ എന്തെന്നറിയാനുള്ള ത്വര. മഹാഭാഗ്യം എന്ന് പറയുന്ന ഗുരുനാഥനെ കണ്ടെത്തി, ഉപനയനം ചെയ്തു. വേദം, ഗായത്രി മന്ത്ര ജപത്തോടുകൂടി വേദാധ്യയനം ആരംഭിച്ചു. അങ്ങനെ തന്ത്രം എന്ന ശാസ്ത്രത്തിന്റെ മഹാസാഗരത്തിലേക്ക് പോകാൻ പറ്റി. ക്ഷേത്ര പ്രതിഷ്ഠാദി വിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഉത്സവാദി ക്രിയകളും മറ്റുള്ളതൊക്കെ അങ്ങനെ പഠിക്കാനൊരു മഹാഭാഗ്യം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്ത്രം എന്ന മഹാസാഗരത്തെ പരിചയപ്പെടുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയിലാണ്, അതിന്റെ പൂർണ്ണദീക്ഷാ സമ്പ്രദായത്തിലാണ് നാം അറിയുന്നത് എന്താണ്, എന്റെ തറവാട്ടിലിരിക്കുന്നതും ഇല്ലങ്ങൾക്കകത്തിരിക്കുന്നതും അങ്ങ് കൈലാസത്തിലിരിക്കുന്നതും എല്ലാം ഒരു തത്വം തന്നെയാണ്. എല്ലാതിനെയും ആചരിക്കുന്നത് ഏകദേശം ഒരുപോലെയാണ്. പുറത്തു കാണുന്നതല്ല യഥാർത്ഥ ആരാധന, ഉപാസന. അത് മനസ്സിലാക്കിയപ്പോൾ നാം 1 വർഷം നമ്മുടെ പൂജാമുറിയിൽ അങ്ങനെ ഇരുന്നു. എന്താ കാര്യം, പ്രത്യേകിച്ച് പണിക്കൊന്നും പോയില്ല. റേഷനരിയില്ല, അമ്മ കൊണ്ടുവരുന്ന താളും, പിന്നെ താള് എന്ന് പറയുമ്പോൾ എന്താ പറയാ അറിയില്ല, ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാവുന്ന സാധനം, വെള്ളം നനയാത്ത ഇലയൊക്കെ ഉള്ളതാണ് താളും. പിന്നെ അതുപോലെ മുരിങ്ങയുടെ ഇല, ഇതൊക്കെ അമ്മ കൊണ്ടുവരും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നത്തെ നമ്മൾ വിവാഹിതനാണ്, ഗൃഹസ്ഥാശ്രമിയാണ്. നമ്മളുടെ വാമഭാഗം അംബാജി എന്ന് പറയും. നമ്മൾ ആശ്രമത്തിൽ ഭാര്യ അംബാജി എന്നാ പറയാം. അംബാജിയെ സഹകരിച്ചു. അങ്ങനെ ഒരു വർഷക്കാലം പൂജാമുറിയോട് ഒറ്റ കാര്യം ചോദിച്ചോളൂ. അമ്മയോട് ചോദിച്ചത്, അമ്മയെ ഈ ജനതയെ ഉയർത്താൻ എന്താണ് മാർഗം, എന്താണ് ഈ സനാതനികളുടെ ഹിന്ദു സമൂഹത്തിലെ വിവേചനം മാറ്റാൻ ഒരു മാർഗം, നാം എന്ത് ചെയ്യണം? അങ്ങനെ 1 വർഷത്തെ തപസ് ഒറ്റക്കാലം നിൽക്കണമെന്നല്ല കേട്ടോ. ഒരു പൂജ്യം പ്രാർത്ഥനയും ഒരുപാടായിട്ട് മനസ്സിൽ ഇത് തന്നെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയാം. അതുകൊണ്ട് ഒറ്റക്കാലം നിൽക്കണ്ട. അവിടെ നിന്നും അമ്മ ഒരു നിർദ്ദേശം തരുന്നു, നീ നിന്റെ സ്വത്വത്തിലേക്ക് മടങ്ങുക, നിന്റെ പൂർവിക ആചാരത്തിലേക്ക് മടങ്ങുക. അങ്ങനെ അതിന്റെ ഉപാസന ആരംഭിച്ചു. നിർത്തിവെച്ച ഉപാസന വീണ്ടും ആരംഭിച്ചു. നമ്മൾ അത് പറയാൻ തുടങ്ങി. അതുവരെ നമ്മൾ വേദവും മന്ത്രവും ഒക്കെ പറയുന്നുണ്ട്. ഈ കേരളത്തിൽ നമ്മളുണ്ട്. നമ്മൾ വൈദിക മേഖല കൃത്യമായിട്ട് ഇവിടെ കോഴിക്കോട് ആചാര്യ രാജേഷിനെ പോലെയൊക്കെ വേദവും സൂക്തവും ഒക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ മറിച്ച് എപ്പോഴാണോ
കല്ലടിക്കോട് കരിനീലിയെ തൊട്ട് നാം സംസാരിക്കാൻ തുടങ്ങുന്നത് അന്ന് കേരള സമൂഹത്തിൽ ചണ്ടാളൻ എന്ന പേര് സ്വീകരിച്ച നമ്മളെ അറിയാൻ തുടങ്ങി. ആ അറിയാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ എത്തുന്നത്. നമ്മളെ കേൾക്കാൻ ഈ കാവിന്റെ ഭാരവാഹികൾ ആഗ്രഹിക്കുന്നതും ആ കാവ് സംബന്ധമായ അല്ലെങ്കിൽ ഇത്തരം മലബാർ സംബന്ധമായ ഉപാസനയെ കുറിച്ചും അതിന്റെ ഉപാസന കാലഘട്ടത്തെ കുറിച്ചും, എങ്ങനെയാണ് അതിന്റെ ഉപാസന, എന്താണ് ഈ ആരാധനയുടെ പ്രത്യേകത, ഇതെല്ലാമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കേരള സമൂഹവും നമ്മളെ വിളിക്കുന്നത് ഒരു ആചാര്യരീതിയിൽ വിളിക്കുന്നതും നമുക്ക് നമ്മുടേതായ വേഷവിധാനങ്ങളും ശൈലിയുണ്ട്. ആരും തെറ്റിദ്ധരിക്കരുത്. 24 മണിക്കൂറും ഈ കുപ്പായിട്ട് നടക്കുന്ന ഒരാളല്ല നമ്മൾ പാന്റും ഷർട്ടൊക്കെ ഉപയോഗിക്കും. മുട്ടയടിച്ച് കോണോനെടുത്ത് തുണിയില്ലാണ്ട് നടന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ തേടി വരുന്ന ശിഷ്യർ അതുപോലെ മുട്ടയടിച്ച് ഇരിക്കുന്നത് കണ്ടപ്പോ നമുക്ക് തോന്നി വേഷഭൂഷാദികൾ കൊണ്ട് ഒരു ജനതയെ ഉയർത്താൻ പറ്റില്ല. അപ്പൊ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരണം സ്വീകരിക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ എല്ലാ വേഷങ്ങളും എല്ലാ ഭക്ഷണങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം നമ്മളെ അനുകരിക്കുന്ന ഒരു ശീലം നമ്മുടെ ശിഷ്യരെ കൂടെ കാണുന്നവർ ഇവർക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് സമൂഹത്തോട് നാം പറയുന്നത് വേഷഭൂഷാദികളിലോ ഭക്ഷണത്തിലോ അല്ല ആത്മീയത ഇരിക്കുന്നത്. ആത്മീയത ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലും പുറത്തു നിന്നാണ് കണ്ടെത്തണം. അപ്പൊ അതുകൊണ്ട് എല്ലാ വേഷവും നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇന്ത്യയിൽ ചണ്ടാളൻ എന്നൊരു പറഞ്ഞ ഒരാളെ നമ്മൾ എല്ലാവരും കേൾക്കും. ചണ്ടാളൻ വേദേതിഹാസ പുരാണങ്ങളിലെല്ലാം തന്നെ ചണ്ടാളനെ കുറിച്ച് പറയുന്നുണ്ട്. ചണ്ടാളനെ കുറിച്ച് പൂന്താനം പറഞ്ഞതും ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നു ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. പൂന്താനം പറഞ്ഞൊരു മോശം എഴുതിയിട്ടൊന്നുമില്ല, നിഷ്കളങ്ക ഭക്തനാണ്. പൂന്താനം ഒരിക്കലും മോശം എഴുതി. പക്ഷേ ആ പൂന്താനം എഴുതുന്ന കാലഘട്ടത്തിലും ആദിശങ്കരാചാര്യരുടെ കാലഘട്ടത്തിലും ചണ്ടാളർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പറ്റം ജനതയെയാണ്. വ്യക്തമായ കുലവും ഗോത്രവും ആചരണവുമുള്ള ഒരു ജനതയെയാണ് ചണ്ടാളൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇന്നും ചില ആളുകളുടെ, എല്ലാവരുടെയും അല്ല, ചില ആളുകളുടെ മനസ്സിൽ പുറത്തു പറഞ്ഞില്ലെങ്കിലും ആ ചണ്ടാളൻ എന്നൊരു ബോധം ഇരിക്കുന്നുണ്ട്. ആദിശങ്കരാചാര്യർ ഗംഗയിലേക്ക് സ്നാനം ചെയ്യാൻ പോകുമ്പോ, ഈ ആദിശങ്കരനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ശങ്കരാചാര്യരെ കുറിച്ച്. ശങ്കരാചാര്യ വലിയ കേമനായിരുന്നു, പക്ഷെ വലിയ അറിവുള്ള ആളായിരുന്നു. വേദതത്വങ്ങളൊന്നും അറിയാണ്ടല്ല അദ്ദേഹം നോർത്ത് ഇന്ത്യക്ക് കയറിപ്പോയത്. എന്താണ് ആത്മതത്വം, എന്താണോ യഥാർത്ഥ ആത്മവിദ്യ അതറിയാൻ വേണ്ടി, ആ ബ്രഹ്മവിദ്യ അറിയാൻ വേണ്ടി പോയി. അതൊക്കെ അറിഞ്ഞിട്ട് കേമനായിട്ട് എല്ലാവരും തോൽപ്പിച്ച് നടക്കുമ്പോ ഒരു ദിവസം കൈലാസത്തിൽ പാർവതി പരമേശ്വരന്മാർ ഇരിക്കുകയാണ്. അപ്പൊ പാർവതി പറഞ്ഞു, നമ്മുടെ ശങ്കരൻ കേമനാണല്ലോ, അദ്ദേഹത്തിന് സർവജ്ഞപീഠം കൊടുക്കണ്ടേ, ഏറ്റവും അറിവുള്ളവനല്ലേ. അപ്പൊ സാക്ഷാത് പരമേശ്വരൻ പറഞ്ഞു, നമ്മൾ എവിടെ പോയാലും പറയാണ്ട് ശിവനും പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ഈ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല. നമ്മളടുത്ത് കണ്ടുകൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നിങ്ങളെ തള്ള അത് പറഞ്ഞു, അപ്പൊ നിന്റെ തന്ത എനിക്കിത് തന്നില്ലല്ലോ, ഒരു പുതിയ സാരി വാങ്ങിത്തരും. അതുപോലെ തന്നെ എന്താ പറയാ, ഫസലിന്റെ പുതിയ സിനിമ വന്നിട്ടുണ്ട്, എന്നെ ഒന്ന് കൊണ്ടുപോകുക, നിങ്ങൾ ഇന്നെ നോക്കണേ ഇല്ല, അയലക്കത്തെ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. അപ്പൊ അതുപോലെ തന്നെ ഇയാളാണെന്നും പറയുന്നത് പിന്നെ നോക്കാൻ നിലവിന്റെ അറിഞ്ഞാൽ നിന്റെ തളർത്തിക്കാൻ വേണ്ടി. അങ്ങനെ അപ്പോഴും എന്താ വെച്ചാൽ നല്ലൊരു സംസാരം ഉണ്ടാവില്ല. പക്ഷെ പാർവതി പരമേശ്വരന്മാരെ എന്ന് വെച്ചാൽ, അല്ലയോ ഭഗവാനെ, എന്താണ് ഇപ്പൊ രാമായണത്തിന് എന്താണ് രാമതത്വം, എന്നോടുള്ള പ്രേമത്താൽ അത് പറഞ്ഞാലും. അപ്പൊ പരമേശ്വരൻ, അല്ലയോ പാർവതി, എന്റെ പ്രാണപ്രിയെ, നിന്നോടുള്ള അതിയായ പ്രേമത്താൽ നാം നിന്നോട് രാമതത്വം ഉപദേശിക്കുന്നു. നമ്മൾ എന്തൊക്കെ തത്വം ചോദിക്കാൻ നമുക്കറിയാം, അതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ പറഞ്ഞ പോലെ ഇവരിങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു, ശങ്കരാചാര്യ സർവജ്ഞപീഠം കൊടുക്കണം, കേമനാണ്, പണ്ഡിതനാണ്. അപ്പൊ പരമേശ്വരൻ പറഞ്ഞു, നിൽക്കട്ടെ, ശങ്കരാചാര്യക്ക് അറിവൊക്കെ ഉണ്ട്, ശങ്കരന് അറിവുണ്ട്, പക്ഷെ ശങ്കരന് അഹങ്കാരമുണ്ട്. താൻ ബ്രാഹ്മണനാണ്, എല്ലാം തികഞ്ഞവനാണെന്ന ഒരു അഹങ്കാരമുണ്ട്, ജാതിബോധമുണ്ട്. ജാതിബോധവും കുലബോധവും ഉള്ളവനെ ഒരിക്കലും ശിവത്വത്തിലേക്ക് ഉയരാൻ പറ്റില്ല എന്നാണ് ധർമ്മശാസ്ത്രം പറയുന്നത്. തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത് അറപ്പ്, വെറുപ്പ്, നാണം, ഭയം, ശീലം, കുലചിന്ത, ജാതിചിന്ത, ദുഃഖം, ഇത്തരം വിഷയങ്ങളുള്ളവർക്ക് ആർക്കും തന്നെ ശിവത്വം കിട്ടില്ല. അവർ പശുക്കളാണ്. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോവധത്തിന്റെ വിഷയത്തിലുള്ള പശു അല്ല, മുമ്പേ പശു അല്ല. പശു എന്ന് പറഞ്ഞാൽ പാശമുള്ളവൻ, കെട്ടിയിട്ടവൻ, മനുഷ്യൻ പോലുമല്ല, അവൻ മൃഗതുല്യനാണ്. മൃഗം ശ്രേഷ്ഠമാണ്, പക്ഷെ ആ മൃഗമല്ല, ഒട്ടും ഗുണമില്ലാത്തൊരു സാധനമായിട്ടാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. ഇപ്പൊ ജാതിബോധമൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ ശങ്കരന് ജാതിബോധവും കുലബോധവും ഉണ്ട്. അവൻ ഒരിക്കലും ശിവത്വത്തിലേക്ക് ഉയർന്നിട്ടില്ല. അറിവ് മാത്രമേ ഉള്ളൂ. നമുക്ക് സമൂഹത്തിലെ ആളുകളെയൊക്കെ കാണാൻ പറ്റും, അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ അറിവുണ്ടാവും, പക്ഷെ എന്താണ്, പല പല ചിന്തകൾ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ സനാതനികളുടെ ഏറ്റവും വലിയ പരാജയം, നമുക്കൊരു ഒരുമില്ലാത്തതിന് കാരണം. അപ്പൊ പറഞ്ഞു അത് മാറണം. അപ്പൊ എന്താ, ശങ്കരന് ഒരു പരീക്ഷണം. അങ്ങനെ ശങ്കരാചാര്യ കുളിക്കാൻ വേണ്ടി ഗംഗയിലേക്ക് ശിഷ്യന്മാരുമൊത്ത് സ്നാനത്തിന് പോകുന്ന സമയത്ത് സാക്ഷാൽ പരമേശ്വരൻ
ചണ്ടാള രൂപത്തിൽ, ചണ്ടാളൻ എന്ന് പറഞ്ഞ ചണ്ടകർമ്മം ചെയ്യുന്ന സങ്കല്പം തന്നെയാണ്. എന്നാലോ ചണ്ടാളൻ ശ്മശാനവാസിയാണ്. ദക്ഷൻ സതീദേവി പരമേശ്വരൻ വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ ദക്ഷൻ ചണ്ടാളനോട് പറയുന്നതിനെ, ദക്ഷൻ സതിയോട് പറയുന്നതിനെ ചണ്ടാളനെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അവൻ നരമാംസം ഭക്ഷിക്കുന്നവനാണ്, ഹീനജനങ്ങളോട് കൂട്ടുകൂടുന്നവനാണ്, അവൻ വസ്ത്രം ധരിക്കാത്തവനാണ്, ചിതാഭസ്മം വാരി പൂശുന്നവനാണ്, ജടാധാരിയാണ്, വൃത്തിയില്ലാത്തവൻ, കള്ളു കുടിക്കുന്നവൻ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പരമേശ്വരനെ പറയുന്നു ദക്ഷൻ. ദക്ഷൻ ഈ പരമേശ്വരനെ സാധാരണ എല്ലാവരും കരുതിയിരിക്കുന്ന ആള് ബ്രാഹ്മണനാണ് എന്ന്. സത്യത്തിൽ ചണ്ടാളനിൽ വെച്ച് ഏറ്റവും വലിയ ചണ്ടാളൻ, നമ്മുടെ പേരിന് മഹാചണ്ടാളൻ. അതാ മഹാചണ്ടാളൻ സാക്ഷാൽ പരമേശ്വരനാണ്. മഹാബ്രാഹ്മണനും സാക്ഷാൽ പരമേശ്വരനാണ്. പരമേശ്വരൻ ഒരിക്കലും വിഭാഗീയതയില്ല. അപ്പൊ ആ പരമേശ്വരൻ ആ ചണ്ടാള രൂപത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും അവസാനം കാണുന്ന ഒരു വ്യക്തിയാണ് ചണ്ടാളൻ. അപ്പൊ നിങ്ങളുടെയൊക്കെ ഏകദേശം അവസാനം കൂട്ടിക്കും. ഈ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് വിടവാങ്ങല്ല. എന്താണോ നമ്മുടെ അജ്ഞാനം, ഈശ്വരീയമായ അറിവില്ലാത്ത അവസ്ഥ, അതെവിടെ മരിച്ചു തീരുന്നു, എവിടെ ദഹിച്ചു തീരുന്നു, അതാണ് നാം പറയുന്ന ശ്മശാനം. നമ്മുടെ ആശ്രമത്തേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെയാ പറയാം, നമ്മുടെ ആ ശ്മശാനത്തിലേക്ക് സ്വാഗതം പറഞ്ഞിട്ട് ആരെയും സ്വീകരിക്കുക. പലരും വരാറുണ്ട് കേമന്മാർ. പക്ഷേ നമ്മുടെ അടുത്ത് വന്നാൽ നാം ദഹിപ്പിച്ചിട്ടേ വിടുള്ളൂ. എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ടേ വിടുള്ളൂ. അപ്പൊ അത് പറഞ്ഞ പോലെ തന്നെ അത്തരം അജ്ഞാനങ്ങൾ ഉണ്ടെങ്കിൽ പോണം. അപ്പൊ അങ്ങനെ ശങ്കരാചാര്യ മുന്നിൽ പരമേശ്വരൻ വന്നു നിന്നു. അപ്പൊ ശങ്കരാചാര്യ പറഞ്ഞു, മാറി നിൽക്കും ഉണ്ടല്ലോ, എത്ര അടി വിട്ടണം, എത്ര അടി ഇട്ടിക്കണം എന്നൊക്കെ പണ്ട് ദുരാചാരമാണ്. അത്തരം ആചാരങ്ങളുമായിട്ട് മാറി നിൽക്കുക. ചണ്ടാളൻ നിന്ന് മാറിക്കുക. ചണ്ടാളനാണെങ്കിൽ ലാഭത്തിന് കള്ളു കുടിക്കാണ്ട് പറ്റൂല, നെയ്യിട്ടുള്ളി കള്ളു കുടിക്കാണ്ട് പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. കള്ളൊക്കെ ഒരു ഇഷ്ട വിഭവമാണ്. അപ്പൊ ആ മാംസത്തിന്റെ ഒക്കെ മണമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ചിതാഭസ്മത്തിന്റെ മണമുണ്ട്. കൂടാതെ കള്ളിന്റെ മണമൊക്കെ ഇപ്പൊ ശങ്കരാചാര്യ മാറി ഏകദേശം ഇതായിരിക്കും. കറുത്ത വസ്ത്രം ഒക്കെ. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ചണ്ടാളന്റെ രൂപത്തിൽ ചണ്ടാളൻ ചിരട്ട കഴുത്തിൽ കെട്ടണമെന്നൊരു നിയമമുണ്ട്. കേരളത്തിന്റെ നിയമമാണ് ചിരട്ട കഴുത്തിൽ കെട്ടുക എന്നുള്ളത്. പിന്നെ ഇരുമ്പിന്റെ എന്താ പറയാ ആഭരണങ്ങളെ അണിയാൻ പറ്റുള്ളൂ. അപ്പൊ പുറത്തൊരു വെള്ളി നിറൊക്കെ കാണെങ്കിലും അകത്തൊക്കെ ഇരുമ്പ് തന്നെയാണ്. അല്ല ഫുള്ളായിട്ട് വെള്ളി കെട്ടാനുള്ള വകുപ്പൊന്നും നമുക്കില്ല. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മാറാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ ഈ ഭാഗത്തേക്ക് ഒന്നും വലിയ കുഴപ്പമില്ല, പൊട്ടം തെയ്യൊക്കെ നമുക്ക് നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പോഴാണ് ഈ ചണ്ടാളൻ ചോദിക്കുന്നത്, ആരാണ് മാറേണ്ടത്? മാറേണ്ടത് ഈ ശരീരമാണോ? ഈ ശരീരം പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. നീ ആത്മാവാണോ? ഈ പഞ്ചഭൂതങ്ങളിൽ ഉണ്ടായ ശരീരം തന്നെയാണ് അങ്ങേക്കുമുള്ളത്. നീ ആത്മാവാണോ? ഈ ആത്മാവ് മാറിയ ഇവിടെ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് ശങ്കരന് മനസ്സിലായത് എന്താണ്, തനിക്ക് മാത്രമല്ല താൻ പഠിച്ച 4 വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും ഇതിലെല്ലാം പറയുന്ന ആത്മതത്വം തനിക്ക് മാത്രമല്ല അറിയുള്ളൂ, ഏവർക്കും അറിയാമെന്ന തിരിച്ചറിവിൽ ശങ്കരാചാര്യൻ ഈ ചണ്ടാളനിലും ചണ്ടാളന്റെ കൂടെ നടക്കുന്ന 4 നായ്ക്കൾ. ചണ്ടാളന്റെ കൂടെ നായ വേണമെന്നാ. എന്റെ കൂടെ ഇപ്പൊ 3 വന്നുള്ളൂ. അപ്പോ ഈ നായ്ക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചണ്ടാളിനെ സംബന്ധിച്ച് വേദങ്ങളാണ്. ശരിക്കും ത്രൈവിദ്യ 3 മതി അല്ലേ? വേദത്തിൽ അല്ലെങ്കിൽ വേദത്തിനെ കുറിച്ച് പറയുമ്പോൾ 4 വേദം എന്നല്ല ശരിക്കും വേദം പറയാം. ത്രൈവിദ്യാണ്, 3 വേദമാണ്. ഋഗ്യജു സാമം 3 കൂടിയാ 4ാമത്തെ അഥർവം. അപ്പൊ ഈ 4 നായ്ക്കൾ എന്ന് പറയുന്ന നായ ചണ്ടാളിനെ സംബന്ധിച്ച് വേദങ്ങൾ നായ്ക്കളെ പോലെയാണ് വാലാട്ടി വരുന്ന. മോശമായിട്ടല്ലാതെ അത്രയേ ഉള്ളൂ അറിവ് ചണ്ടാളിന്റെ കാഴ്ചവെട്ടിലാണ്. അപ്പൊ ആ തിരിച്ചറിവ് ശങ്കരൻ നായയിലും ചണ്ടാളിലും ബ്രാഹ്മണിലും സർവചരാചരങ്ങളിലും കൂടിയിരിക്കുന്ന ആ ബ്രഹ്മതത്വം തന്നെ എന്നറിഞ്ഞുകൊണ്ട് ശങ്കരാചാര്യ ചണ്ടാളന്റെ കാൽക്കൽ വീണു. അപ്പൊ പൂന്താനം എഴുതിയ വരി നേരത്തെ നമ്മൾ പറഞ്ഞു, ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നു ചാതുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. ഇത്രയും കാലം നമ്മളത് കേട്ടു നടന്നു. അപ്പൊ നമ്മൾ ആശ്രമത്തിൽ ഈ പിള്ളേർക്ക് ഒരു 2 വരി എക്സ്ട്രാ പറഞ്ഞു കൊടുത്തു. ആ ചണ്ടാള കാൽക്കൽ വീഴുമ്പോൾ വെറും ശങ്കരൻ ഭഗവത് പാദരായി മാറിയിടുന്നു. ആ ശങ്കരന് പോലും ആത്മതത്വം കൊടുത്ത ചണ്ടാളൻ, ആ ചണ്ടാള തത്വമാണ് നമ്മളുടെ ആശ്രമത്തിലുള്ളത്. കാരണം ശങ്കര മഠങ്ങൾ 4 ഉണ്ടാവുമ്പോൾ ഇവിടെ ചണ്ടാള മഠങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നും സമൂഹത്തിൽ വിവേചനം നിലനിൽക്കുന്നത്. ആ വിവേചനമുള്ളിടത്താണ് നാം ഈ ഒരു ആരാധനയെ കുറിച്ച് പറയാൻ പോകുന്നത്. കാരണം ഇന്ന് സ്വന്തം കുലാചാരം മറന്ന്
കുലാചാരം മോശമാണെന്ന് കരുതി ഒരാളോട് ചോദിച്ചാൽ ഒരു ബാണനാണെന്നോ പറയനാണെന്നോ നായാടിയാണെന്നോ അല്ലെങ്കിൽ കൊറവനാണെന്നോ ഒക്കെ പറയാൻ മടിയാണ്. ഈഴവനാണ് നായരാണെന്ന് വെച്ചാൽ അത് വേണ്ടാന്ന് പറയാം. പക്ഷെ സമൂഹത്തിന് എടുത്ത് കളയാൻ പറ്റില്ല. മഹാനായ അംബേദ്കർ പറഞ്ഞ പോലെ ഇതൊരു യാഥാർത്ഥ്യമാണ്. ജാതി ഒരു മോശമൊന്നുമല്ല. ജാതി വിവേചനമാണ് മോശം. ജാതി ഉണ്ടായിരിക്കുന്നത് കർമ്മത്തിന്റെ മേഖലയിലാണ്, അവന്റെ ആചാരത്തിന്റെ മേഖലയിലാണ്. ഒരിക്കലും അതിൽ വിവേചനം കാണേണ്ട ആവശ്യമില്ല. എന്തേ വേണ്ടുള്ളൂ? തിരിച്ചറിവാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് പലർക്കും നായരാവട്ടെ നമ്മൾ നന്നായി ജാതി പറയുന്ന ടൈപ്പാണ്. ജാതി നന്നായി പറയും. ഏത് ജാതി കേട്ടാലും നമുക്ക് ഒരേപോലെ മുഖമാണ്. അല്ലാണ്ട് ഈ ഉദയനാണ് താരത്തിൽ ജഗതിയുടെ ഒരു 9ാമത്തെ രസം, 9അല്ല 11ാമത്തെ രസം കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ നായരാ പറയുമ്പോൾ ചിരിച്ചിട്ടും ഒരാൾ കൊലയനാ പറയുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല. ഏത് ജാതി പറഞ്ഞാലും നമുക്ക് ഒരേ ഭാവം എന്നുവെച്ചാൽ ഒക്കെ ഈശ്വരനിഷ്ഠാണല്ലോ. അവനെ മനസ്സിലാക്കാൻ നമുക്ക് സൗകര്യം. നമ്മുടെ താരത്തിൽ വിഷമം പറയാൻ വന്ന കുലാചാരക്ഷയാണെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കാത്തേ ഉള്ളൂ, എന്താ ജാതി? പ്രശ്നം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. എന്താ ജാതി? ഇന്ന ജാതിയാ. നിന്റെ ആചാരം ഇതാ, ഇത് നീ ചെയ്താൽ മതി. അവൻ നിൽക്കാവൂ. അപ്പൊ നായരാണെങ്കിൽ അവന്റെ ആചാരം, ഈഴവനാണെങ്കിൽ അവന്റെ ആചാരം, കൊലയനാണെങ്കിൽ അവന്റെ ആചാരം, കൊറോനാണെങ്കിൽ അവന്റെ ആചാരം അറിഞ്ഞാചരിച്ചാൽ മതി, നിൽക്കാവൂ. പക്ഷെ ഇന്ന് എന്തുണ്ടാകുന്നു? ഇന്ന് നവോത്ഥാന കാലഘട്ടത്തിലും അതുപോലെ ഇതുവരെയുള്ള കാലഘട്ടത്തിലും നാം കേട്ടത് എന്താ? വേദമാണ് സർവ്വതിനും ആധാരം. വേദം പഠിക്കണം, എല്ലാവരും ഷോഡശ സംസ്കാരം ചെയ്യണം, എല്ലാവരും ഉപനയനം ചെയ്യണം, എന്നാൽ മാത്രമേ മോക്ഷമുള്ളൂ. ഭഗവത്ഗീത എല്ലാവരും പഠിക്കണം. ഇതൊക്കെ കേട്ട് നമ്മൾ അറിയാണ്ട് മനസ്സിലാക്കിയിരിക്കണം എന്താണ്? ഇത് പഠിച്ചാൽ മാത്രമേ മോക്ഷമുള്ളൂ, പൂണൂലിട്ടാൽ മാത്രമേ മോക്ഷമുള്ളൂ. പൂണൂല് ശ്രേഷ്ഠമാണ്, ചതുർവേദം ശ്രേഷ്ഠമാണ്, ഭഗവത്ഗീത ശ്രേഷ്ഠമാണ്, ഉപനിഷത്തുക്കളും ശ്രേഷ്ഠമാണ്. എന്നാൽ ഈ സംസ്കൃതം എഴുതപ്പെട്ട ഈ സാധനങ്ങൾ നമ്മുടെ ആരുടെയെങ്കിലും പൂർവികർ കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ പൂർവികർക്ക് ഉപവീതം ഉണ്ടായിരുന്നു, പൂണൂലുണ്ടായിരുന്നു, അവരെന്തെങ്കിലും വേദസൂക്തം ജപിച്ചിരുന്നു. എന്നാൽ അവരെല്ലാം സമൂഹത്തിൽ മാന്യമായി ജീവിച്ചിരുന്നില്ലേ? കൊലയനാവട്ടെ, കുറവനാവട്ടെ, ആദിവാസിയാവട്ടെ, പലർക്ക് ഏക്കർ കണക്കിന് ഭൂമി, ഇതുപോലുള്ള മഹാകാവുകളും ആചരണങ്ങളും ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെ വേദം ചൊല്ലിയിട്ടാണ്. അപ്പോ ഇതിന് കാരണം അവരുടെ കുലാചാരം. കുലാചാരം നിശ്ചയിക്കുന്നത് ഒരുത്തന്റെ കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറഞ്ഞത് എന്താ? അർജുന, നീ ക്ഷത്രിയനാണ്, നീ ക്ഷത്രിയ ധർമ്മം ചെയ്യണം, നീ യുദ്ധഭൂമിയിൽ നിന്ന് ഒളിച്ചോടാൻ പോകരുത്, നീ ഭീരുവാണെന്ന് പറയും. നീ ഇവിടെ തന്നെ മരിച്ചു വീണാലോ? നീ ശ്രേഷ്ഠനാണെന്ന് നിന്റെ തലമുറ നിന്നെ ഉയർത്തി പറയും. അത് പറഞ്ഞ പോലെ ഒരു പാടത്ത് ഉഴുതാൻ പോകുന്ന ഒരാളുണ്ടെന്ന്, കന്ന് കൂട്ടാൻ പോകുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ കന്ന് കൂട്ടാൻ വേണ്ടി കന്നിനെ കൊണ്ട് കൊണ്ടുവരുത്തിട്ട് പറയാണ്, അയ്യോ ഈ പാടത്ത് നിറച്ച് ചെറിയ പരൽമീനുകളാണല്ലോ, അയ്യോ ഞണ്ടുണ്ടല്ലോ, ഞൊങ്ങിയുണ്ടല്ലോ, ഇതൊക്കെ എന്റെ കന്ന് ചവിട്ടി കൊല്ലില്ലേ എന്റെ യജമാന, ഞാൻ അല്ലെങ്കിൽ എന്റെ മുതലാളിയെ, ഞാൻ ഈ പാടത്തിന് ഇറക്കില്ല, ഇതൊക്കെ ചത്തുപോകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പ്രശ്നമല്ലേ? ഒരിറച്ചി വെട്ടുകാരൻ, അവര് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അവൻ പറയാണ് എനിക്ക് ഇറച്ചി വെട്ടാൻ പാടുള്ളത് പാപാണെന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? നമ്മളെ കല്യാണങ്ങളൊക്കെ ആകെ പൂട്ടി പോകില്ല. ഈ കോഴി ബിരിയാണി ഇല്ലാണ്ട് ഇപ്പൊ നമ്മളെ കല്യാണം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. സദ്യക്ക് എല്ലാവർക്കും കോഴി ബിരിയാണി ആയിരിക്കും സദ്യക്ക് കൊടുത്തിട്ട്. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ. അപ്പൊ ഈ ആളെ സംബന്ധിച്ച് അയാളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട ആചരണം വരും. അയാൾക്ക് ഈ പാപചിന്ത ഉണ്ടാവാൻ പാടില്ല. അയാളെ ആ തരത്തിലുള്ള ആചരണമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് 2 ആചരണ വിധികളാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളതെന്ന് നിങ്ങൾ എല്ലാവരും നന്നായി മനസ്സിലാക്കണം. അതാണ് വൈദികാചാരങ്ങളും താന്ത്രികാചാരങ്ങളും. വൈദികാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ 4 വേദങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഋഗ്, യജുസ്, സാമം, അഥർവം എന്ന് തുടങ്ങുന്ന 4 വേദങ്ങളുമായി ബന്ധപ്പെട്ട് സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു വലിയൊരു മേഖല. ആ മേഖലയെ പഠിക്കണമെങ്കിൽ ഉപനയനാദി 16 സംസ്കാരം മാത്രമല്ല, 32, 64 പല പല തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതി സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച് മരിക്കുന്നത് വരെ ചെയ്യേണ്ട ആചാരങ്ങളാണ്. നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ എന്ത് ചെയ്യും? പേറ്റു ടൈപ്പ് പറഞ്ഞിട്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വരവുണ്ടാവും, പിന്നെ കൂട്ടിക്കൊണ്ടവരുണ്ടാവും. അത് കഴിഞ്ഞ് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, തേനും മയമ്പും കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ പേരിടും, ഇല്ലേ? വാതിൽ പുറപ്പാടുണ്ട്. പുറത്തേക്കൊണ്ട് വെയിലൊളിക്കാൻ വേറെ പാതൊന്നുമില്ല. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെയിൽ തന്നെയാണ് ഉള്ള. പക്ഷെ ഇല്ലെങ്കിൽ ആചരണമാണ്. പിന്നെ നമ്മൾ പേരിടും, അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ കണ്ടലും പറഞ്ഞേക്കും, ഇത് കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കും, ഇല്ലേ? ഇതൊക്കെ ആചരണം. ഇങ്ങനെ വൈദികമായിട്ടുള്ള ആചരണങ്ങളെ പറയുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതിലൊന്നാണ് ഉപനയനം. അപ്പൊ ഇത്തരം സംസ്കാരങ്ങളെല്ലാം വൈദിക മേലുണ്ടായിരിക്കും. അങ്ങനെ വേദം പഠിക്കും. വേദം പഠിച്ചെന്തായി? അവൻ വിപ്രനായി മാറും. അവന് വിശേഷജ്ഞാനം ഉണ്ടാവും. ആ വിശേഷജ്ഞാനമുള്ള എന്താണ്? പൂർണ്ണത വരുമ്പോൾ അവൻ മനസ്സിലാക്കും സർവം ഖല്ലിതം ബ്രഹ്മ,
ഇതിലെല്ലാം സ്ഫുരിച്ചു നിൽക്കുന്നത്, ഈ കാണാതിലെല്ലാം സ്ഫുരിച്ചു നിൽക്കുന്നത് ആ ബ്രഹ്മതത്വം തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്, ഞാൻ ഇതിനെയെല്ലാം വണങ്ങണം എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ അവൻ ബ്രാഹ്മണനാകും. ആ ബ്രാഹ്മണനായി കഴിഞ്ഞാലോ അവൻ സന്യാസം സ്വീകരിക്കും. സന്യാസിയായി ജീവിക്കുമ്പോൾ പറയണം, കാവി ഉടുത്തവരെല്ലാവരും സന്യാസിയല്ല, കാവി ഉടുത്തതുകൊണ്ട് സന്യാസിയാവില്ല. നമ്മളൊക്കെ മനസ്സിലായി കാവി ഉടുത്ത സന്യാസിയാണ്, കാവി ഉടുത്ത സന്യാസിയാവില്ല. സന്യാസിമാരിലും 6 സന്യാസിമാരുണ്ട്. 6ാമത്തെ സന്യാസിയാണ് അവധൂതൻ. അവധൂതന് വർജ്യാവർജ്യങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഗുണാതീതനാണ് സന്യാസി. നിങ്ങളൊരു സന്യാസിക്ക് കൊണ്ടുപോയിട്ട് ഒരു മീനിന്റെ കഷ്ണം കൊടുത്തു നോക്കൊണ്ടു, ഇത് വേണ്ട, നിങ്ങൾ ഒരു മുരിങ്ങക്കായ വെച്ച് കൊടുത്തു നോക്കൊണ്ടു, വേവിച്ച മുരിങ്ങക്കായ നല്ലൊരു അവിയൽ കൊണ്ടുപോയി കൊടുക്കുക, മുരിങ്ങക്കായ നല്ല കൂടുതലിട്ടു, സന്യാസി കഴിക്കില്ല. ആ കഴിക്കാത്ത ആള് സന്യാസിയുടെ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. സന്യാസി കുറഞ്ഞ അവധൂതനാണ്. അപ്പൊ അവധൂതനാവുമ്പോ അയാള് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഉയർന്നു. ഇതാണ് വൈദിക വിധി. ആ വൈദികത്തിൽ വേദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി ഭഗവാൻ വേദവ്യാസൻ ഈ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ കഥാരൂപേണ അവതരിപ്പിക്കുന്നതാണ് പുരാണം. കഥാരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. H2O = വാട്ടർ, വെള്ളം എന്ന് പറയാ. 2 ഹൈഡ്രജൻ കണങ്ങളും 1 ഓക്സിജൻ കണവും ചേർന്ന് കഴിഞ്ഞാൽ വെള്ളമാണ്. ഇതൊരു വയസ്സായ മുത്തശ്ശിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ എന്ത് പറയും? ഹൈഡ്രജന്മാര് എന്ന് പറഞ്ഞ 2 സഹോദരങ്ങൾ, ആണുങ്ങൾ, അവരൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ പെണ്ണിന്റെ പേരാണ് ഓക്സിജൻ. ഈ 2 ഹൈഡ്രജന്മാർക്കും കൂടി ആ ഓക്സിജനിൽ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ പേരാണ് വെള്ളം. സംഭവം പിടുത്തം കിട്ടിയോ? ഇതാണ് പുരാണം. അതായത് നമുക്ക് ഇതെങ്കിലും മനസ്സിലാവണം. വ്യാസൻ പറഞ്ഞത് ഏതെങ്കിലും വിധേന മനുഷ്യനായി പിറന്നവർ ആത്മസാക്ഷാത്കാരം നേടണം. ഇത് മാത്രമേ സനാതനിക്കുള്ളൂ. ഏതെങ്കിലും ഒരു ഗ്രന്ഥം കൊണ്ട്, ഏതെങ്കിലും കുറെ സൂക്തങ്ങൾ കൊണ്ട്, 6666 സൂക്തങ്ങളോ 66 കൊച്ചു പുസ്തകങ്ങളോ ലക്ഷക്കണക്കിന് ദൈവിക വചനങ്ങൾ കൊണ്ടോ ഈശ്വരനെ അറിയാം. അത് മാത്രമാണ് ഈശ്വരനിലേക്കുള്ള വഴി എന്ന് സനാതനധർമ്മം പറയുന്നില്ല. സനാതനധർമ്മം പറയുന്നത് ഏത് വിധേനയാണെങ്കിലും, ഭാരതീയമായ ഏത് വിധേനയാണെങ്കിലും, ലോകത്തിലുള്ള ഏത് നല്ല ആശയങ്ങൾ വിധേനയാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ശ്രേഷ്ഠനായി ഉയരണം. ആ ശ്രേഷ്ഠനെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലത്ത്, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ കാലത്ത് ആദ്യമായി ഈ ലോകത്തുണ്ടായ ആദ്യത്തെ ആരാധനയാണ് മലവാര സമ്പ്രദായം. മലയെയും പുഴകളെയും അതുപോലെ മരങ്ങളെയും പക്ഷിമൃഗാദികളെയും നമ്മുടെ സഹോദരന്മാരെയും ആരാധിക്കുന്ന, പ്രകൃതിയെ ആരാധിക്കുന്ന ആരാധനാ സങ്കല്പമാണ്, കാവ് സങ്കല്പമാണ് മലവാര ആരാധന, മലവാര സമ്പ്രദായം. ആ മലവാര സമ്പ്രദായത്തിൽ പേരുകേട്ട മലവാരമാണ് കല്ലടിക്കോട് മലവാരം. കല്ലടിക്കോട് മലവാരം പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട്, മണ്ണാർക്കാടിലെ കരിമ്പ പഞ്ചായത്തിലാണ് കല്ലടിക്കോട് ഇരിക്കുന്നത്. ആ കല്ലടിക്കോട് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പോയിരുന്നത് ഏതെങ്കിലും ഒരു ജാതിക്കാരനോ ഏതെങ്കിലും ഒരു മതക്കാരനോ ആയിരുന്നില്ല. ഒരാളായാലും ശരി, മനുഷ്യരായി പിറന്നവർക്കെല്ലാം ആത്മസാക്ഷാത്കാരം എങ്ങനെ? വായിച്ചു പഠിച്ചിട്ടൊന്നുമല്ല, കാണാതെ പഠിച്ചിട്ടല്ല. അവിടുത്തെ വിദ്യയുടെ പ്രത്യേകത പ്രത്യക്ഷ സാക്ഷാത്കാരം. 7 വർഷമാണ് കല്ലടിക്കോട് മലവാരത്തിൽ ഇത് പഠിക്കാനുള്ള, 7 വർഷം പഠിക്കാൻ നിൽക്കണം എന്നാ കല്ലടിക്കോട്. കല്ലടിക്കോട് പോകുമ്പോ കല്ലടിക്കോടുള്ള പ്രധാന മൂർത്തിയാണ് കരിനീലി അമ്മ. കരിനീലി അമ്മ എന്ന് പറയുന്നത് നല്ലച്ഛന്റെ തൃക്കണ്ണ് പിളർന്നുണ്ടായി എന്നാ പറയാ. കരിനീലി അമ്മയും സഹോദരൻ മൂക്കൻ ചാത്തൻ, ഒരുപാട് കഥകളുണ്ട്. ആ കരിനീലി അമ്മയ്ക്ക് നല്ലച്ഛനിൽ പിറക്കുന്നതാണ് കരിങ്കുട്ടി ചാത്തൻ. നേരിട്ടിട്ടല്ല, പാർവതിയുടെ. അപ്പൊ ഒരുപാട് കഥകളുണ്ട്. തൃശ്ശൂർ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. വിഷ്ണുമായ ചാത്തൻ എന്ന് പറയുന്ന ഒരു ചാത്തനുണ്ട്. വിഷ്ണുമായ ചാത്തൻ തന്ത്രത്തിന്റെ സംഭാവനയാണ്. കരിങ്കുട്ടി എന്ന് പറഞ്ഞ മൂർത്തിക്ക് താന്ത്രിക വൈദിക പരിവേഷം കൊടുത്തുകൊണ്ട് ഈ മൂർത്തിയെ മറ്റൊരു സ്ഥലത്ത് അവതരിപ്പിക്കുന്നതാണ് വിഷ്ണുമായ ചാത്തൻ. യഥാർത്ഥത്തിലുള്ളത് കരിങ്കുട്ടി ചാത്തനും കരിങ്കുട്ടി ചാത്തന്റെ എണ്ണിയാലൊടുങ്ങാത്ത പരിവാരങ്ങളുമാണ് മലവാരത്തിലുള്ളത്. ഇതിനെ നേരിട്ട് കാണാനുള്ള ഉപാസനാ സമ്പ്രദായമാണ് മലവാര സമ്പ്രദായം. 7 വർഷം അവിടെ പോയി നിൽക്കണം. അപ്പൊ എങ്ങനെയാ പോണ സമയത്ത് വീട്ടിൽ നമ്മൾ ആഘോഷ ആചാരമൊക്കെ ഉണ്ടായിരിക്കും. ഇത് പഠിക്കാൻ പോവാ, യുവനയനം പോലെ തന്നെ. പക്ഷെ നമ്മൾ പക്വത വന്നിട്ടേ പോകുള്ളൂ. കാട്ടിക്കാൻ പോണേ, പിന്നെ തിരിച്ചു വരുന്ന ഐഡിയ ഒന്നുമില്ല. നമ്മൾ പോവുക എങ്ങനെയാ? ഈ ശബരിമലയ്ക്ക് പോണേ പോലെ കെട്ടൊക്കെ ഉണ്ടാ പോവാ. ഈ ശബരിമലയ്ക്ക് പോണ വിഷയം അത് തന്നെയാ. നമ്മൾ 18 കൊല്ലം പോയാൽ ഗുരുസ്വാമിയായി എന്നൊക്കെ പറയും. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, അങ്ങനെ പറഞ്ഞ രീതിയില്ല. 18 കൊല്ലം പോയാ ഗുരുസ്വാമിയായി. പണ്ട് അപ്പൊ പെണ്ണുങ്ങൾ പോണ രീതിയില്ല. എന്താണ് ഈ കാട്ടിക്കാൻ പോണത്? ഓരോന്ന് അറിയും ചെയ്യില്ല. അവരുടേതായ ബുദ്ധിമുട്ടുള്ള അവർക്ക് അറിയാൻ പറ്റും.
അത് സ്ത്രീകൾ ഇവിടെ പല പാർട്ടിക്കാരും ഉണ്ടാവും. അത് ഞാനത് സ്ത്രീകൾ പോകണമെന്നല്ല പറഞ്ഞത്, എന്തുകൊണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് അവിടെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്. ഇന്ന് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇല്ലയോ ഒക്കെ നിങ്ങൾ ചിന്തിക്കുക. അപ്പോ ഇതുപോലെ എന്താണ് കെട്ടൊക്കെ എടുത്ത് പറഞ്ഞു പോകുമ്പോൾ തലേ ദിവസം വീട്ടിൽ ആചാരമൊക്കെ ഉണ്ട്. ആ ആചാരത്തിന് പാടുന്ന 2 വരിയാണ് നമ്മൾ ആദ്യം പാടുന്നത്. കല്ലടി കോട്ടമ്മേ കരിനീലിയമ്മേ, നമ്മൾ അതാണ് ആദ്യം പാടിയത്. അപ്പൊ പെങ്ങളും ആങ്ങളെയും തമ്മിലുള്ള സംഭാഷണ രൂപയാണ് അവിടെ രാത്രി വീട്ടിൽ പാട്ടുണ്ടായിരിക്കും. ഓരോ ജാതിക്ക് ഓരോ ശൈലിയുണ്ട് പരിപാടി. അപ്പൊ പെങ്ങള് പറയും അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ പോലെയാണെന്നൊക്കെ പറയും, ഓരോ കാര്യങ്ങൾ കാണുന്നൊക്കെ പറയും ഉപാസനയ്ക്കിരിക്കുമ്പോൾ. അപ്പൊ ആ ഉപാസനയ്ക്ക് പോകുമ്പോൾ നമ്മൾ മലയന്മാരുടെ അടുത്തെത്തും. മലയന്മാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഋഷിവര്യന്മാർ, അല്ലെങ്കിൽ ഇതിൽ ജാതിയാണ്. ആ ഋഷിവര്യന്മാരുടെ അടുത്തെത്തുമ്പോൾ ജാതി മലയൻ ജാതി തന്നെയാണ് കൂട്ടിക്കോളും. അവര് ഋഷിതുല്യം, സംസ്കൃതമൊന്നും അവിടുത്തെ വിഷയമല്ല. ആ ഋഷിതുല്യരായ ആളുകളോട് പോയിട്ട് പറയും, ഞാൻ ഇങ്ങനെ വന്നിരിക്കാൻ എന്താണ്, എനിക്ക് കുറഞ്ഞൊരു പഠിപ്പ് വേണേ, എനിക്ക് പഠിക്കണം. എന്താ വേണ്ടത്? മൂർത്തിയെ പിടിക്കാൻ ഒരു പഠിപ്പും വേണേ. എന്താണോ ഈശ്വരൻ, ആ ഈശ്വരനെ നമ്മുടെ കയ്യിൽ ഒതുക്കാനുള്ള അറിവ് വേണം. കരിനീലിയമ്മേനി സേവിക്ക വേണേ, കരിനീലി അമ്മേനി ഉപാസിക്കണേ എന്ന് പറയും. അത്തരത്തിലുള്ള ആ പഠന രീതിയെ പറഞ്ഞിരുന്നത് നല്ല പഠിപ്പ് എന്നാണ്. നല്ല പഠിപ്പ്. ഈ നല്ല പഠിപ്പിനെയാണ് വൈദികന്മാരുടെ ഭാഷയിൽ അവര് വേദത്തിലൂടെ പഠിക്കുന്ന ആ പഠിപ്പിനെ പറയാ ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രാതസ്മരണയിലൊക്കെ ചൊല്ലും. ബ്രഹ്മവിദ്യ ശ്രേഷ്ഠ വിദ്യയായിട്ടാണ് ബ്രാഹ്മണർ ബ്രഹ്മവിദ്യയെ പറയാ. അതിന്റെ അപ്പുറം പിന്നെ വിദ്യയില്ല, ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇവിടെ നല്ല പഠിപ്പ്. തന്ത്രത്തിലാണെങ്കിൽ പറയും ശ്രീവിദ്യ. ശ്രീവിദ്യ എന്ന് തന്ത്രത്തിൽ ശ്രീവിദ്യ എന്നാ പറയാ. ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ വിദ്യ, അതിലപ്പുറം വിദ്യയില്ല. അപ്പൊ അത്തരത്തിലുള്ള വൈദികവും താന്ത്രികമായ വിദ്യയിലുള്ള പോലെ തന്നെ ഇവിടെ പഠിക്കാന് നല്ല പഠിപ്പ്. ഈ പഠിത്തം കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട, 18 വിദ്യകളും പഠിച്ചിട്ട് മലയിൽ താഴ്ത്തിക്കാറുള്ളൂ. ആ 18 വിദ്യകൾക്ക് വേണ്ടി അവിടെ ചെല്ലും. അപ്പൊ പറയും, ആ ഗുരുനാഥൻ പറയും, ഇവിടെ നിന്നോ, തൽക്കാലം അവിടെ തട്ടിമുട്ടിയൊക്കെ നിന്നോ, നോക്കാന്ന് പറയും. അന്ന് തൊട്ട് തുടങ്ങും പരീക്ഷണം. കാരണം കാണാതെ പഠിക്കാനൊന്നുമില്ല. അവിടെ എന്താണ്, അവിടെ വരക് കൊടുത്തിട്ടും അതുപോലെ തന്നെ അവരെ കുട്ടികളെ അപ്പി കഴുകി കൊടുത്തിട്ടും ഒക്കെയാണ് അവിടെ ജീവിതം. അപ്പൊ എങ്ങനെയാ പരീക്ഷണം? അവിടെയാണ് പ്രത്യക്ഷ സാക്ഷാത്കാരം. 8 സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയാലേ നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചാത്തനെ കാണാൻ പറ്റുള്ളൂ. ചാത്തനെ കാണണമെങ്കിൽ 8 സാധനം വേണം. ആ 8 സാധനമാണ് തന്ത്രശാസ്ത്രം പറയുന്ന ഘൃണ, ലജ്ജ, ഭയം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അറപ്പ്, വെറുപ്പ്, നാണം, ഭയം, ദുഃഖം, ശീലങ്ങള്. ഇന്നത് മാത്രമേ കഴിക്കൂ, ഇന്നതേ ഉടുക്കൂ, എനിക്ക് ഇന്നോടത്ത് കടക്കണം, ഇത്തരം ശീലങ്ങള്. അതുപോലെ തന്നെ കുലചിന്ത, ഞാൻ വലിയ ഏതോ കോലോത്താളാണെന്നൊരു ധാരണ. ഇത്തരം കോലോത്വം മോശമായിട്ടല്ല കേട്ടോ, നമ്മൾ പറയാൻ ശൈലി പറഞ്ഞേ ഉള്ളൂ. നമുക്ക് കോലവും കൂരയൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പൊ ആ ഒരു ധാരണ. അതുപോലെ തന്നെ ഞാൻ എന്തൊരു കേമനാണ്, ജാതി, അതാ ജാതി ചിന്ത. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ജാതിയൊന്നുമില്ല, മനുഷ്യനുണ്ടായ കാലഘട്ട. ഇത്തരം പാണനും പറയനും പൊലനും നായരും നമ്പൂരിയും പിന്നെ ഈ മാപ്പിളയും ഇവിടെയൊന്നും ഇല്ല. അവിടെ ആകെ എന്താ മനുഷ്യനേ ഉള്ളൂ. പക്ഷെ മനുഷ്യനുണ്ടെങ്കിൽ ജാതി ഉണ്ടാകുന്ന എങ്ങനെയാണ്? ആണും പെണ്ണും 2 ജാതി. ആണുങ്ങൾ വിചാരിക്കുകയാണ് ഞങ്ങൾ വലിയ കേമന്മാരാണ്, നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ അടുക്കള പണി എടുക്കുന്നവരാണ്, കുട്ടികളെ പെറാൻ വേണ്ടിയുള്ളവരാണ്, പറ്റുകയാണെങ്കിൽ മൂടിപ്പോച്ച് നടക്കാനുള്ളവരാണ്. ഈ ചിന്തയൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിക്കൂടാന്നില്ല. പക്ഷെ അന്ന് അതില്ല. പിന്നെന്താണ്? പട്ടിയാണ്, പൂച്ചയാണ്, നരിയാണ്, സിംഹമാണ്, ആനയാണ്, പാമ്പാണ്, പഴുതാനയാണ്. ഇതെല്ലാം ജാതി ചിന്തയാണ്, വേർതിരിവ്. അപ്പൊ ആ ചിന്തകളൊന്നും അവർക്കുള്ളിലാരും പ്രഭാഷണം നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ആ ചിന്തകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ കേമനാണ്, നായേക്കാൾ കേമനാണ് മനുഷ്യൻ ചിന്തിക്കാൻ പാടില്ല. നായയ്ക്ക് മണത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇത്തരം 8 ചിന്തകളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നേരിട്ടുള്ള പരീക്ഷണമാണ് മലബാരത്തിൽ. അല്ലാണ്ട് കാണാതെ ഞാൻ നിത്യേന ഓം പ്രാതർ അഗ്നി പ്രാതർ ഹവാ മഹേ പ്രാതർ മിത്ര വരുണ പ്രാതർ ഇങ്ങനെ വേദം ചൊല്ലി പഠിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ അവിടെ തുടങ്ങും. എന്താണ്? ഒരു കഞ്ഞി കുടിക്കാതിരിക്കുകയാണെങ്കിൽ ഗുരുനാഥൻ എന്ത് ചെയ്യും? അതിന് കൂടെ ചേരട്ടേനെ കൊടുത്തിടും. കുട്ടി അപ്പിട്ടിട്ടുണ്ടാവും, അതിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറയും. അടുത്ത് കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, ചിലപ്പോൾ അടുത്ത് കഞ്ഞിയിലിട്ടരും. രസം ഉണ്ടാവില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ? നമുക്ക് നല്ലൊരു കറി വെച്ചാൽ തന്നെ അമ്മ വെച്ച് കഴിഞ്ഞാൽ പറയും ഇതേവിടെയുള്ളൂ. ആ മറ്റേ സല്ലാപത്തില് ഈ മനോജ് തളേ ഈ പട്ടിക്കാട്ടം പോലെ സാധനമേ ഉള്ളൂ എന്ന് ചോദിക്കില്ലേ? അത് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും അമ്മ വെച്ചാൽ അപ്പൊ അതിന് കുറ്റം പറയാൻ നിൽക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരം സാധനങ്ങൾ കൊടുക്കും. പിന്നെ എങ്ങനെ ചെയ്യുന്നേ? ഒക്കെ ബ്രഹ്മം തന്നെയാണെന്ന ബോധം, ഒക്കെ ഈശ്വരൻ തന്നെയാണെന്ന ബോധം ഉണ്ടാകാൻ വേണ്ട. പിന്നെ അതിന്റെ കഞ്ഞിൽ തുപ്പും, ആളെ തുപ്പും, വസ്ത്രം എന്തെങ്കിലും കൊടുത്തു വെച്ചാൽ അത് അഴിച്ചു മാറ്റും, ഊരി വാങ്ങും.
പിന്നെ അവരുടെ മൃഗങ്ങളുള്ള സദ്യക്ക് പറഞ്ഞയക്കും. ആരെങ്കിലും മറവീത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, ശ്മശാനങ്ങൾ, അവിടെ കൊണ്ടുപോയിട്ട് അവിടെ പോയി തുടങ്ങാൻ പറയും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോന്നായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഞാൻ എന്തോ മോശക്കാരൻ, ഒരു മെലിഞ്ഞ ഒരാൾ ചെല്ലുകയാണെങ്കിൽ ഓനിങ്ങനെ തോന്നുകയാണ് ഞാൻ കുറച്ച് മെലിഞ്ഞവനാണ്, ഞാൻ സമൂഹത്തിലോട്ട് പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മെലിച്ചിനെ തന്നെ കളിയാക്കുള്ളൂ. എല്ലാം തോലിയായിട്ടുള്ള വന്നിരിക്കണം, എന്നിട്ട് മാക്സിമം കളിയാവും. എന്താണ്? പിന്നെ അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് തോലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനെ കേൾക്കില്ല. ഇപ്പൊ നമ്മളിൽ പലരും ഉണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരും മറ്റേ വേണം പറയാ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഭയങ്കര നടക്കടാ. എന്താണ്? നമ്മളത് വിളിച്ചു കേസ് കൊടുക്കാൻ പോയി. നമ്മൾ പറയാ ഇനിയിപ്പോ പറയാറെന്താ വെച്ചാൽ കേസ് കൊടുക്കരുത്. നമ്മളൊരു വായലിനെ കണ്ടുകഴിഞ്ഞാൽ രാമവാര്യേ എങ്ങടാ പോണേ, വാര്യ തിരിച്ചിങ്ങട് കൃഷ്ണൻ പറയാ അതൊക്കെ പണിയായില്ലേ, അയാളെ വായലിനെ വിളിക്കാം, അയാളെ നമ്പൂരിനെ വിളിക്കാം അല്ലേ? ഇവിടേക്ക് കൊലയാണോ കുറവാന്ന് വിളിച്ചിട്ട് നമുക്ക് ഭയങ്കര കുറവായി പോയി. സത്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. സോ കുലത്തിന്റെ മഹത്വം അറിയണം. ഈ പറഞ്ഞ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മള് ഇത് കേട്ട് നമ്മൾ തഴമ്പിച്ചാൽ നമ്മളിതാണ്. ഞാൻ എല്ലാവരും പറയാം എന്നെ ചണ്ടാള എന്ന് വിളിക്കും, എനിക്ക് ഇഷ്ടമാണ്. പലരും ചണ്ടാള വിളിക്കാൻ മടിയാണ്, നമ്മൾ ചണ്ടാള വിളിക്കണം. ഇനി ഒരു ചണ്ടാളത്വം മറ്റൊരിടത്ത് ഉണ്ടാകുന്നേക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം ചിന്തകളൊക്കെ മാറ്റിയെടുക്കും. അങ്ങനെ അവസാന സമയമാകുമ്പോൾ 7 വർഷക്കാവുമ്പോഴും ഇവൻ ആയോധന കലകൾ വെച്ചാൽ അത്യാവശ്യം മൃഗങ്ങളോട് പോരാടാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ പഠിപ്പിക്കും. അപ്പൊ നമ്മൾ ഒടിയൻ സിനിമ വന്നപ്പോ എന്താ ശ്രീകുമാരമേനോനോ ആ സിനിമ എടുത്തത്, ആളുകളൊക്കെ വലിയ പ്രതീക്ഷയിലാ പോയി. ഇപ്പൊ നമുക്ക് കേസിന് പ്രതീക്ഷ ഉണ്ട്. യഥാർത്ഥത്തിൽ കാണിക്കുകയാണെങ്കിൽ അത് അതിന്റെ യാഥാർത്ഥ്യം കാണിക്കും. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ഒടിയൻ അങ്ങനെയല്ല. നമ്മൾ പ്രതീക്ഷിച്ച ഒടിയൻ എങ്ങനെയാ? ആ രൂപ ചേഞ്ച് തന്നെയാണ്, പൂർണ്ണമായിട്ടുള്ള ചേഞ്ച് തന്നെയാണ്. നമ്മൾ ആളിങ്ങോട്ട് നിന്നോർന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാറി പുതിയേക്കാവുന്ന പോലെയാണ്. അങ്ങനെയല്ല, അത് അവിടുത്തെ വിദ്യകളുടെ ഭാഗമായിട്ട്, ആയോധനകളുടെ ഭാഗമായിട്ട് കുറച്ച് ശാരീരിക പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണ്. അപ്പൊ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ട് മൃഗങ്ങളൊപ്പം. പക്ഷെ കറക്റ്റ് ആ ചെയ്തതിനാണ് ശരി. അപ്പൊ എന്തിനാ ഒടിമൂർത്തിയെ ഉപാസിക്കുന്നത്? ഈ മലബാരത്തെ ഒരു മൂർത്തിയാണ് ഒടിമൂർത്തി ഉപാസിക്കുന്നത്. ഒടിമൂർത്തി മാത്രമല്ല, നമ്മൾ പകിടക്കുട്ടീനെ ആരാധിക്കാറുണ്ട്. പകിടക്കുട്ടി ഇതിലൊരു മൂർത്തിയാണ് പകിടക്കുട്ടി. പണ്ട് കളിയുണ്ട്, അറിയാം. പകിട പണ്ട് പ്രേമശ്വരത്തെ പടത്തിലൊക്കെ ഉണ്ട്, പൊന്നാപുരം കോട്ടയിലൊക്കെ ഗംഭീര കളിയാണിത്. പകിട വീരാറ് 12 അല്ലേ? രാമന്റെ ചെങ്ങലിന്റെ കൈമൊക്കെ പിടിച്ചിട്ട് ഒരുപാട് സാധനമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ കളിക്കുന്ന സമയത്ത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഉപാസനാമൂർത്തിനെ ആരാധിക്കുന്നത്. അവര് വെടിക്കുട്ടി ചാത്തൻ, വെടി എന്നുവെച്ചാൽ ഇന്ന് കരിമരുന്നല്ല, അവിടെ ഹിന്ദുപ്പൊക്കെ വെച്ചിട്ടുള്ള പാറ പൊട്ടിക്കുന്ന പരിപാടിയൊക്കെ. ഈ പാറ പൊട്ടിക്കുന്ന പരിപാടിക്കൊക്കെ എന്താണ്? ഇത്തരം കരിമരുന്ന് പ്രയോഗം നടത്തുമ്പോൾ അതിൽ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി. ഇന്ന് എവിടെ വെടിക്കെട്ടുന്നതിൽ അപകടം എന്താ കാര്യം? ഉപാസനയൊന്നുമില്ല. വൈദ്യം മരുന്ന് കൊടുത്തതിനാൽ ക്ലിയർ ആവില്ല. എന്താണ്? ഡോക്ടർ പറയും പിടുത്തപ്പെട്ടങ്ങൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തോളി, അല്ല മൂപ്പര് ദൈവത്തെ വിളിക്കില്ല. പണ്ടങ്ങല്ല, വൈദ്യം എന്തെങ്കിലും ജപിച്ചിട്ടേ കൊടുക്കുള്ളൂ. അപ്പൊ ആ തരത്തിൽ കരിമരുന്ന് പ്രയോഗം നടത്തുന്നവര് വെടിക്കുട്ടീനെ ഉപാസിക്കും. അത് വിജയിക്കാൻ വേണ്ടിയിട്ടാ, പ്രശ്നങ്ങളില്ല. അത് പറഞ്ഞ പോലെ ഒടിമൂർത്തിയെ ആരാധിക്കുന്ന ഒടി വെക്കാൻ പോകുമ്പോ അതിൽ കൃത്യമായി ലക്ഷ്യം സാധിച്ച് ആർക്കും ഒരു സംശയം ഇല്ലാണ്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് നമ്മൾ ഏതായാലും ജാതിക്കാരെയൊക്കെ കാണുമ്പോൾ ഇന്നും പല സ്ഥലത്തും 2 ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ കണ്ടേയുള്ളൂ. സംഭവ സമുദായത്തിലെ ഒരു സ്ത്രീ ഇരുന്ന് സങ്കടം പറയുന്നത് TV-യിൽ പറഞ്ഞു. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ കുട്ടികളെ പിടിക്കുമ്പോഴൊക്കെ പറയുന്നു. അങ്ങനെ ഉണ്ടാവും പാടില്ല. കുട്ടികളെ പിടിച്ചോ ഒന്നുമല്ല ഒടിവിദ്യയോ. അപ്പോ ആ തരത്തിൽ അങ്ങനെ ആരാധിക്കും. അപ്പൊ അങ്ങനെ 7 വർഷമാവുമ്പോൾ മലബാരത്തിൽ നിന്ന് ചെയ്യും. ഈ വ്യക്തിയോട് പറയും, നിനക്ക് ശേഷം പൂർണ്ണത വന്നു, ഇനിയാണ് നിനക്ക് നിന്റെ ഉപാസന തുടങ്ങുന്നത്. അതിനുവേണ്ടി നീ കല്ലടിക്കോടെ ടോപ്പിൽ ഒരു ചെറിയൊരു ജലാശയം, ഒരു തടാകം. ആ തടാകത്തിന് പറയാ കരിങ്കയം എന്ന് പറയും. ആ കരിങ്കയത്തിൽ പോയി നീ നിൽക്കണം. ഇങ്ങനെ പാതീരാ നേരം നല്ല 18 പാതീരാ നേരം നല്ല 18 പെങ്ങളോ വിളിച്ചങ്ങനെ പോകണുണ്ടേ. അരയ്ക്ക് വെള്ളത്തില് ഇറങ്ങാങ്ങളെ, അരയ്ക്കു വെള്ളത്തില് ഇറങ്ങാങ്ങളെ. കണ്ണോ അടച്ചങ്ങനെ നീക്ക വേണേ, കണ്ണോ അടച്ചങ്ങനെ നീക്ക വേണേ. അപ്പൊ ഈ സാധകനോട് പറയും, നീ കരിങ്കയത്തിൽ പോണം. പാതിരാ നേരം നല്ല 18 നല്ല അന്നി പാതിരാക്ക് ഊറ്റാക്കുഴിയിട്ടിൽ. കറുത്തവാവ് സമയത്തേ പറഞ്ഞേക്കുള്ളൂ, വെളുത്തവാവിനല്ല. ഊറ്റാക്കുഴിയിട്ടിൽ കറുത്തവാവിനെ നട്ട പാതിരാക്കിയവനോട് പറയും, നീ പോണം. എങ്ങനെ പോണം? തുണിയില്ലാതെ പോണം. തുണി എടുക്കാൻ പാടില്ല, ചരട് പോലും പാടില്ല. അപ്പൊ നിങ്ങൾ വലിയ അത്ഭുതമായിട്ട് കരുതൊന്നും വേണ്ട. ഒരു സന്യാസ ദീക്ഷ എടുക്കാന്ന് കരുതാം. അവസാനത്തിൽ ദേശാടന സിനിമ കണ്ടിട്ടില്ലേ?
ഇതിനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഏകദേശം കിട്ടാവും. എന്താണ് ഈ ബാബ അല്ലെങ്കിൽ സ്വാമി ഫുള്ള് സിനിമേൻ്റെ ആളാണ്. ഞാൻ പറയാം, സിനിമ കാണണം, സീരിയല് കാണണം. ഇപ്പൊ ചന്ദ്രമഴ ഉണ്ടോ എനിക്ക് അറിയില്ല, ഉണ്ടായിരുന്നപ്പോ ഞാനൊന്ന് ഇടയ്ക്ക് എത്തി നോക്കിയായിരുന്നു. ഇപ്പൊ അങ്ങനെ പറ്റാറില്ല. അപ്പൊ മായാവതിനെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു, അമൃതേനെയൊക്കെ. അപ്പൊ നിങ്ങൾ സീരിയല് കാണണം, സാധാരണ പ്രഭാഷണത്തിൽ ഒന്നും കാണരുതെന്നാ. ഈ TV ഉണ്ടാക്കിയത് ദൈവമാണ്, ഈ ചാനൽ ഉണ്ടാക്കിയ ദൈവമാണ്, ഏഷ്യാനെറ്റ് ഉണ്ടാക്കിയ ദൈവമാണ്. എന്റെ മുതലാളിമാരെ വരുന്ന നമുക്കറിയില്ല. ചന്ദനമഴ ഉണ്ടാക്കിയത് ദൈവമാണ്, നമുക്ക് കാണാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. കണ്ടില്ലെങ്കിലേ അവിടെ ചെല്ലുമ്പോ ദൈവം ചോദിക്കുന്നതാണ്. ഈ നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ, ഒരുത്തൻ ഡോക്ടറെ ഡോക്ടറെ എനിക്ക് ഈ പറഞ്ഞ വയ്യ, കയ്യിന് വയ്യ, കാലിന് വയ്യ, ഒന്നിനും വയ്യ, എനിക്ക് ഇനിയും കുറെ കാലം ജീവിച്ചിരിക്കണം, കള്ളു കുടിക്കോ ഇല്ല, സിഗരറ്റ് വലിക്കില്ല, അങ്ങനെ കുറെ തോന്നിയാസങ്ങൾ ചോദിക്കും. ഇതൊന്നുമില്ല, പിന്നെ എന്തിനാണ് ഈ ജീവിച്ചിരിക്കണേ പറഞ്ഞാലേ, ഇത്രയും കാലം ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു സിനിമയും സീരിയലൊന്നും കണ്ടില്ലെങ്കിലേ, ഈ മമ്മൂട്ടി മോഹൻലാലിന് അമൃതേനൊന്നും അറിയില്ലെങ്കിലേ, പിന്നെ എന്തിനാ അവിടെ ജീവിച്ചിരുന്നത് ഇത്രയും കാലം? അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ കാണണം. ഇത് കാണാൻ വേണ്ടിയിട്ടേ ദൈവം ഉണ്ടാക്കിയതാണ്. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ദേവന്മാരെ കൊണ്ട്, ശരിക്കും പറഞ്ഞ മൂർത്തികളെ കൊണ്ടാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ തന്നെ എല്ലാ മൂർത്തികളുണ്ടെന്നാണ് വേദം പറയുന്നത്, വൈദിക വേദം പറയുന്നത്. അതിന് നമ്മുടെ തത്വം, ആത്മതത്വം എല്ലാം തന്നെയാണ് പറയുന്നത്. അതിൽ സൂര്യചന്ദ്രന്മാരാണ് കണ്ണുകൾ. സൂര്യനും ചന്ദ്രനും ദേവന്മാരാ. ദേവന്മാരുടെ പ്രത്യേകത എന്താ അറിയോ? അവര് സുഖലോലുഭന്മാരാണ്. ഈ പഴയ സ്വാമി അയ്യപ്പനൊക്കെ എടുത്ത് കാണുമ്പോ ഇന്ദ്രന്റെ സദസ്സ് കാണുന്ന സമയത്ത് അറിയാം, മൂപ്പര് ഫുള്ള് ക്യാമറയെ കണ്ടിരിക്കുന്ന പോലെയാണ്. ഇല്ലേ, ഈ എന്താ ഉർവശി മേനക ഒക്കെ ഉണ്ടാവുമല്ലോ, അവര് ഡാൻസ് ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കും. സുഖലോലുഭന്മാരാണ്. അപ്പൊ ഈ ദേവന്മാരുടെ പ്രത്യേകത സുഖം മാത്രമേ ഇച്ചിക്കുള്ളൂ. നമുക്ക് അതുകൊണ്ടാണ് ചിക്കൻ ബിരിയാണി കഴിക്കാൻ. എന്താണ്, നാവില് സരസ്വതി ഉണ്ട്. അപ്പൊ സരസ്വതി ചിക്കൻ അടിക്കോ? ചിക്കൻ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ വേദ ആചാരങ്ങളാണ്. ബലി കൊടുക്കുമ്പോ, വൈദിക ആചാരത്തിൽ ബലി കൊടുക്കുമ്പോ സരസ്വതിക്ക് കൊണ്ട് ഒരാട്, 11 ആടിനെ കൊല്ലും, ഒരാട് സരസ്വതിക്ക്. എപ്പി കാണുന്ന പോലെ ഒന്നുമല്ല. അപ്പൊ എല്ലാവർക്കും എല്ലാം പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിക്കൻ അടിക്കാൻ തോന്നും. അപ്പുറത്ത് കാണാൻ കൊള്ളാവുന്ന ആണോ പെണ്ണോ നിൽക്കട്ടെ, ഓപ്പോസിറ്റുള്ള ആൾക്ക് ഒന്ന് നോക്കാൻ തോന്നും. എന്താണ്, സൂര്യചന്ദ്രന്മാരല്ലേ, ഓർക്കുണ്ടാവും ആഗ്രഹം, നമുക്കല്ല ആഗ്രഹം. മനസ്സിലായില്ലേ? നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് നോക്കണതല്ല, കാണാൻ കുഴപ്പമില്ല. അത് പറഞ്ഞ പോലെ 7 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് സീരിയലാണെന്ന് തോന്നുന്നോണ്ടാ സൂര്യചന്ദ്രന്മാർക്ക് തോന്നുന്നത്, നമുക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ വിശദീകരിക്കണില്ല. പല കാര്യങ്ങൾക്കും തോന്നുന്നതുകൊണ്ട് അറിയോ, ഈ ദേവന്മാരുടെ പ്രശ്നമാണ്. ദേവന്മാരുടെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ മറ്റുള്ള ദേവന്മാർക്കും കയ്പ്പ് എന്തായാലും കേടാന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ 18 അങ്ങനെ തിരിച്ചു വരണം. നമ്മൾ നട്ടപ്പാതിലേക്ക് പൂച്ചാക്കുരിട്ടിൽ ഗുരുനാഥൻ പറയും, നീ കരിങ്കയത്തിൽ പോയി നിൽക്ക്, കണ്ണടച്ച് നിൽക്ക് എന്ന് പറയും. എന്നിട്ട് പറയണ എന്താണ്, ആനയുടെ കരടിയുടെ ആനയുടെ കരടിയുടെ വരവുണ്ടല്ലോ, പേടി കരുതണ്ട പേടി കരുതണ്ട ഭയവും വേണ്ട. നമുക്കറിയാത്തൊരു സ്ഥലത്ത് പോയി നില്ല, നമ്മളുടെ ആളുകൾ പറയണം ടോർച്ചൊന്നുമില്ല, നീ പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ. ചിലപ്പോ ഒരു പാമ്പോ പറ്റിയോ ഉണ്ടാവും. പിന്നെ കുറച്ചപ്പുറത്ത് പ്രേതശല്യം എന്താണെന്ന് കേട്ടു, പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ രസം ഉണ്ടാവില്ലേ? ഇത് പറഞ്ഞ പോലെ വെള്ളത്തിൽ പോയി നിൽക്കാൻ വിട്ടാൽ മതി. പക്ഷെ അങ്ങനെയല്ല വിടുന്നത്. നീ കണ്ണടച്ചു നിന്നോ, ആനയും കരടിയൊക്കെ വരും. പട്ടിയിലും കൂട്ടവും ഇളകി വരണേ. ഒടിയൻ സിനിമയിൽ ഉണ്ടാവും, ഏരിയയിൽ ഇളകി വരുന്നില്ലേ? അത് കണ്ടവരോട് കാണാത്തോട് കൊണ്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് നഷ്ടമായി പോയി. പണ്ട് തോണിക്കാരൻ പറഞ്ഞ പോലെ നീന്തൽ അറിയില്ല തിരുമേനി ഇല്ല, ജീവിതം പോയ പോലെ ഒടിയൻ കണ്ടില്ലേ, പോയി 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 കഷ്ടമായി പോയി, TV വന്ന് കണ്ടിട്ട് കാര്യമില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ പട്ടിലും കൂട്ടം എന്ന് പറഞ്ഞാൽ മുള ഉണ്ടല്ലോ, എന്താ ഇവിടെ പറയില്ല, മുള. ഈ മുള വലിയ മുളം കൂട്ടം ഇങ്ങനെ ഇളകി വരും. അപ്പൊ പറയും, പേടി കരുതണ്ട പേടി കരുതണ്ട ഭയവും വേണ്ട. പേടിയൊന്നും വേണ്ട, അവിടെ തന്നെ നിന്നോ. ഭൂതപ്രേതങ്ങൾ അലറി വരണേ. ഈ ഡ്രാക്കുളി ലിസി ഒക്കെ പാടെ ഇളകി ഇങ്ങനെ വരണ്ടേന്ന് പറയാണ്. അപ്പൊ എന്താണ്, അപ്പോഴും നീ പേടിക്കണ്ട, അവിടെ തന്നെ നിന്നോ. ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മാക്സിമം പേടിയുണ്ടാകും. തേള് വരും, പാമ്പ് വരും. ഈ ഭൂമിയിൽ എന്തൊക്കെ ഒരു മനുഷ്യന് പേടിയുണ്ടോ അത്. അപ്പൊ വസ്ത്രം എടുക്കാതെ പോകാൻ പറഞ്ഞത് ഞാൻ മുഴുവിപ്പിച്ചില്ല. വസ്ത്രം എടുക്കാതെയാണ് പോയി നിൽക്കുന്നത്. വസ്ത്രം എടുക്കാതെ പോയിട്ട് വെള്ളത്തിൽ നിന്നുള്ള അവസ്ഥ ആലോചിച്ചോളാം. ഇപ്പൊ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ഉണ്ട് ഈ കാലിമ്മ ബീനിനെ കൊണ്ട് എടുപ്പിക്കുന്ന പരിപാടിയൊക്കെ കാശ് കൊടുത്തിട്ടാ. അപ്പൊ ഇങ്ങനെ പോയി പറ്റിച്ച് കാശൊന്നും കൊടുക്കണ്ട. ഈ അമ്പലക്കുളത്തിലൊക്കെ പോയി അറിയാൻ പറ്റും മീനുകൾ. അതുപോലെ പോലെ എങ്ങനെ നിൽക്കണം. അപ്പൊ തന്നെ പട്ടിലും കൂട്ടം നൽകി വേണ്ട ആവശ്യമില്ല, നിൽക്കാതെ വീടുണ്ടാവില്ല. അപ്പൊ ഇത് പോകുന്നതിന് കാരണം ഒരു മനുഷ്യന് തനിക്ക് എന്തെങ്കിലും മറക്കാനുണ്ടെന്നൊരു ബോധം, അത് ഈശ്വരനുള്ള അകൽച്ചയാണ്. ഈശ്വരന്റെ അടുത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അങ്ങടെ അടുത്തിരിക്കണം. എങ്ങനെയാ തൂവാനത്തുമ്പിൽ മോഹൻലാൽ പറഞ്ഞ പോലെ സുഖാവുക പറഞ്ഞു കഴിഞ്ഞാൽ സുഖാവുക. അതന്നെ. അപ്പൊ അത് പറഞ്ഞ പോലെ നമ്മൾ അടുത്തിരിക്കും. നമുക്ക് എന്തോ മറയ്ക്കാനുണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഈ ആണുങ്ങളുടെ ഷർട്ട് നമ്മൾ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങളും പണ്ട് ഈ ഷർട്ടൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പൊ പിന്നെ ഷർട്ട് ആവട്ടെ, ഷർട്ട് ഊരണമെന്നല്ല കേട്ടോ നമ്മൾ പറഞ്ഞത്. കാലത്തിനുള്ള കോലം എല്ലാവർക്കും വേണം. പക്ഷെ മറിച്ച് അത് ഉള്ളിന്റെ ഉള്ളിൽ തോന്നും. അപ്പൊ സന്യാസി ആവണമെങ്കിലും അവസാനം അവൻ ഉടുത്തിരിക്കുന്ന കൗബീനം, ഈ ജോക്കിന്റെ ഷെഡ്യൊന്നും ഇല്ലല്ലോ പണ്ട്, അതാണ് ഈ കൗബീനം. ഫാക്ടറി തുണികൾ കൗബീനം, പിന്നെ ശരട്, അവൻ കെട്ടിയിരിക്കുന്ന ശരട്, ഇതെല്ലാം പൊട്ടിച്ച് കളയണം സന്യാസി ആവുമ്പോ. പിന്നെന്ത് വേണം? അവന്റെ ശിഖ ബാക്കിൽ കുറച്ച് മുടി നിർത്തും, അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഇവിടെ നിർത്തും, നമുക്കൊക്കെ പണ്ടുണ്ടായിരുന്നു. അത് പിഴുതു വലിച്ചെറിയണം, പൂണോല് പൊട്ടിച്ച് ഹോമാഗ്നിയിലിടണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് മുങ്ങി നേർന്ന് വരുമ്പോ ഒരു കാവ്യം എടുത്തു കൊടുക്കും. ഇനിയിപ്പോ ഉപനയനം ചെയ്യാനുള്ള പൂണോലിടുകയാണെങ്കിൽ അങ്ങനെ തന്നെയാ, പഴയതൊക്കെ ഊരി മാറ്റണം. അപ്പൊ ഇങ്ങനെ നേരെ ഫ്രഷായിട്ട് നിൽക്കേണ്ടാവും. പെറ്റ അമ്മയുടെ വയറ്റിൽ വന്ന പോലെ കലശാടുമ്പോ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ടിട്ടില്ലേ? കലശം ഇല്ലേ? കലശാടുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? എല്ലാവരും ഉറങ്ങാണോ? എന്നാ ഞാനിവിടെ നേരിട്ട് ഞാൻ ചിലപ്പോൾ ഡാൻസ് കളിക്കും, കണ്ണുകളെ വളർത്താൻ വേണ്ടി. കാരണം നിങ്ങൾക്കൊരു ഉഷാർ വരുന്നത്, നിങ്ങൾക്ക് ഉഷാറില്ലെങ്കിൽ ഞാൻ എനിക്കറിയണ കാര്യം നിങ്ങളോട് പറയില്ലേ. അപ്പോ ഈ കലശാടുന്ന സമയത്ത് ആ ഭഗവതിയുടെ വസ്ത്രമൊക്കെ ഊരി മാറ്റി, ഭഗവാന്റെ വസ്ത്രമൊക്കെ ഊരി മാറ്റി എന്ത് ചെയ്യും? തന്ത്രി വന്നിട്ട് കലശാടി കൊടുക്കും. ഈ കലശാടുമ്പോൾ എന്താ പ്രത്യേകത? ആ വിഗ്രഹമാകട്ടെ ആ പെറ്റ കുട്ടിയുടെ പോലെ, പ്രസവിച്ചു വന്ന കുട്ടി ഉണ്ടാവുമല്ലോ, ആ നേഴ്സിന്റെ കൈ കിട്ടുമ്പോ, വൈരാട്ടിയല്ലോ നേഴ്സല്ലേ, ആ കിട്ടുന്ന സമയത്ത് കുട്ടി ഉണ്ടാവും. മേലൊക്കെ ആകെ മൊത്തം നമ്മുടെ വയറ്റിൽ നിന്ന് വന്ന ഫോമിലായിരിക്കും അല്ലെ, പ്ലാസന്റേക്ക് ആയിട്ടായിരിക്കും. ഇത് പറഞ്ഞ പോലെയാണ് ആ വിഗ്രഹം ഇരിക്കുക. അപ്പൊ എന്താണ്? കുട്ടിക്ക് തുണി ഉണ്ടാവും, ശരീരമുണ്ടോ? ഇല്ല. അപ്പൊ അത് ഒരു ജന്മമാണ്. ഇതീ പറഞ്ഞ പോലെ എത്ര പ്രായമുള്ള ആളായാലും ശരി, ഈ ദീക്ഷ എടുക്കുമ്പോൾ പൂർണ്ണത വരുമ്പോ സന്യാസിയോ ഉപനയനം ചെയ്യുക എന്തായാലും ശരി, ഇപ്പൊ ഈ മലബാരത്തിലാണ് ശരി, ഈ പെറ്റ പോലെ അവസ്ഥയിലാണ്, നിഷ്കളങ്ക ഭക്തിയോട് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ. എനിക്കൊന്നും മറയ്ക്കാനില്ല, ഞാൻ എന്റെ അമ്മയുടെ വയറ്റിൽ നിന്നും വരാൻ പോവുകയാണ്. സാക്ഷാൽ അമ്മയാരാണ്? ഈ പ്രകൃതിയാണ്. ഞാനത് വന്നപ്പോ ഇങ്ങനെ നോക്കിയിരുന്നതാ, എന്ത് ഭംഗിയെ അറിയും. ഇവിടെ ആരെങ്കിലും ഇപ്പൊ ഇതിന്റെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ടോന്നാവോ? കാരണം നമുക്ക് ടൗണിലേക്ക് പോയിട്ട് അവിടെ ഫ്ലാറ്റുകൾ കാണാനോ പോയി ആസ്വദിക്കാനോ താല്പര്യം ഉണ്ടാവും. ഇതാണ് ഭംഗി, അമ്മയുടെ ഭംഗിയാണ്. പ്രകൃതിയുടെ ഭംഗി എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. ഇനി ട്രിക്കുകൾ മനസ്സിലായാലാണ് നിങ്ങൾക്ക് ഓരോ ശാഖയ്ക്ക് നോക്കിക്കഴിഞ്ഞാലേ വേറെ ഇങ്ങോട്ട് നോക്കില്ല, ഒക്കെ ഒരു മനുഷ്യ ശരീരം പോലെ ആയിരിക്കും. നാളെ നോക്കാം, ചെറുപ്പക്കാരൊക്കെ നന്നായി നോക്കും ഓരോ മരത്തിൽ. അപ്പൊ എനിക്ക് മനസ്സിലാവും സംഭവം ശരിയാണല്ല. ഇതിപ്പോ പുറത്ത് നോക്കിയിട്ട് മൊബൈൽ നോക്കിയിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യമൊക്കെ അതുമ്പോൾ തന്നെ ഉണ്ട്. നാളെ നോക്കിയാൽ മതി, ഇപ്പൊ നോക്കണ്ട കേട്ടാ. അപ്പൊ അതിന്റെ ട്രിക്ക് മനസ്സിലാവും. അപ്പോഴാണ് പ്രകൃതി ഇത്ര ഭംഗിയുണ്ട്. അത് പാറയാവട്ടെ മരമാവട്ടെ ഒക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പോലെ കാണുമ്പോൾ അതിന്റെ ആസ്വാദനം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പുറത്തേക്കൊന്നും നോക്കില്ല, ആളുകളെ തോണ്ടാനും മാന്താനും ഒന്നും പോകില്ല. അത്യാവശ്യം തോണ്ടാണെങ്കിൽ മരത്തിനെ തോണ്ടുള്ളൂ, അല്ലെങ്കിൽ പാറയെ തോണ്ടുള്ളൂ. അങ്ങനെ അവന് തീരേണ്ടത് അങ്ങനെ തീർന്നു. എഴുതട്ടാകുമ്പോൾ കരുതി തീർന്നല്ലേ ഇത് മാന്തിയിട്ടും ചൊല്ലെടുത്തില്ല. അപ്പൊ ഈ തത്വം ഇത് പൂർണ്ണത വരുന്ന പോലെ ദീക്ഷ കിട്ടുമ്പോ ആ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന സങ്കല്പമാണ്. അതുകൊണ്ട് പ്രസവിച്ച അതേപോലെ തന്നെയാണ് ദീക്ഷ എടുത്ത നേരം. ആ സങ്കല്പത്തിൽ വരുമ്പോ നമുക്കൊന്നും മറക്കാൻ ഈശ്വരനോട് ഒരു മറയില്ലാണ്ട് പോവാണ്. അതുകൊണ്ട് രാത്രിയിലാവുകൊണ്ട് എന്താണ്? കാണാനാരുമില്ല. പിന്നെ കാണാനോ ഒന്നുമില്ല. അന്ന് തന്നെ എന്താ ഉണ്ടാവുക? വസ്ത്രം ഏതെന്തിലും അല്ലേ ഉണ്ടാവുള്ളൂ. ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്താ യഥാർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറയ്ക്കാനൊന്നുമില്ല. അതൊരു സത്യമാണ്. ഉപവേളയിലെ സന്യാസിമാരെ കണ്ടിട്ട് നമ്മൾ പലരും പറയാറുണ്ട് ഇതോ ആർഷ സംസ്കാരം എന്നുള്ളത്. നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോ നമുക്ക് എന്തോ വസ്ത്രം ഉണ്ടായിരുന്ന പോലെയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്കിതൊന്നുമില്ല, നമുക്ക് നാണവും മാനമൊന്നുമില്ല. എപ്പോഴും എവിടെ ഇപ്പൊ നമ്മള് എന്താ പറയാ, ആശുപത്രി കിടക്കുന്ന നേരത്ത് വല്ല ഓപ്പറേഷനും വേണ്ടി വന്നാലും നമ്മൾ പറയും ഞാൻ തുണിയൊക്കെ കൊടുത്തിട്ടേ കിടക്കുള്ളൂ. നീ അവിടെ കടന്നേ പറയത്തുള്ളൂ. അവര് തരുന്ന വസ്ത്രം നമുക്ക് കൊടുക്കാൻ പറ്റും. അവരെന്ത് ഊരി എന്ത് നോക്കി നമുക്കൊരു പിടുത്തമില്ല. പിന്നെ ചില ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രഭാഷകൻ പറയണ്ടായി, നമ്മളുടേതായ ആൾക്കാരെ അടുത്തേക്ക് മാത്രമേ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ, പ്രസവിക്കാൻ പറ്റുള്ളൂ. എന്താണ്? ഒരങ്ങോട്ടൊക്കെ നോക്കും, നമ്മൾ ആൾക്കാരാകുമ്പോ അങ്ങോട്ടൊന്നും നോക്കൂല എന്ന് പറയണ്ടായി. അവരങ്ങോട്ട് നോക്കില്ല, അവർക്ക് വലിയ താല്പര്യ. അപ്പൊ അങ്ങനെ എന്തൊക്കെ ഇവിടെ പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ പോയാൽ നോക്കണ്ടോടത്തേക്ക് നോക്കിയിട്ടല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കാതെ മോത്തേക്ക് നോക്കിയിട്ട് പേരെടുക്കാൻ പറ്റും അല്ല. അപ്പൊ എന്തായാലും ശരി, ഈ നിഷ്കളങ്ക ഭക്തിയോടുകൂടി അവിടെ പോയി നിൽക്കും. അപ്പൊ അവസാനത്തിൽ ഓരോന്ന് കണ്ട് ഭയപ്പാടുള്ളവൻ ഓടും, അവന് ഭ്രാന്ത് പിടിക്കും, പിന്നെ അവൻ നാട്ടിലേക്ക് വരില്ല, ചിലര് പേടിച്ച് മരിച്ചു പോകും. കാരണം പലർത്തും പോലെ മൃഗത്തിന്റെ മുന്നിലൊക്കെ പോയി ചാടും. അപ്പോ അല്ലാത്തവൻ മാത്രം വിജയിക്കും. അതുകൊണ്ട് 7 വർഷക്കാലം ചെയ്യുന്നത് ഈ പക്വതയാക്കിയെടുക്കുക എന്നുള്ളതാണ്. ശ്മശാനത്തിൽ പ്രേതമിരിക്കുന്നിടത്തെ, പ്രേതങ്ങൾ ശ്മശാനത്തിലാവും. ഈ പ്രേതമിരിക്കുന്നിടത്തെ കൊണ്ടുപോയിട്ടാക്കിയിട്ട് എന്ത് ചെയ്യും? പ്രേതങ്ങളെ കാണിച്ചോളും. അപ്പൊ കാണാണ് പ്രേതം എന്തേ, പ്രേതം സംസാരിക്കോ? സിനിമയിലെ കാണുന്ന പോലെ എങ്ങനെ പിടിച്ചിട്ട് എങ്ങനെയാണ് വരണം? അപ്പൊ ഞാൻ അറ്റാക്കാറുണ്ട്. എങ്ങനെയായിരുന്നു? എനിക്ക് എന്റെ മക്കളൊക്കെ പാടെ തല്ലി കൊന്നാ
ഇങ്ങനെ ഉണ്ടാവും ഒന്നിച്ചു കൂട്ടിയ പ്രേതങ്ങൾ. അപ്പൊ അങ്ങനെ ആ പറയും, ചിലർ പറയുന്ന ആണുങ്ങൾ കയറി പീഡിപ്പിച്ചു, ചിലർ പറയും പെണ്ണുങ്ങൾ കയറി പീഡിപ്പിച്ചു, അങ്ങനെ പല ആൾക്കാരുണ്ടാവും ശ്മശാനത്തിൽ. അപ്പൊ അത് പറഞ്ഞ പോലെ ഇതൊക്കെ എന്താണെന്ന് അവിടെ കണ്ട് മനസ്സിലാക്കും. മലബാരത്തിൽ അങ്ങനെ വായിച്ചു പഠിക്കല്ല. ഇപ്പൊ അങ്ങനെയല്ല. പ്രേതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വെള്ളസാരി എടുത്ത് വരും ഇല്ലേ? നമ്മളൊക്കെ പ്രേതത്തിനെ കാണുമ്പോ എങ്ങനെയാണ്? വെള്ളസാരി എടുത്തിട്ടൊക്കെയാണ് പ്രേതത്തിനെ കാണുക. അപ്പൊ ഞാൻ സ്വതവേ ചോദിക്കാറുണ്ട് ഏത് ടെക്സ്റ്റൈൽസ് ആണ് അവിടെയാണ്. കാരണം കളറ് മുക്കാത്ത സാരികൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു മില്ലുണ്ടെങ്കിൽ വലിയ സംഭവമാണല്ലോ. ക്രിസ്ത്യാനികളൊക്കെ കോട്ടും സൂട്ട് ഇട്ടിട്ടാണ് മരിച്ചു പോവുക. നമ്മളെ കാര്യം പിന്നെ പറയേണ്ട, നേരത്തെ പറഞ്ഞ പോലെയാണ്. ഉണ്ടെങ്കിൽ തന്നെ ആഗ്രഹം വെള്ളം വെച്ചിട്ടാണ്, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അപ്പൊ ഈ കോട്ടും സൂട്ട് ഇട്ടുകൊണ്ട് പ്രേതം കണ്ടാലും നമ്മളെങ്ങനെ കാണാ? വെള്ള ഷർട്ടും വെള്ളമുണ്ടോ അല്ലെങ്കിൽ വെള്ള ചുബയൊക്കെ ഇട്ടിട്ടാവും. അവിടുത്തെ ടൈലറാരാണോ അല്ലെ? അപ്പൊ അത് പറഞ്ഞ പോലെ ഇതൊക്കെ നേരിട്ട് അനുഭവിക്കണം മലബാരത്തിൽ. അപ്പൊ ഈ വെള്ളത്തിൽ പോയി നിൽക്കുമ്പോ, കരിങ്കയത്തിൽ പോയി നിൽക്കുമ്പോ അവന്റെ പൂർണ്ണത നേരത്തെ ഗുരുനാഥൻ പറയും, കാട്ടി പോത്തതാ കാട്ടി പോത്തതാ വരീണേ കേട്ടോ പോത്തീമ്പലം കൊമ്പ് പിടിച്ചങ്ങളെ. കാട്ടുപോത്ത്, ഒരു കാട്ടുപോത്ത്, ഒരു കൂറ്റൻ പോത്ത് അവസാനം നിന്റെ നേർക്ക് ചീറിപ്പാഞ്ഞു വരും. ആ ചീറിപ്പാഞ്ഞു വരുന്ന പോത്തിന്റെ വലം കൊമ്പിൽ നീ കടന്നു പിടിക്കണം. എന്നിട്ട് പോത്തിനെ മെരുക്കി നീ പോത്തിന്റെ മേലെ കേറിയിരിക്കണം. എങ്ങടാ പോണ്ടത്, എങ്ങടാ പോണ്ടത് കുഞ്ഞങ്ങളെ, പാറി പറന്നങ്ങ് പാറി പറന്നങ്ങ് പോക വേണേ. അമ്മ കരിനീലി അമ്മ കൂടങ്ങ് പോക വേണേ. ആ പോത്തിനെ മെരുക്കിയിട്ട് പോത്തിന്റെ മേലെ കേറിയിരുന്നാൽ നമുക്ക് പാറിപ്പറക്കാം. പണ്ടേ മലബാര സാധന ചെയ്യുന്ന തറവാട്ടിലെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. മുത്തശ്ശന്മാര് ഇങ്ങനെ പാറിയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അവിടുന്ന് അങ്ങോട്ട് വാറും ഇവിടുന്ന് ഇങ്ങോട്ട് വാറും എന്നൊക്കെ കേൾക്കും. അവര് ഈ പോത്തിനെയാണ് കീഴ്പ്പെടുത്തി. ഈ പോത്തിന്റെ പുറത്താണ് സാക്ഷാൽ ചാത്തൻ. നമ്മളുടെ മലബാരത്തിൽ ബ്രഹ്മവും ശിവനും ഒന്നുമില്ല. ഇപ്പൊ എല്ലാവരും പറയും ശിവനാന്ന് പറയും. അവിടെയുള്ളത് നല്ലച്ഛനാണ്. നല്ലച്ഛൻ എന്നാ പറയാ. നല്ലച്ഛനും നല്ലമ്മയാണ്. നല്ലച്ഛൻ എന്ന് പറഞ്ഞാൽ ശിവനാണോ? രൂപത്തിൽ അങ്ങനെയാണ്. എങ്ങനെയാണ്? ആ ശൂലൊക്കെ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും. അത് ശരിക്കും പറയാം ഈ ശിവനെയും ചാത്തൻ എന്നാ വിളിക്കാം. ചാത്തൻ എന്ന് പറഞ്ഞാൽ സത്യം. ഷ എന്ന അക്ഷരം പണ്ട് നമുക്കുണ്ടായിരുന്ന തമിഴാണ്, ചെന്തമിഴാണ്. തമിഴ് കലർന്ന ഭാഷ, ഇന്നത്തെ മലയാളമല്ല. അപ്പൊ അതിന് ഷ എന്ന അക്ഷരമാണ് ഉപയോഗിക്കാം. സത്യം സത്യം എന്നുള്ള. അപ്പൊ അത് ചാത്തനൊക്കെ മറ്റൊരു ശൈത്താൻ എന്നൊക്കെ പറഞ്ഞ് വേറെ ആക്കിയതാണ്. കാരണം നമ്മളെ എന്തിനേയും കൊണ്ടുപോയിട്ട് ഒരു രൂപമാക്കുന്ന രീതി ഇപ്പൊ ഉണ്ട്. ഭാർഗവ്യമേനെ കൊണ്ടായിട്ട് മറിയം ഭാർഗവിയൊക്കെ ആക്കും ചിലപ്പോ. അത് അങ്ങനത്തെ രീതിയാണ്. അപ്പൊ എന്താണ്? ഈ ശൂലം പിടിച്ചിട്ടായിരിക്കും. ചാത്തപ്പം വലം കയ്യിൽ ശൂലമാണേ, ചാത്തപ്പം ഇടം കയ്യിൽ പൊന്നും ചൂരലേ. ചാത്തപ്പം വലം കയ്യിൽ ശൂലമാണേ, ചാത്തപ്പം ഇടം കയ്യിൽ പൊന്നും ചൂരലേ. ശൂലം കൊണ്ടോടുന്നു ചാത്തപ്പനെ, ശൂലം കൊണ്ടോടുന്നു ചാത്തപ്പനെ. അവിടെ ചാത്തപ്പൻ എന്ന് പറയുന്നത് നല്ലച്ഛനെയാണ്. അപ്പൊ ആ ചാത്തപ്പന്റെ മകനും ചാത്തപ്പൻ സത്യമാണ്. അതാണ് കരിങ്കുട്ടി ചാത്തൻ. ഈ കരിങ്കുട്ടി ചാത്തൻ എന്ന് പറഞ്ഞാൽ അജാന ബാഹുവായിട്ടുള്ള ഒരാളൊന്നുമല്ല. ഒരു ചാൻ വലിപ്പവും 3/4 ചാൻ വീതിയുമുള്ള ഒരു സാധാരണ ഒരു കുള്ളനാണ്. അയാളാണ് ഈ പോത്തിന്റെ പുറത്തുണ്ടാവും. പെട്ടെന്ന് നോക്കിയാലൊന്നും കാണൂല. അപ്പൊ അയാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ, സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, ആ പ്രത്യക്ഷ സാക്ഷാത്കാരം അവന് നല്ല പഠിപ്പ്, ശ്രേഷ്ഠ വിദ്യ, ബ്രഹ്മവിദ്യ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിലൊരു രഹസ്യം ഇരിക്കുന്നുണ്ട്. ചാത്തനെ കാണും എന്ന് ഞാൻ പറഞ്ഞു, പോത്ത് വരുന്ന ഞാൻ പറഞ്ഞു. ഇതിലൊരു രഹസ്യം ഇരിക്കുന്നുണ്ട്. ഈ രഹസ്യം തന്നെയാണ് ബ്രഹ്മവിദ്യ പഠിക്കുമ്പോഴും ഉള്ളത്. എന്താണ്? ബ്രാഹ്മണനാകുമ്പോ അവന് പറഞ്ഞു കൊടുക്കും. പൂർണ്ണനാകുമ്പോ സന്യാസി ആകുമ്പോഴേ പറഞ്ഞു കൊടുക്കുള്ളൂ. പൂണോലിട്ടുകൊണ്ട് ബ്രാഹ്മണനാവില്ല, പൂണോദ്ധാരിയാവുള്ളൂ. അത് കോലനും പൂണോലിടാം, രാമനും പൂണോലിടാം, ഇബ്രാഹിമിനും പൂണോലിടാം, ജോസഫിനും പൂണോലിടാം, പേരൊന്നും ഇല്ലാത്തവനും പൂണോലിടാം. പക്ഷേ ആ പൂണോലിട്ട് ഗായത്രി ജപിച്ച് അവസാനം 4-ാം പാദം ഗ്രഹിച്ച് പ്രണവം സാക്ഷാത്കരിച്ച് വരുമ്പോ, ചതുർവാക്യങ്ങളെ സാക്ഷാത്കരിക്കുമ്പോ അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്ന ചതുർവാക്യങ്ങളെ സാക്ഷാത്കരിക്കുമ്പോ അവന് മനസ്സിലാകും എന്താണ് യഥാർത്ഥ ബ്രഹ്മം, എന്താണ് സത്യം.
അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം. ഞാൻ ബ്രഹ്മാവുമ്പോഴോ തത്വമസി, തത് അത് തന്നെയാണ് ഞാൻ, ഞാൻ തന്നെയാണ് ഇത്, ഞാൻ തന്നെയാണ് നിങ്ങളും. വെട്ടിമുറിച്ച് കഴിഞ്ഞാൽ തോലിൽ കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ. ഇപ്പൊ ഈ സാധനത്തിന് ഈ മൊബൈലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൊന്നും കയറി നോക്കണ്ട, കുറച്ച് കണ്ടാൽ മതി. പോസ്റ്റ്മോർട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റുന്നതാണ് തോല് കഴിച്ചു കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഒക്കെ ഏകദേശം ഒരുപോലെ. പിന്നെ ഉള്ളായിട്ട് കണ്ടു കഴിഞ്ഞാലോ വെളിച്ചു വാരിടാൻ ഈ കുടലും മാനയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒക്കെ ഒരുപോലെ തന്നെയായിരിക്കും, ചെറിയ ചെറിയ വേരിയേഷനേ ഉള്ളൂ. അപ്പൊ ആത്യന്തികമായിട്ട് ഒപ്പം തന്നെ. ഇനി കത്തിച്ചു കഴിഞ്ഞാലോ ഒരു പിടിച്ചാരം, ആണും പെണ്ണുമാകട്ടെ, മാപ്പിളയും ക്രിസ്ത്യാനിയും ആവട്ടെ, തീവ്രവാദിയോ മിതവാദിയോ ആവട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനാവട്ടെ, മരിച്ചു കഴിഞ്ഞാൽ കത്തിച്ചാൽ ഒരു പിടിച്ചാരം കുഴിച്ചിട്ടാലോ പുഴു സ്വന്തം ശരീരത്തിൽ നരിച്ച് മണ്ണോട് മണ്ണ് ചേർക്കുമ്പോഴും അവിടെയും തിരിച്ചറിയാൻ മറ്റ് പാടുകൾ ഉണ്ടാവില്ല. അപ്പൊ തിരിച്ചറിവ് എന്താണ്? തത്വമസി, ഈ ബോധം. ഇതാണ് യഥാർത്ഥ അറിവ്. ആ ചാത്തൻ ഞാൻ തന്നെയാണ് ചാത്തൻ എന്ന് ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ സാക്ഷാത്കരിക്കും. അതാണ് നല്ല പഠിപ്പ്, തിരിച്ചറിവ്. മനുഷ്യന്റെ തിരിച്ചറിവ്. അവൻ വന്നു കഴിഞ്ഞാൽ അവന് ഉപവീതമൊന്നും വേണ്ട. അവൻ എന്ത് കോരനോ എന്ന് ചാത്തനോ ആവട്ടെ, അവനറിയാം എന്താണ് സത്യം. ഒരു ബ്രാഹ്മണനെ കണ്ടാലും അഥവാ ചാത്തനെ പോലെ അങ്ങനെ നിൽക്കും, പാക്കനാരെ പോലെ നിൽക്കും. എന്താണ്? അറിയാം എന്താണ് സത്യം. ഈ ചാത്തനാണ് ശരി, അയാളും പോത്തിനെ കണ്ടു എന്നാ പറയുക. തിരുമേനിയുമായിട്ട് പോത്തിനെ കണ്ടു എന്നാ പറയുക. ചാത്തന്റെ ബ്രഹ്മം പോത്തിനെ പോലെയാണ്. എന്താണ് ഇതാ സംഭവം? ചാത്തൻ പോത്തിനെയാണ് ഉപാസിക്കുന്നത്. ഈ പറഞ്ഞ ആളുകൾ പോത്ത് ഇപ്പൊ ഇവിടേക്ക് എങ്ങനെ അറിയില്ല. മലബാർ സാധനം ചെയ്യുന്ന ഈ പോത്തിറച്ചി തിന്നില്ല, പോത്തിറച്ചി കഴിക്കില്ല. ഇപ്പൊ പിന്നെ പോത്തിറച്ചി കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. മലബാര സമ്പ്രദായക്കാരെ സംബന്ധിച്ചിട്ട് പശു ഇറച്ചി തിന്നാലും പോത്തിറച്ചി തിന്നില്ല. അതാണ് ഇന്ത്യ മഹാരാജ്യത്തെ കുഴപ്പമില്ല. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും, നിങ്ങൾ പല പൊളിറ്റിക്സിന്റെ ആൾക്കാരുണ്ടോ, ഞാൻ പൊളിറ്റിക്സ് അല്ല പറയും. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത പശുവിനെ കൊല്ലരുതേ എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ശരിയായി വരില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത പശുവിനെ കൊല്ലുന്നവൻ കൊല്ലും, തിന്നുന്നവൻ തിന്നും. എന്നാലോ എല്ലാവരും നിർബന്ധിച്ച് തിന്നാനോ നിർബന്ധിച്ച് കൊല്ലാനോ പാടില്ല. കൊന്നു തിന്നുക എന്നുള്ളത് ഭാരതീയന്റെ പാരമ്പര്യമല്ല. ഭക്ഷണത്തിന് വേണ്ടി മനുസ്മൃതി മോശാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ അഭിപ്രായമൊന്നുമില്ല. മനുസ്മൃതിയിൽ കാണുന്ന ഭക്ഷണം കാണുന്ന സമയത്ത് ബ്രഹ്മാവ് പറയുന്നുണ്ട്, പ്രാണസ്യ അന്നമിതം സർവം, പ്രാണന്റെ അന്നമാണ് ഈ കാണായതൊക്കെയാണ് പറയുക. സ്ഥാവരം ജംഗമം ചെയ്യുക, ചരിക്കുന്നതും ചരിക്കാത്തതുമായിട്ടുള്ളതെല്ലാം പ്രാണന്റെ അന്നമാണ്, ജീവന്റെ അന്നമാണ്. കാലാപാനി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ജയിലിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഒരുത്തൻ ഭക്ഷണം ചെയ്യാണ്ടാവുമ്പോൾ മറ്റവൻ അടിച്ചു കൊന്ന് തിന്നത് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളൊക്കെ പറയും നമ്മൾ മരമാംസം കഴിക്കില്ല എന്നൊക്കെ പറയും. തിന്നാൻ കിട്ടാണ്ടാവണ്ടേ അടിച്ചു കൊന്ന് തിന്നുണ്ടാവും മറ്റേനെ. അത് കുട്ടിയാണെങ്കിൽ മൊയല് കുട്ടിയെ കഴിക്കും അതുപോലെ. അപ്പൊ അതുകൊണ്ട് ഈ തിരിച്ചറിവ് മനുഷ്യന് വിവേചനമില്ല. എന്താണ് ആത്മസാക്ഷാത്കാരം, എന്താണ് സത്യമെന്ന സാക്ഷാത്കാരം എന്ന തിരിച്ചറിവ്. അവന് പ്രതീകങ്ങളില്ല. അവൻ നാട്ടിൽ വരും. അപ്പൊ അവൻ പോരുമ്പോ ഗുരുനാഥൻ പറയും, ഇനി പോയി കഴിഞ്ഞാൽ നിനക്ക് ഈ സാക്ഷാത്കരിച്ച ഗുരുവിനോട് പറയും എന്നതാ കണ്ടേ. അപ്പൊ ഗുരു പറയും ശരി, അതന്നെയാണ് സത്യം, നീ മനസ്സിലാക്കിയാലുണ്ട്. ഇത് പുറത്ത് പറയരുത്, യോഗ്യതയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത്, യോഗ്യത ഉള്ളവന് മാത്രം. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? മരിക്കുന്നവരെ കുടുംബത്തിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ പാരമ്പര്യമുള്ളവരൊക്കെ പറയുന്ന അച്ഛനപ്പൂപ്പന്മാര് ചെയ്യണ കണ്ടു അതുപോലെ ചെയ്തു ഇല്ലേ. കോഴി അറക്കണ കണ്ടു, കുറെ കള്ളി വരയ്ക്കണ കണ്ടു, കള്ളു വെക്കണ കണ്ടു, അതെടുത്ത് വെക്കണ കണ്ടു, അവസാനം കള്ളു കുടിക്കണ കണ്ടു, കോഴി അച്ഛൻ തിന്നണതും കണ്ടു, ഞങ്ങളത് തിന്നണതുകൊണ്ട് കുടിക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ്? അവരാ വിദ്യ ഗ്രഹിച്ചതിന് ശേഷം ഗുരു പറയും, ഇനി പോയി കഴിഞ്ഞാൽ നീ സാക്ഷാത്കരിച്ചില്ലേ, സത്യത്തെ സാക്ഷാത്കരിച്ചില്ലേ, നീ ചാത്തനെ കണ്ടില്ലേ, നീ നീലിയെ കണ്ടില്ലേ, നീ 30 മുക്കോടി എന്ന് പറയുന്ന പോലെ ഇവിടെ 30 മുക്കോടി ഒന്നുമില്ല. ഇവിടെ എന്താ പറയാ, ഞങ്ങളൊക്കെ പറയാം 1900 എന്നാ പറയാ. കാരണം എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും മൂർത്തികളെ കണ്ടില്ലേ. ആ മൂർത്തികളെ ആരാധിക്കാൻ നിനക്കൊരു മാർഗം പറഞ്ഞു തരാം. ആ മാർഗമാണ് കല്ലടിക്കോട് മലവാര കർമ്മം. അത് പൂജാമണി കൊണ്ട് അടിച്ചിട്ടുള്ള പരിപാടിയൊന്നുമല്ല. മണിയൊക്കെ പിന്നീട് ഉണ്ടായതാ, മണിയിങ്ങനെയൊക്കെ. അപ്പൊ എന്ത് ചെയ്യും? അതിനൊരു ചിത്രപ്പണിയൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. അവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് വരയ്ക്കാനൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനോട് ഇടക്കഷ്ണങ്ങളൊക്കെ വെക്കും. അതിന് നമ്മുടെ നിവേദ്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കള്ളൊക്കെ വെച്ചിട്ട് തർപ്പണം ചെയ്യും. ഇതാണ് അതിന്റെ കർമ്മരീതി. പന്തം കൊളുത്തി വെച്ച് പണ്ട് നിലവിളക്കില്ല, എന്നിപ്പോ നിലവിളക്കി നമുക്ക് സൗകര്യം ഉണ്ട്. പണ്ട് പന്തം കൊളുത്താ ചെയ്യാം. അപ്പൊ നമ്മളൊക്കെ ആശ്രമത്തിൽ പറഞ്ഞു കൊടുക്കുക, പന്തം തന്നെ കൊളുത്തണം എന്നാ പറയാ. കർമ്മത്തിന്റെ സമയത്ത് ഞാൻ പറ്റില്ല, പന്തം തന്നെ കൊളുത്തണം. ചിരട്ടയിലാണ് കള്ള് വെക്കുക, ചിരട്ടയിൽ തന്നെ വെക്കണം. കുപ്പി ഗ്ലാസ് ഉപയോഗിക്കാൻ പാടില്ല, കാരണം അതൊന്നും മാറ്റാൻ പാടില്ല. അതൊക്കെ എന്റെ ആചാരം. അതിനൊക്കെ നമ്പൂതിരി ബ്രാഹ്മണനെ സമ്മതിക്കണം, പല കാര്യങ്ങളും വിട്ടുകൊടുക്കില്ല. അപ്പോ അത്തരം ആചാരങ്ങൾ കൊടുക്കും. അവര് നാട്ടിൽ വന്ന് ഇത് ചെയ്യും. ഉണ്ടായത് അവരൊരിക്കലും അവരുടെ പരമ്പരയ്ക്ക് പറഞ്ഞു കൊടുത്തില്ല. കാരണം അവരെ പരമ്പര ചോദിച്ചില്ല, കേട്ടില്ല. അധികം ആളുകൾ, ദുർലഭം ചില ആളുകൾ മാത്രമേ അവരിൽ നിന്ന് കേട്ട് പഠിച്ചുള്ളൂ. പിന്നീട് അത് പഠിപ്പിക്കുന്ന ഏരിയകളില്ല. അപ്പൊ കല്ലടിക്കോടൊന്നും പഠിപ്പിക്കുന്ന രീതിയില്ല. പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായില്ല. ഇതിന്റെ തത്വം അറിയാതായി.
സമൂഹത്തിൽ ഇത്തരം ആളുകൾ എന്ത് ചെയ്തു? ആത്മതത്വം എന്തെന്നറിയാത്ത അവസ്ഥയിൽ വന്നു. പേരിന് എന്ത് ചെയ്യും? എന്തെങ്കിലും നിവേദ്യം വെക്കും, കള്ളു കുടിക്കും, ഇറച്ചി തിന്നും, മീൻ തിന്നും. പിന്നെയോ പൂർവികരാരും നേരാമണ്ണം വസ്ത്രം എടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല. പെണ്ണുകളാരും മാറ് മറച്ചില്ല, ഞങ്ങൾ മാറ് മറയ്ക്കുന്നില്ല. ഞങ്ങൾ കുളിക്കുന്നില്ല, മുടി വെട്ടുന്നില്ല. സത്യത്തിൽ നമ്മുടെ പൂർവികർ എന്തുകൊണ്ടാണ് നടന്നത്? അവരെല്ലാം ആത്മസാക്ഷാത്കാരം ലഭിച്ച അവധൂതന്മാരായിരുന്നു. ഒരു വൈദിക വിധിപ്രകാരം ഒരു സന്യാസി പൂർണ്ണത നേടുമ്പോൾ അവധൂതനാകുന്നത് പോലെ സ്വന്തം പൂർവികരെല്ലാം, പൊന്നു മക്കളെ, നിങ്ങളുടെ പൂർവികരെല്ലാം അവധൂതന്മാരായിരുന്നു, ഋഷിവര്യന്മാരായിരുന്നു, ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠരായിരുന്നു. ആ പാരമ്പര്യത്തിന്റെ അതിന്റെ മഹത്വം അറിയാതിരുന്ന ആ കാലഘട്ടത്തിൽ ആരോ പറഞ്ഞു, നീ ചണ്ടാളനാണ്, നീ മോശക്കാരനാണ്, നീ നീചനാണ്, മാറി നിൽക്കുകയിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോ അത് കേൾക്കേണ്ടി വന്നത് സ്വന്തം ആത്മതത്വം, സ്വന്തം പൂർവികർ 7 വർഷക്കാലം കഠിന തപസ് ചെയ്ത് നേടിയെടുത്ത ആ ആത്മസാക്ഷാത്കാരത്തിന്റെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ ഫലമായിരുന്നു ജാതീയ ഉച്ചനീചത്വം. ഇനിയെങ്കിലും തിരിച്ചറിയാം, ഓരോരുത്തരും തിരിച്ചറിയാം. നിങ്ങളോട് ജാതി ചോദിക്കുമ്പോൾ കേവലം ഗവൺമെന്റിന്റെ 1000 രൂപയ്ക്ക് വേണ്ടിയും 1 ലക്ഷം രൂപയുടെ വീടിന് വേണ്ടിയും മാത്രം പാടലും പറയലും നായരും നമ്പൂതിരിയുമാണെന്ന് പറയാതെ സ്വന്തം പൂർവികരുടെ മഹത്വം മനസ്സിലാക്കി പറയുക. ഞാൻ പാടനാണ്, ഞാൻ പറയനാണ്, ഞാൻ കുറവനാണ്, ഞാൻ വേട്ടവനാണ്, ഞാൻ വള്ളവനാണ്, ഞാൻ നായരാണ്, ഞാൻ ഈഴവനാണ്, ഞാൻ നമ്പൂതിരിയാണ്, സർവോപരി ഞാൻ മനുഷ്യനാണ്, ഞാൻ ദേവനാണ്, ഞാൻ ദേവിയാണ്, ഞാൻ തന്നെയാണ് സത്യം. ഇത് പറയാൻ തയ്യാറാക്കി. ഇതിനറിയാം. അവരറിവ് കൊണ്ട് അവധൂതന്മാരായോണ്ടാണ് കുളിക്കാറുള്ളത്. കുഴികുത്തി കഞ്ഞി കുടിച്ചത് ആരും നിർബന്ധിച്ചിട്ടല്ല. ഒരു കാലഘട്ടത്തിൽ ഭൂമി എന്ന് പറഞ്ഞാൽ മാതാവാണ്. അമ്മയെ വിറ്റ പാരമ്പര്യം മണ്ണിന്റെ മക്കൾക്കുണ്ടായിരുന്നില്ല. പെൺമക്കളെ, അമ്മയെയും പെങ്ങളെയും വിൽക്കുന്ന രീതിയില്ല. കാശെന്ന വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. തുട്ടെന്ന സാധനം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ വാങ്ങലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൂമിയിൽ ദേശമുണ്ടായിരുന്നു. എവിടെ വേണമെങ്കിലും താമസിക്കാമായിരുന്നു, എവിടെ വേണമെങ്കിലും കാർഷിക വൃത്തി നടത്താമായിരുന്നു. എന്നാൽ പണമെന്ന ആശയം മുന്നോട്ട് വെച്ചവരും പണമെന്ന ആശയത്തിന്റെ വിനിയോഗം നടത്തിയവരും ഭൂമിക്ക് വിലയിട്ടു. അവർ വാങ്ങി, അവർ കൊടുത്തു. അതുകൊണ്ട് എന്തുണ്ടായി? ഒരു ജനതയ്ക്ക് ഭൂമിയില്ല. ഒരു വട്ടം ഒരു ആദ്യമൊന്നുമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഭൂമിയില്ല. കുറച്ച് ആളുകൾക്ക് മേനോനും പിള്ളേർക്കൊക്കെ ഭൂമി ഉണ്ട്. എല്ലാ മേനോന്മാർക്കും എല്ലാ പിള്ളമാർക്കൊന്നും ഭൂമിയൊന്നുമില്ല. ചേറ്റപ്പര വെച്ചിരിക്കുന്ന നമ്പൂരിയും നമുക്കറിയാം. അതുകൊണ്ട് അത് ജാതിയുടെ കാര്യമല്ല, ഭൂമിയില്ല. അപ്പോ ഇതിന് കാരണം ഈ കുഴികുത്തി കഞ്ഞി കുടിച്ചത് അമ്മയാണെന്ന സങ്കല്പത്തിൽ അമ്മയുടെ മാറിൽ നിന്ന് വരുന്ന മുലപ്പാലിനോട് മഹത്വം മറ്റൊന്നിനുമില്ല. സ്വാമി വിവേകാനന്ദൻ ഈ ലോക പര്യടനം നടത്തി സ്വാമി വിവേകാനന്ദൻ ചെയ്യുമെന്ന് പറഞ്ഞു. കന്യാകുമാരിയിൽ നീന്തിപ്പോയി ആ പാറപ്പുറത്ത് കിടന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇനി ഞാൻ അല്പനേരം എന്റെ മാതാവിന്റെ മടിത്തട്ടിലൊന്ന് വിശ്രമിക്കട്ടെ. ആ മാതാവായി കണ്ടത് സ്വന്തം മാതാവിനെ ആയിരുന്നില്ല, ആ പാറയായിരുന്നു, ആ ഭൂമിയെ ആയിരുന്നു. ആ ഭൂമിയുടെ മാറിൽ നിന്നും വരുന്ന മുലപ്പാലിന്റെ സങ്കല്പത്തിൽ കുഴികുത്തി കഞ്ഞി കുടിച്ചിരുന്നത് ആ രീതിയിലായിരുന്നു. ഒരു തമ്പുരാനും പണ്ട് കാലത്ത് ആരോടും പറഞ്ഞില്ല അങ്ങനെ കുടിക്കണമെന്ന്. എന്നാലോ അറിവുള്ളവൻ കുടിച്ചിരുന്നു. കുഴികുത്തും അതിന് കഞ്ഞിവെള്ളം എന്താണ്? മൺപാത്രത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. മൺപാത്രത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. മൺപാത്രത്തിൽ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരില്ല. നമ്മൾ ഈ അലുമിനിയത്തിന്റെയും മിശ്രത്തിന്റെ ഒക്കെ പാത്രം ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ദോഷങ്ങളുണ്ട്. ഇപ്പൊ പോയി ഫൈബറിന്റെ പാത്രമാണ്, അതിലൊക്കെ ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളൊക്കെ സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിളിലോ നെറ്റിലോ എവിടെ തെരഞ്ഞാലും കിട്ടും. അപ്പോൾ അതിലേറെ മഹത്വമുണ്ട് മണ്ണിന്. ആ മണ്ണിൽ നിന്ന് കഞ്ഞി കുടിച്ചത് കൊണ്ട് ആർക്കും രോഗവും വരില്ല. പിന്നെ എന്താണ്? കാലങ്ങൾ കടന്നുപോയപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എന്തെന്നറിയാതെ ആചാരങ്ങൾ കേവലം വ്യായാമമായി മാറിയപ്പോൾ ഒരു പറ്റം ആളുകൾ അറിവുണ്ടെന്ന് അടിച്ച് ഈ അറിവില്ലാത്തവൻ പോയി അവനോട് ചോദിച്ചു, ഞാൻ എന്ത് പേരിടണം? കോരൻ എന്ന് പേരിട്ടു. ഞാൻ എന്ത് പേരിടണം? നീലാണ്ടൻ എന്ന് പേരിട്ടു. ഞാൻ എന്ത് പേരിടണം? ചക്കി എന്ന് പേരിട്ടു. ഞാൻ എന്ത് പേരിടണം? നീ ചീരു എന്ന് പേരിട്ടു, നീ ചീത എന്ന് പേരിട്ടു. ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളത് കേട്ടു, അത് ചെയ്യേണ്ടി വന്നു. അവന്റെ കുറവല്ല. കോരൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ കായും ഘായും ഒക്കെ ആയിട്ടൊരു കായേ ഉള്ളൂ, ഒരു കായേ ഉള്ളൂ. ഘോരൻ എന്ന് എഴുതുന്നു, കോരൻ തന്നെ എഴുതാൻ പറ്റും, വായിക്കണം. ചീത എന്ന് പറയുന്നത് സീതയാണ്, ചായുള്ളൂ തമിഴിൽ. ഈ ശൈലി വിടണ്ടാച്ചിട്ടാണ് ആദ്യാദ്യം ഈ പറഞ്ഞ തമ്പുരാന്മാര് നമ്മളുടെ തനത് സമ്പ്രദായത്തിന് വേണ്ടി പറഞ്ഞത്. പിന്നീട് അവർക്ക് വിട്ടുപോയി. എന്താണ്? നിർബന്ധിച്ചു. ഓലപ്പലത്തിന് താമസിക്കണം, മാറ മറയ്ക്കാൻ പാടില്ല, കുഴി കുത്തി കഞ്ഞി കുടിച്ചേ പറ്റൂ. കുഴി കുത്തി കഞ്ഞി കുടിക്കാൻ പാടെന്താ?
ഇവന്റെ ആചാരാണ് മറ്റവനും കരുതി. അവന് നമ്മൾ കരുതി പേത്ത് നൂലുണ്ടാവുമ്പോ അവന് അറിവുണ്ടെന്ന്. പക്ഷെ അതിൽ അവനും വേദം പഠിച്ചിരുന്നില്ല. സംസ്കൃതം എന്തെന്ന് പോലും അറിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ജാതി ബ്രാഹ്മണർക്ക് എന്താണ് വേദം എന്നറിയാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. കേവലം സ്മൃതി നിയമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് അതിന്റെ പേരിൽ ഇവിടുത്തെ ജനതയെ അടിച്ചമർത്തി ഭരിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടുണ്ടായതാണ്. ഇന്ന് പക്ഷേ ഇന്ന് സനാതനികളിൽ ഇടയ്ക്ക് എന്തൊക്കെയോ ഭൂകമ്പം പോലെ നമ്മൾ എന്ത് പറയും, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നും അങ്ങനെ ഉണ്ട്, അതുകൊണ്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തണം, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സനാതനികൾ എല്ലാവരും, മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിൽക്കും. പാർട്ടിയും അതുപോലെ തന്നെ മതമൊക്കെ നമ്മൾ പറഞ്ഞു മണ്ണോട് മണ്ണടിയുമ്പോൾ ഇതൊന്നുമില്ല. അതിന് ഭാഷ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ പറഞ്ഞ ആളുകളെല്ലാം ഒരുമിച്ച് നിൽക്കണം. അതിനെ ഹിന്ദു എന്ന് പേരിട്ട് വിളിക്കുന്നു. അതൊരു നിയമത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ആർഷ പാരമ്പര്യം. നമ്മൾ എന്തിനാ ഈ ആശയം ഇത്രയും ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേദം മാത്രം ശരി എന്ന് പറയുമ്പോൾ പല ആളുകളും വേദം പഠിക്കാത്തവരാ, അല്ലെങ്കിൽ പൂർവികർ പഠിക്കില്ല, അവരൊക്കെ മോശക്കാരാവും. അതുണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഇനിയെങ്കിലും അറിയണം, നിങ്ങളുടെ പൂർവികർക്കും വേദം അറിയായിരുന്നു. ആ വേദം സംസ്കൃതത്തിലല്ല, അതിന് ഭാഷയില്ല. അതിങ്ങനെ വെച്ചിട്ട് നിന്റെ ദൈവേ എന്ന് വിളിക്കുന്നതിന്റെ അപ്പുറം ഓം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലോ ഒന്നും അതിന്റെ ഒരു മഹത്വമില്ല. മക്കളെ, നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ മതം മാറിയിട്ടോ, നിങ്ങൾ മറ്റിടത്തേക്ക് പോയിട്ടോ, നിങ്ങൾ അമ്പലം കയറി ഇറങ്ങിയിട്ടോ, നിങ്ങൾ പൂണൂലിട്ട് ബ്രാഹ്മണനായിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കുലാചാരത്തിലേക്ക് മടങ്ങണം. അവിടെ ചിലപ്പോൾ കള്ളുണ്ടാവും, കോഴി ഉണ്ടാവും. അത് മോശം കരുതണ്ട. ഒരു കോഴി ഇറക്കുമ്പോ പാപമായി കരുതണ്ട. കോഴി ബിരിയാണി കഴിക്കുന്നില്ലേ? കോഴി ബിരിയാണി നിങ്ങൾ കഴിക്കുന്നില്ല, നിങ്ങളുടെ മക്കൾ കഴിക്കുന്നില്ലേ? നിങ്ങളുടെ പൂർവികർ കഴിച്ചില്ലേ? കോഴി വെട്ടുന്നത് പാപമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ അപ്പൂപ്പന്മാരൊക്കെ പാപികളും തെമ്മാടികളും തെണ്ടികളുമാണെന്ന് നിങ്ങൾ പറയാതെ പറയല്ലേ? അതുണ്ടാവാൻ പാടില്ല. ഭഗവാൻ തന്ത്രയാത്തിൽ പറയുന്നത് 5 കാര്യങ്ങൾ കൊണ്ട് പൂജിച്ചാൽ ഞാൻ തൃപ്തിയാവുന്നു. മദ്യം, മത്സ്യം, മാംസം, മുദ്രാമൈത്രമേവചാമകാരപഞ്ചകം ദേവീ ദേവതാ പ്രീതികാരകം. ദേവനും ദേവിക്കും 5 കാര്യങ്ങൾ വേണം. മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം. മൈഥുനം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ശാരീരിക ബന്ധമാണ്. പവിത്രമായ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ നടക്കുന്ന ശാരീരിക ബന്ധം ഈശ്വരീയമാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിച്ച് എന്തോ ഒരു പണി നിൽക്കുന്ന പോലെയാണ്. കുട്ടികൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചാണ് കെട്ടിക്കും. അതുണ്ടാവാൻ പാടില്ല. പറഞ്ഞു കൊടുക്കണം, കെട്ടുന്നത് നിങ്ങൾ നല്ലമ്മയാണ്, നീ നല്ലച്ഛനാണെങ്കിൽ നീ ശിവനാണ്, അത് പാർവതിയാണെന്ന സങ്കല്പത്തിൽ അങ്ങനെ ഒരു കുട്ടി ജനിക്കണം. അവിടെ ഈശ്വരീയമാണ് അവരുടെ ശാരീരിക ബന്ധം, അത് ഈശ്വരീയമാണ്. ഇതെങ്ങനെയാ ഹിന്ദുക്കൾക്ക് കുട്ടികളുണ്ടാകുമ്പോ എന്തോ പാപം ചെയ്ത പോലെയാണ്. അയ്യോ ഞാനെന്തോ പാപം ചെയ്തു, അതിനുണ്ടാവുന്ന കുട്ടി എങ്ങനെ പാപിയാവും? ഒരു സംശയമല്ല. ബസ്സിൽ കയറിയ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ തോണ്ടാൻ തോന്നും. പാപത്തൊന്നും ഉണ്ടാവണതല്ല, ഈശ്വരീയമാണ്. ബ്രഹ്മചര്യമാണ് നിങ്ങൾ എല്ലാവരും നോക്കുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനനുസരിച്ച് ചരിക്കുക എന്നാണ്. ബ്രഹ്മം എങ്ങനെയാ? ഈ മരം എന്നും ഈ ഒരു മരത്താണോ നിൽക്കുക? ഇന്ന് ശാഖകൾ ഉണ്ടാവും, അതിന്റെ കായോ കമ്പോ പോലെ വേറൊരു മരം ഉണ്ടാവും, ഇല്ലേ? അതാണ് ബ്രഹ്മചര്യം. നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് പെണ്ണും കുട്ടികളില്ലാത്ത അവസ്ഥ. നിങ്ങൾ എല്ലാവരും ബ്രഹ്മചാരികളാണ്. അപ്പൊ ബ്രഹ്മചര്യത്തിൽ മുന്നോട്ട് പോകും എല്ലാവരും. അതുകൊണ്ട് സ്വന്തം പൂർവാചാരം നോക്കണം. കോഴിവെട്ട് പാപമാണെന്ന് ചിന്തിക്കാതിരിക്കുക. പൂർവാചാരവും കുലാചാരവും ചെയ്താലേ ആർക്കും നിൽക്കാൻ കഴിയുള്ളൂ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നേരെ ജോലിസിലെടുത്ത് പോയിട്ട് പ്രശ്നം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ കുലാചാരം നോക്കിയാൽ മതി. കുലക്ഷയം വന്നോ അല്ലയോ അർജുന, നീ മോശക്കാരനാണെന്ന് നിന്റെ തലമുറ പറയും. നിങ്ങൾ വേദസൂക്തങ്ങൾ പഠിച്ചും പൂണൂലിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഭാവിയിൽ നിങ്ങളുടെ തലമുറ പറയും, നിങ്ങളെ ഞങ്ങളുടെ പാരമ്പര്യം നശിപ്പിച്ചു, ആഠ്യത്വം നശിപ്പിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ അറിവ് നേടാം, എല്ലാം പഠിക്കാം, എല്ലാം പഠിക്കും. നമ്മളൊക്കെ അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, പഠിക്കാം. പക്ഷേ ആചരിക്കുന്നതിൽ സ്വന്തം ആചാരം. നമ്മുടെ അച്ഛൻ നല്ല അത്യാവശ്യം നല്ല കറുത്തിട്ടാ, അമ്മ നല്ല വെളുത്തിട്ടാ. അച്ഛൻ എവിടെയും പോയി നിൽക്കണത് തൊട്ടപ്പുറത്ത് രാമനായർ നിൽക്കുമ്പോൾ ഞാൻ പോയിട്ട് ഇതാ ഈ അച്ഛനുമായിട്ട് ആ കാരണം വെളുത്താളില്ലേ, അത് എൻ്റെ അച്ഛൻ എന്ന് പറയാൻ ഉണ്ടാവും. നിങ്ങൾ എന്താ പറയാ? നമ്മളെ അത് പറഞ്ഞ പോലെയാണ് ആചാരത്തിന്റെ മാറ്റം. നമ്മൾ എല്ലാ അമ്പലത്തിൽ പോക്കും മറ്റുമൊക്കെ ചെയ്യണം, എല്ലാവരും പോകണം, എല്ലാവർക്കും സാമൂഹിക കേന്ദ്രങ്ങളിൽ പോകണം. പക്ഷെ മറിച്ച് ഇത്തരം കേന്ദ്രങ്ങളുടെ ആചാരം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം, ആചരിക്കണം, ചെയ്യണം. ഇതിന്റെ ഈ കോഴിവെട്ടൊക്കെ നടക്കുമ്പോൾ മോശമായിട്ട് കരുതരുത്. അത് ഇതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബലി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈശ്വരന് സമർപ്പിക്കുന്നതാണ് ബലി. കാളിയാരാധനയുടെ ഭാഗമായിട്ട് ദേവി കൊടുങ്ങല്ലൂർ അമ്മ, സമയം നമുക്ക് 1.5 മണിക്കൂർ തന്ന് തീരാൻ പോകണം. കാളിയാരാധന കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭാഗമായിട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരമ്മയും ചാത്തനുമാണ് അവിടെ ഇരിക്കുന്നത്. അച്ഛാ നീലിയും ചാത്തനുമാണ്. ആ ചാത്തന്റെ ആ വരിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ശൂലം കൊണ്ടോടുന്നു എന്നുള്ള വാക്ക്. ആ ശൂലം കൊണ്ടോടുന്നു എന്ന് പറയാൻ കാരണം ചാത്തനോടാണ്.
ഇപ്പൊ ശിവനും ഒക്കെ സങ്കല്പം തെറ്റില്ല ആവട്ടെ, ഏത് തരത്തിലും നിങ്ങൾ വിളിച്ചോളൂ. അപ്പൊ ആ ദേവി ഇറങ്ങി വരുമ്പോ നല്ലച്ഛൻ കൊടുക്കുന്ന ഒരു വാക്കാണ്, ആടറുത്ത് കോഴറുത്ത് അമൃത പൂജ തരും നിനക്ക് ആനയേറി എഴുന്നള്ളിക്കും. പാണരുടെ ഒരു തോട്ടത്തിലുള്ള വരിയാണ്. ആടറുത്ത് കോഴറുത്ത് അമൃത പൂജ തരും നിനക്ക്. എന്താ കാര്യം? ദാരികനെ വധിച്ച് രക്തദാഹം തീരാത്ത ദേവിയോട് സ്വന്തം ചെറുവിരൽ വലത് കൈയിന്റെ ചെറുവിരൽ അറുത്തുകൊണ്ട് പരമേശ്വരൻ പറയുന്നു, ഇത് കഴിച്ചോളൂ, ഇനി നീ ഭൂമിയിലേക്ക് പോകുക, അവിടെ ചെറുകുടിലുകളിൽ വസിക്കുക എന്നവര് പള്ളിപ്പാന എന്ന ആചാരത്തിൽ നായന്മാര് പാടുന്നതാണ്. നായരുടെ വിശ്വാസത്തിലും ഉള്ളതാണ്. ഇത്തരം ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോ ഇത് പറഞ്ഞു, നീ ചെറുകുടിൽ സാധാരണക്കാരെ വിട്ടുപോയിക്കൊള്ളാൻ പറഞ്ഞേ. അവിടെ എന്താണ്? അവിടെ നിനക്ക് ബലിപൂജാദികൾ തരും, ആടറത്ത് കോഴിയറത്ത് അമൃത പൂജ തരും, എന്നിട്ടോ ആനപ്പുറത്തെഴുന്നള്ളിക്കും. ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള ഹിന്ദുക്കളുടെ സന്യാസിമാരും ചില ആചാര്യന്മാരും പറയണ്ടായി, ആനയെ ഒഴിവാക്കണം. നവോത്ഥാന നായകരും ചിലരാൾ പറയണ്ടായി, ആന പാടില്ല, കരിമരുന്ന് പാടില്ല എന്ന് പറയാണ്ടായി. കരിമരുന്ന് പാടില്ല എന്ന് പറയാൻ കാരണം പഠിക്കുന്ന ഹൈന്ദവ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഇത്തരം ആചാരങ്ങളെ പറയുന്നില്ല. കാരണം ഇത്തരം ആചാരങ്ങൾ മണ്ണിന്റെ മക്കളുടെ ആചാരമാണ്. മണ്ണിന്റെ മക്കളുടെ ആചാരങ്ങൾ എഴുതപ്പെട്ടിട്ടില്ല. ഹിന്ദു സമൂഹത്തിനോട്, ഹൈന്ദവ ആചാര്യ സമൂഹത്തിനോട് കുറച്ചു വർഷങ്ങളായി നാം പറയുന്നത് അതാണ്. നമ്മുടെ ആചാരം എഴുതപ്പെട്ടിട്ടില്ല. എഴുതപ്പെട്ട ആചാരം മാത്രമല്ല ഹിന്ദുവിന്റെ ആചാരം. എന്റെ അച്ഛൻ തെക്കേ പുഴക്കൽ കണ്ണനാണെന്നത് എന്റെ അമ്മ പറഞ്ഞത് മാത്രം. ആ ഉറപ്പിന്മേലാണ് സർട്ടിഫിക്കറ്റിലും അദ്ദേഹത്തിന്റെ പേര് എഴുതിയിരിക്കും. അത് പറഞ്ഞ പോലെ ആടറക്കലും കോഴിറക്കലും പാവമാണെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പല സ്ഥലത്തുണ്ട്. കേരളത്തിൽ മുഖ്യമായി കേരളത്തിലെ ഒരുപാട് കാവുകളിലെ ആചാരങ്ങൾ നിർത്തലാക്കിയിരിക്കുക. ഒരുപാട് ആചാരങ്ങൾ. അതുപോലെ തന്നെ ആന പാടില്ല, നാരായണഗുരുദേവനെ പോലെ കരിമരുന്ന് പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ആന പാടില്ല എന്ന് പറയുമ്പോ അതന്നെ ഹിന്ദുവിന്റെ നവോത്ഥാനം എന്ന് പറയുമ്പോ ഓരോരുത്തരും തിരിച്ചറി. നവോത്ഥാന നായകരും ഇന്നത്തെ ആചാര്യന്മാരും പഠിച്ച് അവർ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ പഠിച്ചു പറയുന്നവരാണ്. എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളല്ല ഹിന്ദുവിന്റെ മാനദണ്ഡം. അതിൽ ഓതിക്കേട്ടതുമുണ്ട്. ശ്രുതിയാണ് ഹിന്ദുവിന്റെ ആചാരമെങ്കിൽ ചൊല്ലുന്നതും കേട്ടതുമാണ് അറിവ്. ഇന്നും ചൊല്ലിക്കൊടുക്കുന്ന ഒരേ അറിവ് മലവാരം മാത്രമാണ്. മലവാരത്തിന് പുസ്തകങ്ങളില്ല. നമ്മളെപ്പോലുള്ള ചില ആളുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് ആനപ്പുറത്ത് എഴുന്നള്ളിക്കാനുള്ള വെടിമരുന്ന് വേണ്ടാതെ ഞങ്ങൾ അവിടേക്ക് ചെറുമരുടെ കുട പോകുന്ന പരിപാടിയുണ്ട്. പാണന്മാരാണ് ഓലക്കുട ഉണ്ടാക്കുക. വേലയ്ക്ക് ഇവിടേക്ക് ഉണ്ടോ അറിയില്ല. വരവിന് ഓലക്കുട ഉണ്ടാവും. ഈ ഓലക്കുട പിടിച്ച് ചെറുമര് പുലയേരി പോവും. ഈ പാണരുടെ കുട പുലയേരാണ് കൊണ്ടുപോവുക. ഈ കൊണ്ടുപോകുന്ന സമയത്ത് അവര് പറയുന്നതാണ്, വെടി കൊണ്ടും കൊട കൊണ്ടും വഴിപാടാണേ. തിരുമാന്താൻ തിരുമാതാൻ കുന്നിലമ്മയുടെ വഴിപാടാണേ. ഈ കൊടയും ആ വെടിയും അമ്മയ്ക്കുള്ള വഴിപാടാണ്. വെടിക്കുട്ടി ചാത്തനെ ആരാഴ്ചയാണ്. ഇത് ഹിന്ദുവിന്റെ മറ്റൊരു ദേവതയ്ക്കും വെടിമരുന്നിന് വേണ്ടി ഉപാസിക്കുന്ന രീതിയില്ല മക്കളെ. അതെല്ലാം മലവാരത്തിന്റെ മണ്ണിന്റെ മക്കളുടെ ആചാരം. ഈ മണ്ണിന്റെ മക്കൾ കൂടി കൂടിയതാണ് ഹൈന്ദവ സനാതന സമൂഹം. ഇത്രയും കാലം ഇത് പുറത്ത് കേട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞിരുന്നില്ല. ശബരിമല വിഷയത്തിൽ നമ്മൾ ഇടപെട്ട് പറഞ്ഞത് ശബരിമലയിൽ ഇരിക്കുന്നത് സാക്ഷാൽ കരിങ്കുട്ടി ചാത്തപ്പനാണ്. ആദിയിലെ ദൈവമാണ് കരിങ്കുട്ടി. പിന്നീട് അതിന് രൂപപരിണാമം സംഭവിച്ച് വലുതായി മാറി. അയ്യപ്പനാവട്ടെ, നീതിയെ പോയിട്ട് അവിടെ മാളിയപ്പുറത്തമ്മ, നമുക്കൊരു ദോഷമൊന്നുമില്ല. ചാത്തനാണ്. ഈ ചാത്തനാണെന്ന് പറയാൻ പലർക്കും മടിയായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ കോഴിക്കോട് ഒരു സ്വാമി ഈ ഇടയെ പറയണ്ടായി, അവിടെ ഇരിക്കുന്നത് ചാത്തനാണെന്ന് സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. ആദ്യം നമ്മൾ പറയുമ്പോൾ മുഷ്ടിലായി. ആദ്യത്തെ ദൈവങ്ങൾ ഇങ്ങനെ തന്നെയാ, പിന്നീട് മാറ്റം വരുന്നു. ചാത്തനാവുമ്പോ ചാത്തന്റെ ആചാരം ഉണ്ടാവും. നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട. ശബരിമലയിൽ ആട് വെട്ടിയിട്ടുള്ള ആചാരം ഉണ്ടായിരുന്നു. മാളികപ്പുറത്ത് ആട് വെട്ടിയിട്ടാണ് ഗുരുതി. ഇപ്പൊ കുമ്പളങ്ങയാണ് മുറിക്കുന്നത്. കുമ്പളങ്ങ മുറിക്കാനൊന്നും ഹിന്ദു സമൂഹത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ എവിടെയും നിയമങ്ങളില്ല. ബലിക്ക് ബലി തന്നെ. ആടെന്ന് പറഞ്ഞ ആടന്നെ, അജബലിയ ചാതബലി. കോഴിക്ക് കോഴി തന്നെയാണ്. മാംസാഭാവം ലക്ഷണം സാധകം നാഗരന്തുവ ആദായ പൂജയാം ദേവി ചാഞ്ഞിതം നിഷ്ഫലംഭവേ. മാംസത്തിന്റെ അഭാവത്തിൽ ഇഞ്ചിയോ ചുക്കോ സവാളയോ വയ്ക്കാം. അഭാവത്തിൽ മൃഗത്തിന്റെ അഭാവത്തിൽ പിട്ടപശുവിനെ മുറിക്കാമെന്ന് വേദം. മൃഗത്തിന്റെ അഭാവത്തിലെ മൃഗം വയ്ക്കാതിരിക്കല്ല. യാഗത്തിന്റെ സമയത്ത് ആടിനെയും പശുവിനെയും കൊടുത്ത് കെട്ടിയെന്ന് കരുതുക. ഇത് കയറ് പൊട്ടിച്ചു പോയി കഴിഞ്ഞാൽ ചടങ്ങ് നടക്കണ്ടേ? ആ സമയത്ത് അടണ്ടാക്കി കുടിക്കാനുള്ള, അല്ലാണ്ട് കൊണ്ടുവരേണ്ട പറ്റിക്കലല്ല. ദൈവത്തെ പറ്റിച്ച ദൈവം നമ്മളെ പറ്റിക്കും. കോഴി കൊടുക്കാറുണ്ട്, കുമ്പളങ്ങ കൊടുത്ത ഹിന്ദുക്കൾ ഇതുപോലെ തന്നെയാവും. പലതും കൊണ്ട് ഇല്ലാണ്ടാവും. സനാതനികൾ കൊടുക്കേണ്ടത് കൊടുക്കണം.
അമ്മയ്ക്ക് ഭഗവാൻ കൊടുത്ത വാക്കാണ്, നമ്മുടെ പരിവാരങ്ങൾക്കും നല്ലച്ഛൻ കൊടുത്ത വാക്കാണ് എന്താണ്? ബലി. കോഴിയറുത്ത് കൂത്താട്ടം നിനക്കിരിക്കുമെന്നാണ് അമ്മ ചാത്തിന് കൊടുക്കുന്ന, കന്നീലി അമ്മ ചാത്തിന് കൊടുക്കുന്ന ഒരു വാക്കാണ്. ആടർത്ത് അമൃത പൂജ അമ്മയ്ക്ക് വേണമെന്ന് പറയുന്നിട്ട് കോഴിയറുത്ത് കൂത്താട്ടം നിനക്കിരിക്കും, താലത്തിൽ വെള്ളരിപ്പാട് എനിക്കു വേണം, കീറ്റിലേലരിന്തീരി നിനക്കിരിക്കും, അടിവെട്ടി തലങ്കാരം എനിക്കു വേണം, കൊഴിവെട്ടി കൂത്താട്ടം നിനക്കിരിക്കും. അപ്പൊ അമ്മയ്ക്കാട് മറ്റത് ഓടി എന്നൊക്കെ പറഞ്ഞു വെച്ചത് ഈ ആചാരത്തിന്റെ ഭാഗമാണ്. അതോട് നല്ലോണം അറിയാം. എനിക്ക് സമയം കഴിഞ്ഞു. നല്ലവണ്ണം അറിയാം. ഈ ആചാരം നശിക്കാൻ പാടില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുലാചാരം, എല്ലാവരും, ഒരു ജാതിയും മോശമല്ല, എല്ലാ ജാതിയും ശ്രേഷ്ഠാണ്, നരജാതിയാണ് പരമമായിട്ടുള്ളത്. ഒന്നും മുടക്കരുത്, എല്ലാം ചേർന്നതാണ്. ഈ 5 വിരലുകളും ഒരേ വലിപ്പായി എങ്ങനെ ഉണ്ടാവും? അത് പറഞ്ഞ പോലെ ആചാരങ്ങളെല്ലാം ഒരുപോലെയാക്കാൻ പാടില്ല. വ്യത്യസ്ത ആചാരം വേണം. വ്യത്യസ്ത ആചാരങ്ങൾ വെട്ടിച്ചുരുക്കി ഒറ്റ ആചാരത്തിലേക്ക് കൊണ്ടുപോകുക എന്ന വൈദിക ചിന്തയുടെയും വിദേശിയുടെയും ഫലമായിട്ടാണ് ഇന്ന് ഹിന്ദുവിന്റെ ആചാര കേന്ദ്രമായ ശബരിമലയിൽ ആചാരങ്ങൾ മാറ്റണമെന്ന് തോന്നുന്നത്. അത് മാറ്റണം എന്നുള്ള ഗവൺമെന്റിനെയോ മാറ്റണ്ട എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആളുകളെയോ 2 കൂട്ടരെയും നമ്മൾ ഒരുപോലെ കാണുന്നുള്ളൂ. 2 കൂട്ടർക്കും എന്താ സനാതന ധർമ്മം എന്ന് അറിയില്ല. കാരണം ആചാരം മാറ്റണ്ട എന്ന് പറയുമ്പോൾ വേറെ സ്ഥലത്ത് പറയും പശുവിനെ കൊല്ലാൻ പാടില്ല. ഈ ആചാരം മാറ്റണം എന്ന് പറയുന്നവർ പറയും അവിടെ ഗോവ നിരോധനം വന്നു, ഇവിടെ നമുക്ക് പോത്തിറക്കാം. എന്നാലോ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ കോഴി വെട്ടാൻ പാടില്ല. 64 കേരളത്തിൽ നിയമമുണ്ട്, മൃഗപക്ഷി പീഡന നിരോധന നിയമം. അതുകൊണ്ട് ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ കോഴി വെട്ടാൻ പാടില്ല. മറ്റേ വിഷയത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് പോത്തിറക്കാം. അത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിട്ട് അവർ നന്നായി മനസ്സിലാക്കണം. ഇത് ഞാൻ രാഷ്ട്രീയം പറയല്ല, ഇതൊക്കെ ആചാരത്തിന്റെ വിഷയം, വിശ്വാസത്തിന്റെ ഭാഗം. അതുകൊണ്ട് 2 കൂട്ടരും പറയുമ്പോൾ എല്ലാവരും അറിയണം എന്താണ്? ആചാരം സംരക്ഷിക്കണം. അവിടെ കോഴിയെ വെട്ടിയോ പോത്തിനെ വെട്ടിയോ എന്നുള്ളത് തിന്നാൻ വേണ്ടിയിട്ടല്ല, അത് ആചാരം, പാരമ്പര്യം. മലബാര പാരമ്പര്യമുള്ളവര് സ്വന്തം സമ്പ്രദായം പറയുമ്പോൾ മലബാര സമ്പ്രദായമാണ്, കല്ലടിക്കോട് മലബാര സമ്പ്രദായം അല്ലെങ്കിൽ മലബാര സമ്പ്രദായം എന്ന് പറയാം. അവസാനത്തിൽ ഈ കൊട്ടേഷൻ പോലെ തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ വടക്കുന്നാഥം കേൾക്കാത്തതും കൂടി അവിടുത്തെ ശാസ്ത്രന്മാർ അമ്പലത്തിലാണ് പോയി പറയാം. അവിടെ കാര്യം അച്ഛനാണ്. അപ്പൊ ഇതിന് ശക്തിയുണ്ട് ഇത്തരം മൂർത്തികൾക്ക്. ഇത് ശക്തിയാണ്, പ്രകൃതിയുടെ സത്യമാണ് ഇത്തരം മൂർത്തികൾ. പ്രകൃതിയോട് താതാത്മ്യം പ്രാപിക്കുന്ന മൂർത്തികളാണ്. രാത്രിയിലാണ് ആചാരം ഉണ്ടാവുക, രാത്രിയിൽ ചെയ്യണം, മറ വേണമെന്ന്. പകലരുത് പറഞ്ഞാൽ വെളിച്ചം പാടില്ല എന്ന് ഉദ്ദേശിച്ചു. അപ്പൊ നട്ടുച്ചയ്ക്ക് ചെയ്യുന്ന രീതി ഉണ്ടാവും, ഓരോ ആചാരങ്ങളുടെ രീതി ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഇത്തരം ആചാരങ്ങൾ സംരക്ഷിക്കണം, നിങ്ങൾ ചെയ്യണം. ഞാൻ കുറച്ചു നേരം സംസാരിച്ചു, അത്യാവശ്യം പറയേണ്ടത് പറഞ്ഞെന്നാണ് നമ്മുടെ വിശ്വാസം. നാം പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അധികം സമയമൊന്നുമില്ല, 2-3 മിനിറ്റിനുള്ളിൽ അതിൽ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചു ഞാനത് ആളുടെ ആരോഗ്യത്തിനനുസരിച്ച് പറയാം. അറിയുന്നതാണെങ്കിൽ പറയുന്നതിന് സംശയമായിട്ട് ചോദിച്ചോളൂ. സംശയം ഇല്ലെങ്കിൽ ഞാൻ കഴിച്ചില്ലായി, കാരണം ഇവിടെ നേരായി എന്നുള്ള സമാധാനത്തിൽ പോകാൻ പറ്റും. അദ്ദേഹം ചോദിച്ചത് ഇവിടെ പഴയ ആചാരമാണോ അതുപോലെ തന്നെ കൊണ്ടുപോകണം. ഇവിടെ ഈ ബ്രാഹ്മണ പൂജയൊക്കെ ഉണ്ടായി ഇല്ലല്ലോ? ഉണ്ടെന്നില്ലാണോ? അതെന്താ കലശമല്ല. എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നതിന് പിന്നെ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് വിഷമാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരമേ വേണ്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരം, ഇതിന്റെ ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെതായ ആചാരമാണ്. മറ്റുള്ള ആചാരം ഇതിന്റെ ആചാരമല്ല. വൈദിക ആചാരം, ബ്രാഹ്മണ ആചാരം എന്ന് പറഞ്ഞാൽ തന്ത്ര സമുച്ചയത്തിലാണെങ്കിൽ തന്ത്ര സമുച്ചയ വിധി പ്രകാരം ശിവൻ, വിഷ്ണു, ശങ്കരനാരായണൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, ദുർഗ, ഏതോ ഒരാളതിൻ്റെ ഇടയ്ക്ക് വിട്ടിട്ടുണ്ടാവും, ശാസ്താവ്, അയ്യപ്പൻ. ശാസ്താവാണ്, അയ്യപ്പൻ അല്ല ശാസ്താവ്. ഈ 7 മൂർത്തികളുടെ പൂജയാണ് തന്ത്ര സമുച്ചയത്തിലുള്ളത്. അപ്പൊ തന്ത്ര സമുച്ചയം വെച്ചിട്ട് ഇവിടെ ഒരു പൂജ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നീലിയാണെങ്കിൽ അവർ ദുർഗയായിട്ടേ പൂജിക്കുള്ളൂ. നിങ്ങൾ ചാത്തനെ കൊണ്ടുപോയി കൊടുത്താൽ ശിവനായിട്ടേ പൂജിക്കുള്ളൂ. കോരൻകുട്ടിനെ രാമകൃഷ്ണ എന്ന് വിളിച്ചാൽ കോരൻകുട്ടി തിരിഞ്ഞു നോക്കുവോ? അതാരോട് ചോദിച്ചു, തിരിഞ്ഞു നോക്കുവോ? ഇല്ല. നമ്മൾ ചോറും വെച്ചിട്ട് കോരനെ വിളിക്കുന്നതിന് പകരം രാമ തിന്നോ, രാമ തിന്നോ എന്ന് പറഞ്ഞാൽ രാമനും തിന്നില്ല, കോരനും തിന്നില്ല, വല്ല വട്ടിയും തിന്നും. അതാണ് എന്റെ സത്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആചാരം ചെയ്യേണ്ടതിന്റെ പ്രശ്നം എവിടെയെങ്കിലും അഷ്ടമംഗല പ്രശ്നം, താമ്പൂല പ്രശ്നം, പ്രശ്നം വയ്ക്കും. അപ്പൊ ഇവര് വെച്ചിട്ട് അറിയും മറ്റേ അത്ഭുത ദ്വീപില്ല കൊള്ളാൻ പറഞ്ഞവനെ ഹോമം വേണം എന്ന് പറഞ്ഞാല് ബ്രാഹ്മണൻ വേണം എന്ന് പറയും. നമുക്ക് ബ്രാഹ്മണൻ എന്ന് കേട്ടാലോ നേരെ വല്ല ഇല്ലത്തിക്കാൻ നമ്മൾ തല പോകും. എന്താണ്? അതാ ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനി ഇത് ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനം നല്ല പഠിപ്പുള്ളവരും ബ്രാഹ്മണ. കോരന്റെ വീട്ടിലെ കോരന്റെ മൂർത്തി ആരാധിക്കേണ്ടത് കോരന്റെ പൂർവികർ ആചരിച്ച ആ ബ്രാഹ്മണ്യം ആർജിച്ചവനാണ്, അവനും ബ്രാഹ്മണൻ.
പൂണൂലല്ല മക്കളെ ബ്രാഹ്മണത്തിന്റെ മാനം ഉണ്ടാവും. പച്ചക്കറിയല്ല. പച്ചക്കറി അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ശിവൻ പച്ചക്കറിക്കാരനല്ല. പച്ചക്കറിയൊന്നുമല്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോളൂ, ആരും കഴിച്ചു പിടിക്കില്ല, തിന്നാനായിട്ട് കഴിക്കുക. അപ്പൊ അതുകൊണ്ട് പൂർവികാചാരം വേണം, എല്ലാ അർത്ഥത്തിലും പൂർവികാചാരം വേണം. വടക്കുന്നാഥരെ പോയിട്ട് നിങ്ങൾ കോഴിയിറച്ചി വെക്കണമെന്ന് ഞാൻ പറയില്ല, അതിന്റെ അടിക്ക് ഞാൻ അന്വേഷിച്ചു പോണില്ല, വെക്കണമെന്ന് പറയില്ല, അത് വൈദിക പൂജ നടക്കട്ടെ. പക്ഷെ നമ്മുടെ കാത്തന്മാർക്ക് ബ്രാഹ്മണ പൂജ പാടില്ല, അത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇനി എന്തെങ്കിലും ഇല്ല, ചോദിക്കേണ്ടതില്ലെന്നായിട്ടുണ്ടാവും. വേറെന്തെങ്കിലും അദ്ദേഹം ചോദിച്ചതേ, ഈ കോഴിവട്ടം ആടുവട്ടമൊക്കെ ഉള്ള സ്ഥലത്ത്, കള്ളാപ്പ് വെക്കുന്ന സ്ഥലത്ത് വ്രതം പിടിക്കുന്ന രീതിയുണ്ട്. 7 ദിവസം 21 ദിവസം 40 ദിവസം ഒക്കെ പല രീതിയിലുണ്ട്. അപ്പൊ ഈ കോഴി ആടൊക്കെ വെട്ടണമല്ല, അപ്പൊ നമ്മൾ ഇറച്ചി മീനൊക്കെ വിട്ടുകൊണ്ടാണോ വ്രതം എടുക്കേണ്ടത്, എന്താ അതുകൊണ്ടെന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തോ അത് ഈശ്വരീയ ആരാധനയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിനെയാണ് ഈ വ്രതം എന്ന് പറയാം. ഇഷ്ടപ്പെട്ടത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതാണ്, മറ്റേ നേരത്തെ നമുക്ക് വിശപ്പില്ലാണ്ടെന്നല്ല, നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്താണ്, ഞാൻ ഈ ഈശ്വരന്റെ പ്രീതിക്ക് വേണ്ടി ഇന്ന് കാര്യം തിന്നില്ല അല്ലേ, അത് പറഞ്ഞാൽ നമുക്കൊരു മീൻചാറൊന്നും ഇല്ലാണ്ട് ചോറങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, എനിക്ക് മീൻ വേണ്ട, അല്ലെങ്കിൽ തുള്ളി മരുന്നില്ലാണ്ട് എനിക്ക് പറ്റിയുണ്ടാവില്ല. കള്ളുകൂടിയൊക്കെ മോശമായിട്ട് ഞാൻ പറയുള്ളൂ കേട്ടോ, മോശമല്ല, അല്പമദ്യം ബുദ്ധിയും കളിക്കും നോക്കുന്നത് ശരിയാണ്. പക്ഷെ വാർത്തയായപ്പോ ഒരു ഡോക്ടർ നമ്മോട് പറയണ്ടായിപ്പോ പക്ഷെ അല്പാൽപ്പം ഇന്നസെന്റ് അല്ല, കുറച്ചും കൂടി എന്ന് പറയാൻ പാടില്ല, കുറച്ച്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ആ മീൻചാറും ആ കോഴിയിറച്ചിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കൂട്ടി കഴിക്കേണ്ട സമയത്ത് ഈ വ്രതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, എനിക്കിഷ്ടപ്പെട്ട വിഭവം എന്റെ ദേവിക്ക് വേണ്ടി, എന്റെ ഭഗവാന് വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നു, അതാണ് വ്രതം. എന്നിട്ട് എന്തിന്റെ പൂർണ്ണതയ്ക്ക് നമ്മൾ ഈ സംഭവങ്ങൾ സമർപ്പിക്കും, ഈശ്വരാർപ്പണമായിട്ട് അതിനെ കോഴിയിറക്കെ ചെയ്യും, എന്നിട്ട് അത് സ്വീകരിക്കും. അത് കഴിക്കാൻ സത്യത്തിലുള്ളത് പറയാം, ഇത്തരം വിഭവങ്ങൾ കഴിക്കാൻ ഇത്തരം മണ്ഡലങ്ങളിൽ മാത്രമേ വിധിയുള്ളൂ. ഇതിന്റെ നമ്മൾ വീട്ടിലൊക്കെ വെക്കുമല്ലോ, വീട്ടിലൊക്കെ വെച്ച് കഴിക്കാനുള്ള വിധിയില്ല. അപ്പൊ വീട്ടിൽ വെച്ച് കഴിക്കണമെങ്കിലോ അത് ദൈവങ്ങൾക്ക് എന്റെ ചാത്തനാണ് ചാത്ത, ഞാൻ കോഴി അറക്കണേ വെച്ചാണ് അറക്കുക, അല്ലാണ്ട് ബിസ്മി വെല്ലിട്ട് അർത്ഥ കോഴി അല്ല നമ്മൾ തിന്നേണ്ടത്. നമ്മൾ എന്റെ ചാത്ത എന്റെ നെയ്യമ്മേ അല്ലെങ്കിൽ ഓം നമശിവായൊക്കെ പറഞ്ഞ അർത്ഥ കോഴി ഇത് മനസ്സിലാണ്. നമ്മൾ ബിസ്മി വെല്ലിട്ട് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു തൊപ്പി വെക്കാനും ഒക്കെ തോന്നും, അല്ലെങ്കിൽ ചാടിപ്പോവാനൊക്കെ തോന്നും ഇല്ലേ, ഹാദിയൊക്കെ ആയി മാറും. തെറ്റല്ല, മതം മാറാൻ കുഴപ്പമില്ല. മറിച്ച് ഇതിനൊക്കെ തോന്നുന്നതിന് കാരണം നമ്മൾ പറഞ്ഞ ഈ എന്താ പറയുക, കൈവശം കൊടുക്കാൻ പറയല്ലോ, കോഴീന്റെ ചെവിയിൽ ബിസ്മി ചൊല്ലിയ കോഴിയിറച്ചി നമുക്ക് ബിസ്മി അല്ലേ വരുള്ളൂ. അപ്പൊ നമ്മുടെ മന്ത്രം ജപിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പൊ നമ്മളെ വീട്ടിൽ കൊടുക്കുന്ന ഇത്തരം, പണ്ടൊക്കെ നമ്മൾ പോയി ഇറക്കുന്ന കടയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആ വ്രതം അങ്ങനെ തന്നെയാണ് പിടിക്കുക. ഇപ്പൊ അടുത്തൊരു വീട്ടിൽ പോയിട്ട് ആചാര്യന്റെ പേര് ചോദിക്കണ്ടേ, കോഴിയിറച്ചിയൊക്കെ ഭഗവതിക്ക് വെച്ചാണ്, അവര് കുറുമ്പയ്ക്കൊന്നും ഇത് വയ്ക്കുന്നത് കണ്ടിട്ടില്ല. കോഴിയിറച്ചി വെച്ചപ്പോ അവർക്ക് വിഷമേ, ദേവിക്ക് കോഴിയിറച്ചോ ഇതൊന്നും പറ്റില്ലല്ലോ, ദേവി ഉത്തമത്തിലല്ലേ എന്നത്. അപ്പൊ ഈ കോഴിയിറച്ചി എന്തോ അധമാണോ എന്ന് ചിന്തയാണ്. ഉത്തമ അധമൊന്നുമില്ല, ഒരു പൂജയുടെ അവസാനം ഉത്തമത്തിലാണ്. ആ അവസാനം ഉത്തമം എന്ന് പറയുമ്പോൾ കോഴി അറക്കുന്നോടത്ത് ഏറ്റവും ഉത്തമത്തിലുള്ള പൂജ എന്താ, എനിക്ക് കോഴി ബിരിയാണി നല്ല ഒരു എന്താ പറയാ ഓർക്കൊക്കെ എനിക്ക് താല്പര്യം നേരിടാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, കട്ടൻ ചായയും പോലെ പൊളിഞ്ഞിരിക്കും. എനിക്ക് തരുമ്പോ കോഴി ബിരിയാണിയോ ഓർക്കി തരണ്ടേ. അത് പറഞ്ഞ പോലെ ആദ്യം രാവിലെ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉപ്പുമാവ് തരും, ഞാനത് തിന്നും. ഉച്ചയ്ക്ക് നിങ്ങൾ സാമ്പാറും ചോറും തരും, അതിനെ തിന്നും. പക്ഷെ രാത്രിക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്, എന്താണ്, രാത്രിക്കും കോഴി ബിരിയാണി ഓർക്കിയും തരും. നിങ്ങൾ രാത്രി എന്ത് ചെയ്യും, ഇതേപോലെ ഉച്ചയ്ക്കത്തെ ചോറും സാമ്പാറും കൊടുത്തേക്കും. അതോട് കൂടിയിട്ട് എനിക്ക് സകലക്കാൻ പറയും, കുറച്ച് മതി, കഴിച്ചോളൂ, വേണ്ടായിട്ടാണേ. അത് പറഞ്ഞ പോലെയാണ് ഈ പൂജയുടെ പൂർണ്ണത എന്ന് പറഞ്ഞാല് ആദ്യം അവലും മുകളിലും വെക്കും, പിന്നെ ചോറും മറ്റുള്ളതും വെക്കും, അവസാനത്തിൽ കള്ളും കോഴിയും വെക്കും. അതാണ് പൂർണ്ണത. കാരണം ഈ കള്ളം എന്ന് പറഞ്ഞാൽ അതൊക്കെ ആത്മീയതയാണ് കേട്ടോ. കള്ളം എന്ന് പറഞ്ഞാൽ വെറും ഒരു കള്ളെന്നല്ല. ആ കള്ള് കുടിച്ചാൽ ചെറിയൊരു വിപ്പിന്റെ കുടിച്ചവർക്ക് അറിയാം, കുടിക്കാത്തവരുള്ളിൽ കുടിച്ചു പോയിക്കോളും, എന്താ പറയാ. അപ്പൊ ചെറിയ തലക്കടി ഉണ്ടാവൂലേ, ഓളം ഉണ്ടാവും. ഈ ഓളം എന്ന് പറഞ്ഞ ആനന്ദത്തിന്റെ പ്രതീകമാണ്, ആത്മീയ ആനന്ദത്തിന്റെ. അപ്പൊ ഞാൻ കള്ളു കുടിച്ചിട്ടല്ല സന്തോഷിക്കുന്നേ, സന്തോഷിക്കാൻ കള്ളു കുടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദത്തിന്റെ പ്രതീകമാണ് കള്ള്, ആനന്ദത്തിന്റെ പ്രതീകമാണ് കള്ള്. അപ്പൊ ഇവിടെ പൂജയുടെ അവസാനം ഭഗവാൻ ആനന്ദത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളുക്ക്, ഭഗവാന്റെ ആനന്ദത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് വെച്ചിട്ട് അർപ്പണം ചെയ്യുമ്പോൾ ഭഗവാൻ വല്ലാണ്ട്, അല്ലെങ്കിൽ ദേവി ദേവന്മാർ ഭയങ്കര സന്തോഷത്തിലാണ്, ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. തെങ്ങ് ചെത്തിയ കള്ളും വാറ്റി ഉണ്ടാക്കിയ ചാരായൊക്കെയാണ് വിധി. ഇന്നിപ്പോ വാറ്റാൻ പറ്റൂല്ലോ, അദ്ദേഹം പറഞ്ഞ നമ്മളുടെ ആചാരങ്ങൾ ഓരോന്നായിട്ട് ഇല്ലാണ്ടാക്കി ബിസ്ലേരിയൊക്കെ കംപ്ലീറ്റ് അച്ചായന്മാർ കൊണ്ടുപോകും ചെയ്യും, നമുക്ക് പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് ചാരായം പറ്റി നമ്മളെ പിടിച്ചോണ്ടാവും, നമ്മൾ പെരുക്കാണ്ട് കാര്യമില്ല, അല്ല വെക്കാന്ന് പറഞ്ഞിട്ടല്ല, നിങ്ങൾ കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും ശരി, ഈ രണ്ട് സാധനം വെക്കാം. ഇത് നെല്ലെന്ന് പറയുമ്പോ അന്നം ബ്രഹ്മം എന്നാണ് വേദം പറയാ. അന്നം ബ്രഹ്മവും എന്തായി, നെല്ലെന്താണ്, അന്നല്ലേ.
അത് മാറ്റിയാൽ ഉണ്ടാവുന്ന സാധനം എന്തായി? അതിന്റെ സത്തല്ലേ, അത് ബ്രഹ്മല്ലേ. അപ്പൊ എന്തായി? ചാരായം എന്തായി? ബ്രഹ്മായി. വെറുതെ കുടിക്കുന്നത് ബ്രഹ്മല്ല, വെച്ചിട്ട് കുടിക്കുന്നത് ബ്രഹ്മം. അതും തന്നെ ഒരു ചിരട്ടയ്ക്ക് വെക്കാനേ പറ്റുള്ളൂ. ചിരട്ട ഇത്രയും വലിയൊരു ചിരട്ട ഉണ്ടാക്കിയിട്ട് ഇത് കുടിക്കാൻ നിൽക്കരുത്. എന്റെ മാത്രമാണ്, അത് വേറെ കാര്യം. പക്ഷെ ചിരട്ട ഇങ്ങനെ വലുത് നോക്കി നടക്കരുത്, കുഞ്ഞു ചിരട്ടമാണ്. ചുക്കിരി എന്ന് പറയും നമ്മുടെയൊക്കെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് ആ നിവേദ്യം അതിന് അവസാനത്തിൽ വെക്കുന്നത് ശ്രേഷ്ഠതയാണ്, അതാണ് അതിന്റെ പൂർണ്ണത. എന്നാൽ ശ്രീകൃഷ്ണന്റെ പാൽപ്പായസമാണ് പൂർണ്ണത. കാളിക്ക് മാംസമാണെങ്കിൽ, രക്തമാണെങ്കിൽ, ഗുരുതിയാണെങ്കിൽ കൃഷ്ണന് പാൽപ്പായസം. അപ്പൊ വ്രതം എടുക്കേണ്ടത് ഇങ്ങനത്തെയാണ്. അവസാനത്തിൽ വെട്ടുമ്പോൾ സങ്കടം വേണ്ട, അതാ പൂജയുടെ പൂർണ്ണതയാണ്, അതാണ് ശ്രേഷ്ഠത്വം. ഈ കള്ള് കുടിച്ചിട്ട് നമ്മൾ ഉത്സവത്തിന് ചില ജാതികൾ പോകുമല്ലോ, ജാതിക്കാര് കൊടയൊക്കെ പിടിക്കുന്നവർ കള്ള് കുടിക്കും. അത് ശരിക്കും മോശമല്ല. അവര് ആത്മാനന്ദത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്രതം എടുക്കും. വ്രതം എടുത്ത് ആനന്ദത്തിന്റെ ഭാഗമായിട്ടാണ് കള്ള് കുടിക്കുന്നത്. ചെറുപ്പം കൊണ്ടോണ കുട പകുതിക്ക് വെച്ചിട്ട് മറ്റുള്ളവർ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത് ഒരു ശിഷ്യന്റെ അവിടെ പോയപ്പോ പറയുണ്ടായി, ഈ കൊട കൊണ്ടുപോകുന്നത് ഈഴവരാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ചെറുമരി കൊണ്ടോണ്ട കൊടയാ. എന്താണ്? ചെറുമരി വഴി മാറിയപ്പോ ഈഴവര് കയറി പിടിച്ചു. അങ്ങനെ ചെറുമരിയുടെ ആചാരമാണ്, പൊലയുടെ ആചാരമാണ്. അപ്പൊ അത് വഴിക്കുന്ന കയറി പിടിക്കാൻ പാടില്ല. അത് അവൻ കൊണ്ട് വെക്കണം, അവന്റെ ആചാരമാണ്. അപ്പൊ അവൻ പറയുകയാണെങ്കിൽ ശ്രീകോവിലിൽ കയറ്റി വെക്കണം. ഇപ്പൊ അങ്ങനത്തെ ഒരു വിഷയമുണ്ടല്ലോ. എന്താ ഞങ്ങൾക്ക് ശ്രീകോവിലിൽ കയറിയാ? ശ്രീകോവിലിൽ കയറേണ്ട ഒരു ആവശ്യമില്ല. അല്ലാണ്ട് നമ്മൾ ശ്രേഷ്ഠന്മാരാണ്. ശ്രീകോവിലിൽ കയറിയിരിക്കേണ്ടിരുന്നാ പോരാ, കൊട പുറത്തു വെച്ചാൽ മതി. എന്താണ്? ആ കൊടയെ ശ്രീകോവിലിൽ കൊള്ളിക്കാൻ അവിടുത്തെ ഭഗവതിക്ക് പറ്റില്ല. അത്രയും പവർ ഉണ്ട് അതിന്. ഈ പെണ്ണ് കയറണ്ട മലയിൽ എന്ന് പറഞ്ഞ പോലെ പെണ്ണിന്റെ പവർ പെണ്ണിനെ അറിയില്ല. നമ്മുടെ പവർ താങ്ങാൻ നമ്മൾ അവധൂത പാരമ്പര്യമുള്ളവരാണ്, ബ്രാഹ്മണന് ഉപരി വരുന്ന ആളുകളാണ് ഈ പൂർവ്വലില്ലാത്ത ആൾക്കാരൊക്കെ കേട്ടോ. ഒരേ ജാതിയല്ല വന്നത്. അപ്പൊ അവര് അവധൂത പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. ശാക്തേയന്മാരാണ് നായന്മാര്, ശാക്തേയന്മാരാണ് ഈഴവർ, മലബാരികളാണ് മറ്റു ജാതിക്കാർ. ഇവരൊക്കെ ഉപാസന ഉയർന്ന ശാക്ത ഉപാസനയാണ്. ഇവരെ താങ്ങാൻ ശ്രീകോവിലൊക്കെ പറ്റില്ല. അപ്പൊ അവര് പോകുന്നതിന്റെ കാര്യമുണ്ടോ? കള്ളു കുടിച്ചോണ്ടെന്നല്ല കയറേണ്ട പറയുന്നത്. കള്ളു ഒരു ആചാരത്തിന്റെ ഭാഗം. കള്ളു കുടിച്ചോണ്ട് കയറേണ്ട പോടാന്ന് പറയാനേ പറ്റുള്ളൂ. കള്ളു ആചാരത്തിന്റെ ഭാഗമാണ്, സാധാരണ കള്ളു കുടിക്കണതല്ല. സാധാരണ കള്ളുടി തെറ്റാണ്. മണ്ഡലത്തിന് അത് പൂജയ്ക്ക് വെച്ചത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ആരും കള്ളു കുടിക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ശരീരത്തിന് ഹാനികരം, ഇതൊക്കെ കേടാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വലിയ വിഷയവും. സിനിമയിലൊക്കെ എഴുതി കാട്ടില്ല. അതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും? നീ ഞങ്ങൾ ചോറിനട്ടെ ബാബാജി നിർത്തിക്കോളില്ലേ? അത് ചോറിനട്ടെ നിർത്തിക്കോളൂ പറയാം. നീ എന്തെങ്കിലും ഉണ്ടാ? ഇത്തരം ആചാരങ്ങൾക്കും കൗളാചാര പ്രകാരം ആചരിക്കുമ്പോൾ മന്ത്രങ്ങൾ വല്ലതും ഉണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആദ്യം പറയാനുള്ളത്, മലവാര കേന്ദ്രങ്ങൾ കൗളാചാര കേന്ദ്രങ്ങളല്ല, അത് മലവാര കാവുകളാണ്. കൗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗളം യോഗഭോഗാത്മകം കൗളം എന്നാ പറയാം. യോഗവിദ്യയും ഭോഗവിദ്യയും ചേർന്നതാണ് കൗളം. ഈ നരേന്ദ്രപ്രസാദ് ഈ സിനിമയിൽ പറയുന്നുണ്ട്, സുരേഷ് ഗോപി അല്ല, ഒരു യോഗിക്ക് ഭോഗിയാകാം. സുരേഷ് ഗോപിയാ പറയാം, ഭോഗിക്ക് യോഗിയാവാൻ പറ്റില്ല നരേന്ദ്രപ്രസാദിനോട് ഏകലവ്യയിൽ പറയും. പക്ഷേ ഇത് രണ്ടും സാധ്യമാകുന്നത് ഞാനിങ്ങനെ പറയാറില്ല, അതാ വേദഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നത്. ഒരു യോഗിക്ക് ഭോഗിയും ഭോഗിക്ക് യോഗിയുമാകാൻ പാടില്ല എന്ന് മറ്റ് ശാസ്ത്രങ്ങൾ പറയുമ്പോൾ, അല്ലയോ ദേവി, ഹേ പാർവതി, ഹേ പ്രാണപ്രിയേ, ഇത് രണ്ടും സാധ്യമാകുന്ന വിദ്യയാണ് കൗളാചാരം, കൗളവിദ്യ, കൗളതന്ത്രം എന്ന് സാക്ഷാൽ പരമേശ്വരൻ ദേവിയോട് പറയുന്നത്. ഇത് സുരേഷ് ഗോപിക്ക് മാത്രമുള്ളതല്ല, ഭഗവാൻ പറയുന്നതാ. അപ്പൊ അത്തരത്തിലുള്ളതില് കൗളം എന്ന യോഗബോധാത്മക വിദ്യയാണ്. അതിന് അതിൻ്റെതായ മന്ത്രങ്ങൾ പറ്റുന്നത് മലവാരത്തിന്റെ ഭാഗമായിട്ടാവുമ്പോൾ മലവാരം പ്രകൃതിദത്തമാണ്. അതില് മന്ത്രങ്ങൾക്കല്ല പ്രാധാന്യം, ഉള്ള തട്ടിയിട്ടുള്ള വിളിക്കാണ്. നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് എന്റെ കരിയാത്ത ഞാനിവിടെ എനിക്ക് പറ്റുന്നത് ചെയ്തിട്ടുണ്ട്, അത് സ്വീകരിച്ച് ഇനി എന്റെ കുടുംബത്തിന് ഈ വന്നിരിക്കുന്ന നാട്ടുകാരും നമ്മൾ മാത്രമല്ല മറ്റുള്ളവർ ഈ വന്നിരിക്കുന്ന നാട്ടുകാരും കാത്തു രക്ഷിച്ച് സത്യമായിരിക്കണം എന്റെ പൊന്നുടയോനെ തമ്പുരാനെ എന്ന് വിളിക്കണതിന്റെ അപ്പുറം മറ്റ് മന്ത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കാരണം മന്ത്രങ്ങൾ ഉണ്ടാവുന്നത് 1+1=2 എന്ന് പറയുന്നത് 1 1 2 കണ്ടുപിടിച്ചതിന് ശേഷം. അല്ലാണ്ടാണെങ്കിലോ 2 സാധനം എടുക്കും കൂട്ടിയിട്ട് വെച്ചു കൊടുക്കുക 2 എണ്ണം അല്ലേ? ഇത് പറഞ്ഞ പോലെ അക്ഷരങ്ങളും ഭാഷയും ഇതിന്റെ ഈ രീതികളും വ്യാകരണം ഉണ്ടാവുന്നതിന് മുമ്പാണ് അഗ്നിവീളെ പുരോഹിതം എന്ന വേദസൂക്തം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായ ആചാരമുണ്ട്. മന്ത്രങ്ങളല്ല, ഉള്ളെന്നുള്ള പ്രാർത്ഥന മതി. ഇപ്പൊ നമ്മളെയൊക്കെ നല്ലച്ച എണ്ണച്ച മണ്ണച്ച മുത്തച്ഛ മുത്തച്ഛന്മാര് പഠിച്ചു വന്ന മുത്തച്ഛന്മാര് നമ്മളോട്ട് മുത്തച്ഛന്മാര് പഠിച്ചുകൊണ്ടുള്ള ഇത്തറവാട്ടില് അല്ലെങ്കിൽ പേരെടുത്തിട്ട് ഇന്ന തറവാട്ടില് മൂർത്തിയോളെ കേരളം ഉപാസനാമൂർത്തികളെ ഞാൻ ഈ തരുന്ന കർമ്മത്തെ സ്വീകരിച്ച് എന്നെ എന്റെ കുടുംബത്തിനും നാടിനും നാട്ടുകാരെയും കാത്തിരിച്ച് സത്യമായിരിക്കണേ
പൊന്നുടയോനെ നിന്റെ പൊന്നു തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ആ സാധനം വെച്ചുകൊണ്ട് അർപ്പണം ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. മന്ത്രം വേണ്ട, ഞാൻ പറഞ്ഞ വാക്ക് വേണ്ട, ഉള്ളീന്ന് വരണം. ഉള്ളീന്ന് വെച്ചെന്ന് പറയില്ല, അവർ ഉള്ളീന്ന് വരണം. ആദ്യം മാത്രമേ വേണ്ടൂ. കൗളാചാരത്തിന് കൗളം എന്ന് പറഞ്ഞ തന്ത്രത്തിന്റെ ഭാഗമാണ്. എല്ലാവരും ജ്യോത്സ്യന്മാരോടൊക്കെ നമ്മളെ കൗളം എന്ന് പറയുന്നത് ഇത് മലവാരക്കാവാണ്. മലവാരത്തിന് ഉള്ളിൽ നിന്ന് വരണം. മറ്റേ വൈദികന്മാർ വരുമ്പോൾ മന്ത്രം അപ്ലൈ ചെയ്യും. അതൊക്കെ വിഷയം തെറ്റാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. വൈദിക ബ്രാഹ്മണർക്ക് ഇത്തരം കാവുകളിലേക്ക് പ്രവേശനമില്ല. പണ്ട് വന്നിരുന്നില്ല, ഇന്ന് വരുന്നു, അത് അവർ ചെയ്യുന്നത് തെറ്റാണ്. വേറെ മനസ്സിലായല്ലോ? അങ്ങേക്ക് സംതൃപ്തിയായല്ലോ? വേറെ സന്തോഷമായോ? നിങ്ങൾ ഹാപ്പി ആയതുകൊണ്ട് നമ്മൾ ഹാപ്പി ആവണം. കഴിഞ്ഞല്ലോ? ഞാൻ കഴിഞ്ഞു വെച്ചാൽ എന്റെ പ്രാർത്ഥനയിലിട്ട് ഞാൻ നിർത്തുള്ളൂ. അത് ഞാൻ പ്രാർത്ഥന ചെയ്യാം. അപ്പൊ ചോദ്യങ്ങൾ കഴിഞ്ഞു തോന്നുന്നു. എനിക്ക് വേദത്തിനോടോ തന്ത്രത്തിനോടോ ബ്രാഹ്മണനോടോ ചണ്ടാളനോടോ ഒന്നും വിവേചനമില്ല, വിയോജിപ്പില്ല. സനാതനമായ എല്ലാ ദർശനവും ശ്രേഷ്ഠമാണ്, എല്ലാ മതഗ്രന്ഥങ്ങളും ശ്രേഷ്ഠമാണ്. ആശ്രമത്തിൽ പൂജയ്ക്ക് വെക്കുന്ന ഖുറാനും ബൈബിളും ഗീതയാണ്. അങ്ങനെയാണ് അവിടുത്തെ രീതി. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ അവസാനം ഒരു ശാന്തി മന്ത്രമാണ് ചൊല്ലുക. അത് കേട്ടാലും അന്തമിടൊന്നും വേണ്ട. നമുക്ക് സമാസൂക്തം ചൊല്ലിട്ട് ശാന്തി മന്ത്രം ചൊല്ലിട്ട് നിർത്താം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സംഗച്ഛധ്വം സംവദധ്വം സംവോഹനം സുജാനതാം ദേവാഭാഗമതാ പൂർവേ സഞ്ജാനാനാമുപാസതേ സമാനോ മന്ത്രസ്സമിതി സമാനി സമാനം മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന ഹോമിഷാതി ഹോമേ സമാനീ വാഗോദി സമാനാദയാനി വാ സമാനമസ്തു വോ മനോ യഥാ വധുസ്സഹാസതേ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. സർവത്ര സർവൈശ്വര്യമസ്തു.